ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക്. ഇന്ന് നോക്കാൻ പോകുന്നത് 6 മുതൽ 10 വരെയുള്ള കെമിസ്ട്രി ചാപ്റ്ററാണ്. ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നമ്മളെ കംപ്ലീറ്റ് ഇനോർഗാനിക് കെമിസ്ട്രി 1 തൊട്ട് 5 വരെയുള്ള മുഴുവൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള ചോദ്യങ്ങളാണ്, ഓർഗാനിക് കെമിസ്ട്രിയുടെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇന്നലെ തന്നെ വരേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ ഇതിൽ നോക്കുമ്പോൾ അവസാനം മുഖം എല്ലാം കൂടി ഹൽക്കിനെ പോലെ ആയപ്പോൾ ഞാൻ നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കി തുടരാം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ച് സംശയങ്ങൾ ഉണ്ടാവും. അതായത് ഓർഗാനിക് കെമിസ്ട്രി ഇനോർഗാനിക് നല്ല സ്ട്രോങ് ആണെങ്കിൽ ഓർഗാനിക് നോക്കണോ, ഓർഗാനിക് നോക്കിയില്ലേ ജയിക്കില്ലേ, അങ്ങനത്തെ ചില സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് ആദ്യം തീർത്തിട്ട് പോവാം. നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കില്ല, അത് ഉറപ്പാണ്. എന്നാലും ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആണ്, ഇനി അതിലൊന്നും നോക്കാനില്ല, അത്രയും ഉറപ്പാണെങ്കിൽ എന്തായാലും ഓർഗാനിക് കെമിസ്ട്രി നോക്കുക. കാരണം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പോവാണെങ്കിൽ കിട്ടിപ്പോട്ടെ. ഇനിയിപ്പോൾ രണ്ടും റെഡിയല്ല എന്ന് വിചാരിച്ചു ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് മനസ്സിലാവുന്ന തീരെയില്ല, അപ്പോൾ ഇനോർഗാനിക് എങ്കിലും മനസ്സിലായി പോട്ടെ എന്നുള്ളതാണെങ്കിൽ ഇനോർഗാനിക് പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. രണ്ടുകൂടി പഠിക്കണമെന്നില്ല. ഇനോർഗാനിക് മാത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഈ ഒരു അടുത്ത കാലത്ത് എന്താ സ്ഥിതി എന്ന് അറിഞ്ഞൂടാ. അതാണ് ഞാനത് അധികം റെക്കമെൻഡ് ചെയ്യാത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നലെ റെക്കോർഡ് ചെയ്യായതുകൊണ്ട് കുറേ പേർക്കൊന്നും കമൻറ്റ് ചെയ്തതിനൊന്നും റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല. കുറേ കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, അപ്പോൾ അതിനെല്ലാത്തിനും റിപ്ലൈ തരാം. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരും ചോദിച്ച ചോദ്യങ്ങൾ ഒരു FAQ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടൈം സ്റ്റാമ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ചോദ്യമെല്ലാം ഇപ്പോൾ മിനിമം കുറേ പേര് ഒരേ ചോദ്യം ചോദിച്ചപ്പോൾ അതിനെല്ലാത്തിനും ആ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഉള്ളവർ ചോദിച്ച ആ ഒരു എക്സാം ടിപ്സ് അതും ഇതിൽ ടൈം സ്റ്റാമ്പ് ആയി കൊടുത്തിട്ടുണ്ട് ചാപ്റ്ററിന് ശേഷം. പിന്നെ ഒരു ലാസ്റ്റ് കുറച്ചൊരു മോട്ടിവേഷനും. അപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാണ്. വേറെ കുറച്ച് പേര് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് എല്ലാ ചാപ്റ്ററിനും ബേസിക്കലി ഓർഗാനിക്കിലൊന്നും ഒന്നുമില്ല. അപ്പോൾ ഇനോർഗാനിക്കിലുള്ള എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും പ്രധാനപ്പെട്ടത് ലെവൽ 1 ലെവൽ 2 എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ട് ഒന്നെന്ന് പറയുന്നത് ഇതിൽ 35 മാർക്ക് വേണ്ടവരുണ്ട്, 21 വേണ്ടവരുണ്ട്. അങ്ങനെ കുറേ പേര് അവരവരുടെ മാർക്ക് എനിക്ക് ഇത്ര വേണം, ഇത്ര കിട്ടുമെന്നൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതിന് ഒരു ഒഫീഷ്യലായിട്ട് ഞാനൊരു ഉത്തരം പറയുകയാണ്. നിങ്ങൾക്ക് ഇതിന്ന് ഒരു 40 മാർക്കിൻ്റെ അടുത്ത് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. ജനറലി ഒരു 40 മാർക്കിൻ്റെ അടുത്ത് സാധാരണ കിട്ടേണ്ടതാണ്. എല്ലാ പാഠവും ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ കൺസെപ്റ്റ് കൂടി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ മാർക്ക് കിട്ടും. പക്ഷെ ഉത്തരം എഴുതേണ്ട ആ ഒരു രീതി അറിയണം. വെറുതെ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് കമന്ന് കിടക്കാതെ അറിയുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന പോലെ അതിനെ വളച്ചൊടിച്ച് കഴിഞ്ഞാൽ എന്തായാലും അങ്ങനത്തെ മാർക്ക് എത്തുന്നു. പിന്നെ ഇനി നിങ്ങൾക്ക് വേണ്ടത് എത്ര മാർക്ക് ആണെങ്കിലും ഇനിയിപ്പോൾ ഇത് കാണലല്ലാണ്ട് പഠിക്കലല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ പഠിക്കാൻ നോക്കുക. വേറെ കുറേ പേരുടെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഹെൻറീസ് ലോൻ്റെ ഒരു ചോദ്യത്തിൽ അത് റാവൾസ് ലോ അല്ലേ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സംഭവം എന്ന് വെച്ചാൽ ഹെൻറീസ് ലോയും റാവൾസ് ലോയും തമ്മിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഇല്ല. ആ ഒരു വ്യത്യാസം ആദ്യം മനസ്സിലാക്കുകയാണ് പ്രധാനം. ഈ ഒരു ഹെൻറീസ് ലോ പറയുന്നത് എന്താണ്, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി, അത് ഗ്യാസിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ റാവൾസ് ലോ പറയുന്നത് എന്താ, അതേ കാര്യം തന്നെയാണ് റാവൾസ് ലോ പറയുന്നത്. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി, പക്ഷേ ആർക്ക്, വോളറ്റൈൽ സൊല്യൂഷനിൽ. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഹെൻറീസ് ലോയും ഈ റാവൾസ് ലോ ഒരു അമ്മ ഒറ്റ മക്കളെ പോലെ ഉണ്ടാവും. അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറീസ് ലോ സ്പെഷ്യൽ കേസ് ഓഫ് റാവൾസ് ലോ എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ പേരുടെ തെറ്റിദ്ധരിച്ച് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി ആണെങ്കിൽ മറ്റേത് ഇത് ഹെൻറീസ് ലോ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ റാവൾസ് ലോ സോലിബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് എഴുതിയിരുന്നു. അങ്ങനെ കുറേ പേര് തെറ്റിദ്ധരിച്ചവരുണ്ട്, അല്ലെങ്കിൽ തിരിച്ചും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെയൊന്നുമില്ല. കാരണം പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സോലിബിലിറ്റി ആണെങ്കിൽ അത് തിരിച്ചും പറഞ്ഞൂടെ, ഏത് കേസിനും അങ്ങനെ പറയാം. അവിടെയല്ല ഇതിൻ്റെ കാര്യം. അത് എന്തിന് പറയുന്നു എന്നുള്ളതിനാ കാര്യം. അത് വോളറ്റൈൽ ആണെങ്കിൽ അത് റാവൾസ് ലോ ആയിരിക്കും, മറ്റേതാണെങ്കിൽ ഏത് ഗ്യാസിനും പറ്റുന്നതാണെങ്കിൽ അത് ഹെൻറീസ് ലോ ആയിരിക്കും, ഏത് സൊല്യൂഷൻ പറ്റുന്നതാണെങ്കിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എക്സാമിൻ്റെ ടഫ്നെസ് കൂട്ടി, അങ്ങനെയാണെങ്കിൽ ഫെയിലിയറും കൂടി. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഞാൻ പറയുകയാണ് ഫെയിലിയർ കുറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടഫ്നെസ്സും കുറഞ്ഞു എന്നല്ലേ ഇതിനർത്ഥം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും ഒരേ പ്രൊപ്പോർഷണാലിറ്റിയോടെ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾക്ക് അതിനൊരു ടിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വോളറ്റൈൽ എന്നൊരു വാക്ക് കാണുന്നുണ്ടെങ്കിൽ അത് കൂടുതലും റാവൾസ് ലോ തന്നെയാണ്. 99% അത് റാവൾസ് ലോ തന്നെയാണ്. ഇനി അത് അല്ലാണ്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെൻറീസ് ലോ ആണ്. പിന്നെ കുറച്ച് നമ്മൾ ലോജിക് കൂടി ഉപയോഗിക്കുക. അതായത് അത് അതിൻ്റെ തൊട്ട് താഴെയുള്ളത് അതിൻ്റെ 3 ആപ്ലിക്കേഷൻ എഴുതാനാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കത്ത പഠിക്കുന്നല്ലോ പഠിച്ചേതാ, ഈ ഒരു ഹെൻറീസ് ലോൻ്റെ അല്ലേ. റാവൾസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനത്തെ ലോജിക്കൽ ഉപയോഗിക്കുക. പിന്നെ കുറച്ച് പേര് ചോദിച്ചൊരു ചോദ്യം ബയോളജി അതുപോലെ ഫിസിക്സ് ഒക്കെ ചെയ്യുമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ ഇങ്ങനത്തെ നോട്ടൊക്കെ ചോദ്യങ്ങൾ തപ്പി ഇതുപോലെ ടൈപ്പ് ചെയ്ത് നോട്ടിലൊക്കെ ഇട്ട് റെക്കോർഡ് ചെയ്തൊക്കെ വരുമ്പോഴേക്ക് കുറേ സമയം പോകും. അത് ബുദ്ധിമുട്ടിൻ്റെ അല്ല, നിങ്ങൾക്ക് അപ്പോഴേക്ക് കിട്ടൂല. ഒരു പരീക്ഷേൻ്റെ സമയമാകുമ്പോഴേക്ക് ഈ ഒരു സംഭവം റെഡിയാക്കുന്നതിൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാനും പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ബയോളജി ആണെങ്കിൽ എനിക്കൊരു തേങ്ങ അറിയില്ല. കാരണം ഞാൻ CS പഠിച്ചത്. പിന്നെ എനിക്ക് ആകെ ഓർമ്മയുണ്ട് ബയോളജി എന്ന് കേൾക്കുമ്പോൾ 10 തലച്ചോറിൻ്റെ 5 ഭാഗം ഓർമ്മയുണ്ട്. പിന്നെ
+2 എത്തുമ്പോൾ ഒരു ബോട്ടണിയും സുവോളജിയും രണ്ടായിട്ട് തിരിയുന്നുണ്ടെന്ന് അറിയാം, വേറെ ഒരു കാര്യം അറിയില്ല. പിന്നെ പക്ഷേ ഞാൻ സഹായിക്കാം, ഞാനത് അന്വേഷിച്ചിട്ട് അതിൻ്റെ നല്ല നോട്ട് അതുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള സംഭവമൊക്കെയായിട്ട് കമൻറ്റ് ഇട്ടോളാം, അത് കുഴപ്പമില്ല. പിന്നെ വേറെ കുറേ പേര് ചോദിച്ചത് ഞാനിപ്പോൾ +2 കഴിഞ്ഞാ, ഞാൻ കഴിഞ്ഞ മാസം +2 കഴിഞ്ഞു, കുറച്ച് മുമ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്, സേക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അവന് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനത് വാട്സപ്പിൽ ഇടുന്നതിലും നല്ലത് പിന്നെ ഡ്രൈവിൽ ഇടാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ച് യൂട്യൂബിൽ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോഴും ഞാനത് പ്രൈവറ്റ് ആയിട്ടും കൊടുക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷേ അപ്പോൾ തോന്നി എന്നാൽ പബ്ലിക്കാക്കി ആർക്കെങ്കിലും കാണുമ്പോൾ ഗുണപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ച് ഒരു കമ്പനിയിലും കൊടുത്ത് കുറച്ച് ടൈറ്റിലൊക്കെ കൊടുത്തിട്ടതാണ്. അതിപ്പോൾ ഒരു 11,000 ആൾക്കാരൊക്കെ കാണുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും എല്ലാവരും കണ്ടതിന് താങ്ക് യു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വളരെ സന്തോഷം. പിന്നെ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് JEE എൻട്രൻസിന് പോവുകയാണ്. അപ്പോൾ അത് ഓൾറെഡി പോയായിരുന്നു, അപ്പോഴാണ് ഈ ഒരു വീഡിയോക്ക് നിന്നിട്ട് കുറേ ഒരു പെൻഡിങ് ആയി, ക്ലാസ്സൊക്കെ പോയി അങ്ങനെയൊക്കെ ആയത്. അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. അപ്പം യൂട്യൂബിൽ ഇനിയൊന്നും അധികം കാണൂല, എന്നാലും ഇതിലൂടെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ടേ പോവുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്, 6ാമത്തെ ചാപ്റ്ററാണ്, ഓർഗാനിക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താ കൊടുത്തിരിക്കുന്നത്? റൈറ്റ് ദ നെയിം ഓഫ് ദ പോയിസണസ് ഗ്യാസ് ഫോംഡ് വെൻ ക്ലോറോഫോം ഈസ് ഓക്സിഡൈസ്ഡ് ബൈ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. നമ്മൾ ഒരുപാട് കണ്ടതാണ്. എന്താണ് ക്ലോറോഫോമിനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ തുറന്നുള്ള ഗ്ലാസ്സിൽ വെക്കാറില്ല, അതെപ്പോഴും കറുത്ത ഒരു ഫിൽറ്ററൊക്കെ ഉള്ള ഗ്ലാസ്സിലാണ് എപ്പോഴും വെക്കാറുള്ളത്. കാരണം സൂര്യപ്രകാശം അതിൻ്റെ എല്ലാം തട്ടിക്കഴിഞ്ഞാൽ ഒരു പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസിന്റെ പേരാണ് ഫോസ്ജീൻ എന്ന് പറയുന്നത്. ഫോസ്ജീൻ എന്നാണ് ആ ഒരു ഗ്യാസിന്റെ പേര്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ തന്നെ ആ ഒരു ശാസ്ത്രീയ നാമം ഉണ്ടാവണമല്ലോ, അതും പഠിക്കുക. COCl2 എന്നുള്ളതാണ് അതിന്റെ ഒരു ശാസ്ത്രീയ കെമിക്കൽ നെയിം. ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതാണ് ഇതിന്റെ ഉത്തരം, ഫോസ്ജീൻ. ഇത് ഇവിടെ മാത്രമല്ല, ഇഷ്ടം പോലെ മുമ്പിൽ കാണാനുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ബ്ലാക്കിൻ്റെ ഉള്ളിൽ വെക്കുന്നതിന്റെ കാരണം പോയിസണസ് ഗ്യാസ് ആയിട്ടുള്ള ഫോസ്ജീൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ആ ഒരു ഗ്യാസിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ബ്ലാക്കിൽ വെക്കുന്നത്, ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം. പെട്ടെന്ന് പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ ഉണ്ട്, 177 പേജും കണ്ടിട്ടുണ്ടാകൊണ്ടാണ്. ഇനി മേജർ പ്രൊഡക്റ്റ് ഇൻ ദ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു HBr ആയിട്ട് ഒരു ഹൈഡ്രജൻ ഹാലൈഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ HBr ആണ് ഈ ഒരു റിയാക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു Br, ഈ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടോ, ആ ഡബിൾ ബോണ്ടിന്റെ രണ്ട് സൈഡിലോട്ടാണ് ഈ രണ്ട് കമ്പോണന്റ് പോവുക. രണ്ട് കമ്പോണന്റ് പോവും, 3 കമ്പോണന്റ് ഇല്ല, Br ഒരു കമ്പോണന്റ്, H ഒരു കമ്പോണന്റ്. അപ്പോൾ ഇത് രണ്ടും ഇതിന്റെ രണ്ട് സൈഡിലോട്ട് പോകും. ഏതൊക്കെ സൈഡിൽ ഏത് പോകുന്നു മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. എപ്പോഴും മനസ്സിലാക്കുക, H എപ്പോഴും പോകുന്നത് ഈ ഒരു ചെറിയ സൈഡിലേക്കായിരിക്കും. ഈ രണ്ട് ഡബിൾ ബോണ്ട് ഉള്ളല്ലോ, അതിൽ കുറഞ്ഞ കാർബൺ നമ്പർ ഉള്ളത്, ഇതിപ്പോൾ ഇവിടെ വെക്കല്ലേ, ഇവിടെ ഒറ്റ കാർബൺ, ഇങ്ങോട്ട് 2 കാർബൺ ഇല്ലേ. അപ്പോൾ കുറഞ്ഞ സൈഡിലോട്ട് H പോകും, വലിയ സൈഡിലോട്ട് Br പോകും. അത്രയും ഓർത്ത് വെക്കുക. അങ്ങനെ അപ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്താകും, പൊട്ടിപ്പോവും. അപ്പോൾ അവസാനം എങ്ങനെ ഉണ്ടാവും വെച്ചാൽ CH ഉണ്ടാവും, ഇവിടെ സിംഗിൾ ബോണ്ട് ആവും. CH2 ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്, അത് 3 ആവും, കാരണം ഒരെണ്ണം കൂടി വന്നല്ലോ. പിന്നെ ഈ ഒരു Br ഇതിലെ ശാഖയായിട്ട് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. ഇതാണ് മാർക്കോണിക്കോ അഡിഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ശാഖയായിട്ട് ഉണ്ടെന്നാണ്. ഓക്കെ, അത് നിങ്ങൾക്കറിയാലോ. ഇത് മാർക്കോണിക്കോ അഡിഷൻ ആണ്. ഇനി ഞാൻ പറയട്ടെ, വളരെ കുറഞ്ഞ കേസിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് നേരെ ഇങ്ങനെ കൊടുക്കുമല്ലോ, ഇക്വേഷൻ ഇത് കംപ്ലീറ്റ് ആക്കുക. ഇവിടെ H2O2 അതായത് പെറോക്സൈഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ വലിയ സൈഡിലോട്ടും Br ഇങ്ങനെ സൈഡിലോട്ടും പോകും. ഞാൻ അധികം പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല, എന്ന് വെച്ചാൽ അത് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഒരു പരീക്ഷയ്ക്കും നമ്മളെ പബ്ലിക്കിനും കൂടി ചോദിച്ചാണ്. അപ്പോൾ അത് പിന്നെ അതേ ചോദ്യം തന്നെ ചോദിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ജനറലി പഠിക്കേണ്ടത് Br വലിയ സൈഡിലോട്ടും H ചെറിയ സൈഡിലോട്ടും പോകും, ബോണ്ട് പൊട്ടും. എന്നിട്ട് ഇതിങ്ങനെ എഴുതി കൊടുക്കുക. മാർക്കോണിക്കോ അഡിഷൻ ഒന്നും എഴുതേണ്ട, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടതാണ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ ദ റിയാക്ഷൻ C2O5 C2H5OH പ്ലസ് X എന്ന് പറഞ്ഞിട്ട് ഇത് എന്താ നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ C2H5 Cl കിട്ടിയിട്ടുണ്ട്, POCl3 കിട്ടിയിട്ടുണ്ട്, HCl കിട്ടിയിട്ടുണ്ട്. ഐഡന്റിഫൈ ദ റിയേജന്റ് X. ഇത് കണ്ടുപിടിക്കാൻ, ഇത് ഇപ്പോൾ ചാപ്റ്റർ അറിയുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഉടായ്പ ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഉടായ്പൊന്നുമില്ല, ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കണ്ടേ. നിങ്ങൾ ഇവിടെ ഉണ്ട് നോക്കുക, എന്നിട്ട് ഇവിടെ കൂടുതൽ ആരാ വന്നത് നോക്കുക, അവനായിരിക്കുമല്ലോ ഇത്. കാരണം ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവന്മാർ കിട്ടുമെങ്കിൽ, ഇവിടെ ഉള്ളവന്മാരെല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ അധികപ്പറ്റായി വന്നവരായിരിക്കുമല്ലോ ഇത്. നോക്കട്ടെ, C2 ഉണ്ട്, ഇവിടെയും C2 ഉണ്ട്, അപ്പോൾ അവന് കുഴപ്പമില്ല. H5 ഉണ്ട്, ഇവിടെ ഒരു H5 ഉണ്ട്, അപ്പോൾ അവനും കുഴപ്പമില്ല. പിന്നെ ഒരു H ഉണ്ടല്ലോ, വേറെ H ഇവിടെ വന്നിട്ടുണ്ടോ, ഓക്കെ, ഒരു H കൂടി ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഒരു O വന്നിട്ടുണ്ട്, ഇവിടെ ഒരു O വന്നിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ആരാ അധികം ഉള്ളത്, ഈ ഒരു P, ആ ഒരു സംഭവം എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. ക്ലോറിൻ ഉണ്ട്, അതെനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. അപ്പോൾ എനിക്ക് ഉറപ്പിക്കാം P ഉണ്ട്, അതൊരു ഒരാൾ. പിന്നെ Cl ഉണ്ട്, Cl എത്ര എണ്ണം ഉണ്ട് നോക്ക്, ഇവിടെ തന്നെ 3 എണ്ണം വന്നിട്ടുണ്ട്, അപ്പോൾ 3 ക്ലോറിൻ അവിടെ ഉണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ ഒരു ക്ലോറിൻ, അപ്പോൾ 4 ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ ഒരു ക്ലോറിൻ, അപ്പോൾ 5 ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലി PCl5 ആണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ ഇതിങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വെയിറ്റ്, ഒരു ചെറിയ പ്രശ്നം.
യെസ് റെഡി. അപ്പോൾ PCl5 ആണ് അവിടെ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, കാരണം ഈ ചാപ്റ്റർ അറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് നമ്മളെ ക്ലോറോ ആൽക്കീൻ ഉണ്ടാക്കുന്ന ഒരു ബേസിക് റിയാക്ഷൻ ആയിരുന്നു. PCl5 വെച്ച് നമ്മൾ ആൽക്കഹോളിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടായി എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ ഇത് PCl5 എന്ന് ഡയറക്റ്റ്ലി പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. റിയാക്ഷൻ ഒന്നും അറിയണമെന്നില്ലെങ്കിലും നിങ്ങൾക്ക് PCl5 എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അതാണ് ഒരു ടെക്നിക്ക്. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. CH3CH2Br. ഓക്കെ, NaI. NaI എന്ന് കണ്ടാൽ തന്നെ എനിക്കൊരു റിയാക്ഷൻ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ വരാം. CH3CH2IA NaBr. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ? ഓക്കെ, അത് തന്നെയാണ് ചോദിച്ചത്. ഇതൊക്കെ നെയ്മഡ് റിയാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഹാലോ ആൽക്കെയിൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കത്തിലുള്ള ആൾക്കാരാണ്. ഇത് സത്യം പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഐ എന്ന് പറയുന്ന ഹാലജൻ. ഹാലജൻ എന്താണെന്ന് അറിയത്തില്ലല്ലോ. ക്ലോറിൻ, ബ്രോമിൻ, പിന്നെ ഫ്ലൂറിൻ, ഐഡിൻ, ഇവരൊക്കെയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ, ഇവരൊക്കെയാണ് ഹാലജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹാലജൻ ഉണ്ട്, ഇവിടെ ഒരു ഹാലജൻ ഉണ്ട്. ഇപ്പുറത്തെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഹാലജൻ ഇങ്ങോട്ട് മാറി, ഇവിടെ ഉണ്ടാവും ഇങ്ങോട്ട് മാറി. അങ്ങനെയല്ല ഇതായത്, കണ്ടോ, സ്വാപ്പ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതിനെയാണ് ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുക. ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡിലെ ഈ ഒരു NaI വെച്ചിട്ടുള്ള ഈ റിയാക്ഷനെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ ആണ് NaI നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന ഒരാളുണ്ട്, അതായത് സ്വാർട്സ് റിയാക്ഷൻ. അവിടെ AgF ഒക്കെ ഉപയോഗിക്കുക. അവിടെ ഫ്ലൂറിനാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്ലൂറിനെ സ്വാപ്പ് ചെയ്യുന്ന റിയാക്ഷനാണ് നമ്മളെ സ്വാർട്സ് റിയാക്ഷൻ. പക്ഷേ ഇവിടെ അത് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ ആണ്. NaI ഓൺ റിയാക്ഷൻ വിത്ത് Br. അപ്പോൾ Br NaI Br ആവും, പിന്നെ ഇപ്പുറത്തുള്ള I ആവും. അത് ചുരുക്കി പറഞ്ഞാൽ അയഡോ ആൽക്കെയിൻ ഉണ്ടാവും. അതിനുള്ള റിയാക്ഷനാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. നെയ്മഡ് റിയാക്ഷനിലെ പ്രധാനിയാണ് പഠിച്ചു വെക്കുക. ചോദ്യത്തിലേക്ക് കിടക്കാം. പോളി ഹാലജൻ കോമ്പൗണ്ടീസ്. ഇതിൽ കുറേ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ പോളി ഹാലജൻ കോമ്പൗണ്ട്. ഹാലജൻ എന്താ? ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, ഐഡിൻ, അങ്ങനെയുള്ളവർ. അത് പോളി എന്ന് വെച്ചാൽ ഒന്നിലധികം അങ്ങനത്തെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അവരാണല്ലോ നമ്മൾ അങ്ങനെ പറയുക. അതേതാന്ന് നോക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആരാ അത്? ക്ലോറോഫോം. അപ്പോൾ ക്ലോറോഫോമിൻ്റെ അറിയാമെന്ന് വിചാരിക്കുന്നു. CHCl3 ആണ് അതിൻ്റെ. ഇനി അറിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കാം, CHCl3 ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 3 എണ്ണം ഓൾറെഡി ഉണ്ട്. ക്ലോറിൻ ഇതാ 3 എണ്ണം. അപ്പോൾ പിന്നെ നോക്കണ്ടല്ലോ, അത് പോളി ഹാലജൻ കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ശരിവത്തിന് എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് തപ്പി നോക്കാം, അടുത്തേം കൂടി ഒന്ന് നോക്കി നോക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്ലോറോ ബെൻസീൻ ഇതാണ് അല്ലേ? ആ ഒരു വരെയൊക്കെയുള്ള ഞാൻ തൽക്കാലം വട്ടത്തിലും സൂചിപ്പിക്കാമല്ലോ. പിന്നെ അതിൻ്റെ തലയിൽ ഒരു ക്ലോറിൻ ഉണ്ട്, അതാണ് ക്ലോറോ ബെൻസീൻ ആയത്. ക്ലോറോ ബെൻസീൻ അല്ലേ? അപ്പോൾ പക്ഷേ അതിൽ ഒറ്റ ക്ലോറിനേ ഉള്ളൂ. അപ്പോൾ പോളി ഹാലജനിൽ അതിൽ പെടുത്താൻ കഴിയൂല. അത് നമുക്ക് ആദ്യം മനസ്സിലായി. അടുത്ത് നോക്കാം, ക്ലോറോ ഈതേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈതേൻ, അതായത് ഈത് എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ CH3 ഉണ്ടാവും. വെയിറ്റ്, ഓക്കെ, അഡ്മിഷൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വെക്കും. CH3 CH2 പിന്നെ ഒരു Cl വരുന്നു. അപ്പോൾ ഇതാണ് ക്ലോറോ ഈതേൻ എന്ന് പറയുന്നത്. കണ്ട, 2 C ഉണ്ട്, പിന്നെ ഒരു ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ക്ലോറോ ഈതേൻ. അപ്പോൾ ഇവിടെ ഒരു Cl ഉള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ട് അല്ല, ഒരു Cl ഉള്ളൂ എന്ന് മനസ്സിലായി. അതാണ് നമുക്ക് വേണ്ടത്. അതല്ല നമുക്ക് വേണ്ടത്, പോളിഹാലജനാണ് വേണ്ടത്. അപ്പോൾ ഇതല്ലെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തതിലേക്ക് വരാം. അടുത്ത് നോക്കാനില്ല, അയഡോ ബെൻസിൻ ആണ്. അയഡോ ബെൻസിൻ എന്ന് പറഞ്ഞാൽ ബെൻസീന്, നമുക്കറിയുന്ന പോലെ ബെൻസീൻ, അതിൻ്റെ തലയിൽ ഐഡിൻ, അതാണ് അയഡോ ബെൻസീൻ. അപ്പോൾ അതിലും ഒരു ഹാലജൻ അല്ലേ ഉള്ളൂ. ഇത് ക്ലോറിൻ തന്നെ ആണെന്നില്ല, ഇത് ഐഡിന് ഒരു ഹാലജൻ തന്നെ, പക്ഷെ ഒരെണ്ണല്ലേ ഉള്ളൂ, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കറക്റ്റായ ഉത്തരം എന്ന് പറയുന്നത് നമ്മളെ ഇവനാണ്, ക്ലോറോഫോം ആണ്. അത് എഴുതാൻ മുന്നോട്ട് പോകാം. ഞാനിത് കാണിച്ചെന്ന് വെച്ചാൽ ഇതിലും ഇങ്ങനെയാണ്. ഇനി പിന്നെ മൾട്ടി അല്ലാത്ത ഒറ്റ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാൻ കഴിയുള്ളൂ. അതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് തന്നത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കുക, വേഗം ടിക്കറ്റ് മുന്നോട്ട് പോവുക. ഓക്കെ, പിന്നെ അതിൽ തന്നെ ചുറ്റി കളിക്കരുത്. അടുത്ത ചോദ്യം ഏതാ? വിച്ച് എമംഗ് ദ ഫോളോയിങ് വിൽ അണ്ടർഗോ SN2 റിയാക്ഷൻ ഫാസ്റ്റർ? ഓക്കെ, SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത്, SN2ൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ചാണ്. പ്രൈമറി ആയിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുക, പിന്നെ ആയിരിക്കും സെക്കൻഡറി നടക്കുക, പിന്നെ ആയിരിക്കും ടെർഷറി നടക്കുക. എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു ക്ലോറിൻ ഇല്ലേ, ഹാലജൻ, അത് അറ്റാച്ച് ചെയ്ത കാർബൺ ഉണ്ടല്ലോ, അത് എത്ര കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നതാണ് ആ ഒരു പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കി കഴിഞ്ഞാൽ ഇത് ക്ലോറിൻ ഒരു കാർബൺ അല്ല, അത് എപ്പോഴും ഒരു കാർബൺ തന്നെ. ആ ഒരു കാർബൺ എത്ര കാർബൺ? ഒരു കാർബൺ തന്നെ. അപ്പോൾ ഇത് പ്രൈമറി ആണെന്ന് എനിക്ക് പറയാം, ഈ ഒരു മൊത്തം കോമ്പൗണ്ട്. പിന്നെ ഈ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ Cl ഇവിടെയല്ല. അപ്പോൾ Cl സത്യം പറഞ്ഞാൽ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതാണല്ലോ, ബ്രാഞ്ച് ആണല്ലോ. അപ്പോൾ ഇങ്ങോട്ടൊരു സി ഉണ്ട്, ഇങ്ങോട്ടൊരു സി ഉണ്ട്. അപ്പോൾ 2 ആണ് ഇവിടുത്തെ, സെക്കൻഡറി ആണ്. പിന്നെ ഇത് ടെർഷറി ആണ്, ഇതും സെക്കൻഡറി ആണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ SN2 റിയാക്ഷൻ ആരായിരിക്കും കൂടുതൽ നിൽക്കുക? അപ്പോൾ SN2ൻ്റെ ഓർഡർ നമുക്ക് അറിഞ്ഞിരിക്കണം. SN2 എന്ന് പറയുന്നത് ആദ്യം പ്രൈമറി ആയിരിക്കും, പിന്നെ ആയിരിക്കും സെക്കൻഡറി, പിന്നെ ആയിരിക്കും ടെർഷറി. അപ്പോൾ ഇതിൽ പ്രൈമറി ഏതാണ് ആദ്യം കണ്ടുപിടിക്കുക, അതാണ് ഉത്തരം. അതായിരിക്കും ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാം. നോക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ക്ലോറിൻ ഒരു കാർബൺ, കാർബൺ ഒരു കാർബൺ. അപ്പോൾ ഇത് പ്രൈമറിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഉത്തരം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയും പ്രൈമറികൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? 2 ആണ്. ഇവിടെ ഒരു കാർബൺ, അവിടെ 1, 2. അപ്പോൾ 2 സെക്കൻഡറി. പിന്നെ ഇതിങ്ങനെ കാണിച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു Cl ഉണ്ട്, കണ്ടോ, ഈ ഒരു Cl. പിന്നെ ഇത് ബ്രാക്കറ്റിലാണെന്ന് പറഞ്ഞാൽ ഒരു CH3 ഇങ്ങോട്ട് 1, അതാണ് ഒരു ബ്രാക്കറ്റിലിട്ട 2, 3 ഒരെണ്ണം കൂടി. അപ്പോൾ 3 എണ്ണമായില്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, Cl അറ്റാച്ച് ചെയ്തത് ഒരെണ്ണമായിട്ട്. ഓക്കെ, അത് അറ്റാച്ച് ചെയ്ത് 1, 2, 3 എണ്ണമായിട്ട്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ടെർഷറിയാണ്. ഓക്കെ, കാര്യമില്ല. പിന്നെ
ഇങ്ങോട്ട് നീളം കൂടുന്നതാണെന്ന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ക്ലോറിൻ ഉണ്ട്. ഓക്കെ, അതാണല്ലോ ഈ ക്ലോറിൻ. പിന്നെ ഇങ്ങോട്ടൊരു സി ഉണ്ട്, ഇങ്ങോട്ടൊരു സി ഉണ്ട്. ഇത് വേറെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് നോക്കണ്ട. ഇത് എത്ര എണ്ണം? 1. ഇത് ഏത്? 2 സെക്കൻഡറി. ഒരു സംശയമില്ല, പ്രൈമറി ആണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്കാണ്. ദ റിയാക്ഷൻ converting benzene diazonium chloride to chlorobenzene using CuCl and HCl is known as. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് കയറി വരേണ്ട ഒരു പേരുണ്ട്. ആ പേരിലേക്ക് ഞാൻ വരാം. അപ്പോൾ അതാണ് ഉത്തരം. അതെന്ന് പറയുന്നത് ആദ്യം ബെൻസീൻ ഡയോസോണിയം ക്ലോറൈഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ബെൻസീൻ ഡയോസോണിയം ക്ലോറൈഡ്, നമ്മളൊരു ബെൻസീൻ വരയ്ക്കുന്നു. ബെൻസീൻ്റെ തലയിൽ ഒരു N2 പിന്നെ ഒരു Cl. ഇവനെയാണ് ബെൻസീൻ ഡയോസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇവൻ ഓൺ റിയാക്ഷൻ വിത്ത് CuCl HCl അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ക്ലോറോബെൻസീൻ. ആ N2Cl തലയുണ്ടല്ലോ, അതങ്ങ് പോയിട്ട് അതിന് പകരം ഒരു Cl വന്നു ചേരുന്നു. ഈ ഒരു റിയാക്ഷനാണ് സാൻഡ് വളരെ പ്രശസ്തമായിട്ടുള്ള റിയാക്ഷനാണ്. ഈ ഒരു CuCl മാറ്റി Cu പൗഡറൊക്കെ ആക്കുമ്പോൾ സാൻഡ് മറ്റേ ഗട്ടർമാൻ റിയാക്ഷൻ ആവുന്നുണ്ട്. ഇത് നമുക്ക് പഠിക്കും, അതുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു റിയാക്ഷൻ്റെ പേരാണ് സാൻഡ് റിയാക്ഷൻ. നെയിം റിയാക്ഷനിൽ പ്രധാനമായും മറ്റൊരാൾ. അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദ കെമിക്കൽ ഫോർമുല ഓഫ് ഫോസ്ജീൻ ഈസ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ സംഭവമാണ്. ഫോസ്ജീനിൻ്റെ കെമിക്കൽ ഫോർമുല മനസ്സിലാക്കണം. COCl2 ആണ്. ഓക്കെ, ഫോസ്ജീൻ അറിയാലോ, ആ ഒരു ബ്ലാക്കിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള വാതകമാണ്. അടുത്ത മുന്നോട്ട് പോകാം. എമംഗ് ദ ഹാലജൻ ഡെറിവേറ്റീവ് ഓഫ് ഈഥെയിൻ വിച്ച് ഈസ് ദ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര തിളനില അങ്ങനത്തെ അർത്ഥമുണ്ടല്ലോ. അതിന് നമ്പർ ഓഫ് കാർബണുമായിട്ടുള്ള പ്രൊപ്പോർഷനാലിറ്റി ഉണ്ട്. എങ്ങനെയെന്നൊന്നും നോക്കണ്ട, കാർബണുമായിട്ട് അതെങ്ങനെയെങ്കിലും ബന്ധം ഉണ്ടാവും, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്ന് പറയുന്നത് ഏത് ഹാലജൻ ആണ്, അത് ഫ്ലൂറിനാണോ ക്ലോറിനാണോ ബ്രോമിനാണോ അയഡിനാണോ, അതിനനുസരിച്ച് അതിൻ്റെ ഇതിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാർബണിൻ്റെ നമ്പർ എല്ലാത്തിലും സെയിം ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ കൂടുതൽ ഇതാക്കാൻ പോകണ്ട. പിന്നെ അവിടെ വ്യത്യാസമുള്ളത് 4 വെറൈറ്റിയും കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇനി ചോദിക്കുന്നത് ഇതിൽ ഏതാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഫ്ലൂറിന് ബോയിലിംഗ് പോയിന്റ് ഇല്ല, കുറവായിരിക്കും. അതിനേക്കാൾ കൂടുതൽ ക്ലോറിൻ ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ ബ്രോമിൻ ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ അയഡിൻ ഉണ്ട്. ഇത് ചുരുക്കി പറഞ്ഞാൽ ഫ്ലൂറിനൊക്കെ നല്ല റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് അതൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചൂട് തന്നെ അത് ബോയിലായി പോയിക്കോളും, തടങ്ങി നിൽക്കില്ല. ക്ലോറിനാണ്, പിന്നെ ബ്രോമിനാണ്, പിന്നെ അയഡിൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത്താണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല സ്റ്റെബിലിറ്റിയാണ്. അതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നല്ല ടെമ്പറേച്ചർ കൊടുക്കണം. നല്ല ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴാണല്ലോ ബോയിലിംഗ് പോയിന്റ് കൂടുക. അതുകൊണ്ട് അയഡിൻ വരുന്നവരായിരിക്കും ഇതിൽ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഇവനാണ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു. അയഡിൻ കണ്ടു കഴിഞ്ഞാൽ അതാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. കുറവ് ചോദിച്ചാൽ അറിയാം, F വരുന്ന സംഭവം. ഓക്കെ, അങ്ങനെയാണ് അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോറോഫോം ഓക്സിഡൈസ്ഡ് ബൈ എയർ ആൻഡ് ലൈറ്റ് ഫോം വിച്ച് പോയിസണസ് ഗ്യാസ്. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായത് COCl2 ഫോസ്ജീൻ എന്ന് കോമൺ നെയിം. ഓക്കെ, ബ്ലാങ്ക് സൈഡ്. മൈഗോഡ്. ക്ലോറോഫോം ഓക്സിഡൈസ്ഡ് ഫോസ്ജീൻ, കാർബണൈൽ ക്ലോറൈഡ് എന്ന് പറയലുണ്ട് COCl2. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. പെട്ടെന്ന് പോകുന്നേ കുഴപ്പമില്ലല്ലോ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പോളിഹാലജൻ കോമ്പൗണ്ട്. ഓക്കെ, നേരത്തെ പോളിഹാലജൻ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ നോട്ട് എ പോളിഹാലജൻ കോമ്പൗണ്ട്. അപ്പോൾ CHCl3 ആണ് നമ്മളെ ക്ലോറോഫോം. നമുക്കറിയാം ഇവിടെ 3 എണ്ണം ഉണ്ട്. നോട്ട് എ പോളിഹാലജൻ, അപ്പോൾ ഇതല്ല. ക്ലോറോഫോമിൽ കുറേ ഉണ്ടല്ലോ. ഫ്രീയോൺ നിങ്ങൾക്ക് എഴുതേണ്ട അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, ഫ്രീയോൺ എന്താ നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ അറിയില്ലെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അപ്പോൾ മുന്നോട്ട് പോവുക. കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CCl4. ഓക്കെ, അതിലും കുറേ ഇതുണ്ട്. അപ്പോൾ നോട്ട് എ പോളിഹാലജനിൽ അതും പെടൂല. പക്ഷെ അടുത്ത് നമുക്ക് ക്ലോറോബെൻസീൻ. അപ്പോൾ ബെൻസീൻ അതിൻ്റെ തലയിൽ ഒരു ക്ലോറിൻ, അപ്പോൾ അത് ഒരെണ്ണല്ലേ. അപ്പോൾ ക്ലോറോബെൻസീൻ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ക്ലോറിൻ അല്ലേ ഉള്ളൂ. അപ്പോൾ അതല്ലേ നോട്ട് എ പോളിഹാലജൻ ആയിട്ട് വരിക. അപ്പോൾ ബെൻസീനാണ് ശരി ഉത്തരം എനിക്ക് അവിടുന്ന് മനസ്സിലായി. അപ്പോൾ നോക്ക്, ഫ്രീയോൺ എനിക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ. ഫ്രീയോൺ സത്യം പറഞ്ഞാൽ കുറേ ഹാലജനുള്ള ഒരു കോമ്പൗണ്ടാണ്. CLൻ്റെ ഒരു ഡെറിവേറ്റീവ് എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അത് അറിയാതെ പോലും ഉത്തരം കിട്ടിയതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാൻ. എല്ലാം മനസ്സിലാക്കി, ഇത് അറിയണമെന്നൊന്നും നിർബന്ധമില്ല. യെസ്, മുന്നോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലോറിൻ കണ്ടെയ്നിങ് ഇൻസെക്ടിസൈഡ്. അപ്പോൾ ക്ലോറിൻ കണ്ടെയ്നിങ് ഒന്നും നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ശരി, ഇൻസെക്ടിസൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പാഠത്തിൽ ഒറ്റ നമ്മൾ പഠിക്കുന്നുള്ളൂ. എൻ്റെ കെമിസ്ട്രിയിൽ നമ്മൾ ഒറ്റൊന്നേ പഠിക്കുന്നുള്ളൂ, അത് DDT ആണ്. ഇതിൻ്റെ ഫുൾ പേരൊന്നും ആരും പഠിക്കേണ്ട, വലിയ പേരാണ്. ഡൈക്ലോറോ ഡൈഫിനൈൽ ടെട്രാക്ലോറോ ഈഥീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പേരാണ്. അതൊന്നും ആരും പഠിക്കാണ്ട് DDT എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇൻസെക്ടിസൈഡ് ആണത്, എന്ന് വെച്ചാൽ കീടനാശിനി. ഓക്കെ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ബാനാണ്, അത് ഒരു കാലത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ DDT എന്നാണ് ആ ഒരു ഇൻസെക്ടിസൈഡിൻ്റെ പേര്. പഠിക്കണമല്ലോ എന്തായാലും. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ. ഇങ്ങനെ ചോദ്യം വരും. അതായത് 2 മാർക്കിന് 4 മാർക്കിന് ഇങ്ങനെ വരും. ഇങ്ങനെ തന്നിട്ട് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വരും. അവിടെ എന്ത് പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ചിലതൊക്കെ സിമ്പിളായിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളാണ്. ഇത് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു, ഷുവർ പാസ് നോട്ട്സ് കണ്ടവർക്കറിയാം. ഇവിടെ ഉണ്ടാകുന്നത് ഒരു മഗ്നീഷ്യത്തിന് നമ്മൾ ഒരു ആൽക്കിൽ ഹാലൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. കണ്ടോ, ഹാലജൻ ഉണ്ട്, ആൽക്കിൻ ഉണ്ട്. അപ്പോൾ ഇത് ആൽക്കിൽ ഹാലൈഡ് ആണോ, അതിനെ മഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മഗ്നീഷ്യം തലയിൽ കയറിയിരിക്കും, മഗ്നീഷ്യം നടുക്ക് കയറി ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അതുപോലെ ഇവിടെ സംഭവിക്കും.
അതായത് CH3 അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. CH3 CH2 പിന്നെ BR-ന്റെ മുമ്പ് Mg വരും, എന്നിട്ട് BR കൂടി വരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ ഗ്രിഗനാർഡ് റിയേജന്റ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറയും. സംഭവത്തിനാണ് ഗ്രിഗനാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. ഈതർ അത് എന്തിന്റെ പ്രസൻസിലാണെന്നാണ് അവർ പറയുന്നത്. അതൊന്നും നമുക്ക് വിഷയമല്ല, ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അടുത്ത നോക്കാം. ഇത് C6H5 എന്ന് കണ്ട ഉടനെ നിങ്ങൾക്കത് മനസ്സിലാകണം അത് ബെൻസീനാണ്. ഓക്കെ, അതിങ്ങനെ എഴുതുമ്പോൾ നമ്മൾ C6H5 എന്നാണ് എഴുതുക. അപ്പോൾ നിങ്ങളത് വരച്ച് നോക്കുക. എന്താണ് ബെൻസീൻ? യെസ്, ബെൻസീൻ ഉണ്ട്. ബെൻസീൻ്റെ തലയിൽ ആരുണ്ട്? ഒരു BR ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ബെൻസീൻ. അത് കഴിഞ്ഞിട്ട് ഒരു BR. അപ്പോൾ ഇതിൻ്റെ തലയിൽ BR ഉണ്ട് പ്ലസ് 2Na. അപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ കത്തി, അങ്ങനെ കത്തണം. പിന്നെ CH3, ഒരു CH2 ഉണ്ട്, ഒരു BR ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ രണ്ടും BR ഉണ്ട്. അപ്പുറത്തെ തലയിലും ഇപ്പുറത്തെ തലയിലും BR ഉണ്ട്. കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് ഇതിനെ നമ്മൾ വുഡ്-സ്പിറ്റിക് റിയാക്ഷൻ എന്നാണ് പറയുക. വുഡ്-സ്പിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു NAയും BR എല്ലാം കൂടി പോയിട്ട് ഈ സംഭവങ്ങൾ കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങൾ നോക്കുക, ഈ ഒരു BR-ഉം ഇപ്പുറത്തെ ഒരു BR-ഉം ഇല്ലേ, അവർ രണ്ടാളും ഈ NAയുമായിട്ട് കൂടിച്ചേരും. അപ്പോൾ എന്താ ഉണ്ടാവുക? 2NaBr ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആണോ നോക്കുക. ഓക്കെ, ഇതിങ്ങനെ എഴുതുന്ന കുഴപ്പമില്ലല്ലോ അല്ലേ. 2NaBr-ൽ BR ബാലൻസ്ഡ് ആണോ നോക്കുക. 2Na ഉണ്ട്, അത് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമുക്ക് BR, ഒരു BR, രണ്ട് BR, ഇപ്പോൾ 2 BR അല്ലേ, 2BR ഉണ്ടല്ലോ, 2 BR ഓൾറെഡി ഉണ്ടല്ലോ. പ്ലസ് ഇങ്ങനെ എഴുതുന്ന കുഴപ്പമില്ല. പിന്നെ നമ്മളെ ബെൻസീന് അവിടെ ഓൾറെഡി ഉണ്ട്, കാരണം അതൊന്നും ഇങ്ങോട്ടും പോവില്ല. പിന്നെ അതിൻ്റെ തലയിലോട്ട് ഇവന്മാരുടെ BR കഴിഞ്ഞിട്ടുള്ള ഇവന്മാരില്ലേ, അത് അങ്ങോട്ട് അറ്റാച്ച് ആവും. ഓക്കെ, ആ ഗെറ്റിയില്ലേ, ഐഡിയ കിട്ടിയില്ലേ, അതാണ് വേണ്ടത്. ഈ ഒരു BR എല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യും എന്നതിൻ്റെ കൂടെ, ബാക്കിയുള്ളവന്മാർ കമ്പൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ തലയിൽ ഇത് വരുന്ന സംഭവം ഉണ്ടാവും. അതിൻ്റെ പേരൊന്നും എഴുതണ്ട, അത് അങ്ങനെ തന്നെ എഴുതി വെച്ചോ. അപ്പോൾ ഇവരിത് ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല, ഇങ്ങനെ എഴുതി വെച്ചാൽ എന്താ അർത്ഥം? ഇത് ബെൻസീൻ തന്നെ. ഇത് ബെൻസീൻ. ബെൻസീൻ ഇങ്ങനെ വരയ്ക്കുന്നതിൽ കുഴപ്പമില്ല അല്ലേ. CH2 CH3 ഇതാണ് സംഭവം. ഓക്കെ, മറ്റേത് നമ്മളെ ആൽക്കൈൽ മഗ്നീഷ്യം ഹലൈഡ്, അതായത് ഗ്രിഗനാർഡ് റിയേജന്റ് ഈ സംഭവം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ സ്പീഡിൽ പറയുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കത്തിക്കോളും. ഓക്കെ, അതിങ്ങനെ കാണുന്നതുകൊണ്ടാണ്, ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. വൈ ഈസ് ക്ലോറോഫോം സ്റ്റോർഡ് ഇൻ ഡാർക്ക് ഫുൾ ബോട്ടിൽസ് എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് പോയി, അതിൻ്റെ ഓർമ്മ കൂടിയുള്ളൂ, കുഴപ്പമില്ല, പോട്ടെ, മുന്നോട്ട് പോവാം. ഡാർക്ക് ഫുൾ ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് ഫോസ്ജീൻ ഗ്യാസിനെ തടയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ നീട്ടി എഴുതി കൊടുക്കുക. ടു പ്രിവെന്റ് ഇറ്റ്സ് ഓക്സിഡേഷൻ ടു പോയിസണസ് ഫോസ്ജീൻ അണ്ടർ ലൈറ്റ്. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഞാനിപ്പോൾ എങ്ങനെ എഴുതാന്നറിയോ, ഇത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാരഗ്രാഫ് എഴുതി വെക്കും. അണ്ടർ ദ കണ്ടീഷൻ ഓഫ് ലൈറ്റ് ദ ഫോസ്ജീൻ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോറോഫോം റിയാക്ട് വിത്ത് ദ ഫോസ്ജീൻ, ക്ലോറോഫോം റിയാക്ട് വിത്ത് ദ ലൈറ്റ് ആൻഡ് ഫോം ഫോസ്ജീൻ വിച്ച് ഈസ് എ ഡേഞ്ചറസ് ഗ്യാസ് വിച്ച് കോസസ് ഹ്യൂമൻ ടു ഡൈ. അങ്ങനെയൊക്കെ എഴുതി വെക്കും. എൻ്റെ അവസാനം ഈ ഒരു റിയാക്ഷൻ അറിയെങ്കിൽ എഴുതും, അല്ലെങ്കിൽ പോയിസണസ് ഫോസ്ജീൻ, എന്നിട്ട് അതിൻ്റെ കോഡ് എഴുതി വെക്കും, നിർത്തും. മതി, ഫുൾ മാർക്കായി. ആ ഒരു ചോദ്യത്തിൻ്റെ ഫുൾ മാർക്കായി. അങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ചോദ്യമാണ് കേട്ടോ. PCl5 അത് നേരത്തെ ഇവിടെയുള്ള സാധനം തന്നിട്ട് ഇതെന്താണെന്നാണ് ചോദിച്ചത്. ഇതിപ്പോൾ ഇവിടെയുള്ള തന്നിട്ട് ഇവിടെ എന്താണെന്നാണ് ചോദിച്ചത്. ഇതൊരു ക്ലാസിക് ആൽക്കഹോളിൽ നിന്ന് ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ആയതുകൊണ്ട്, ക്ലാസിക് പ്രിപ്പറേഷൻ മെത്തേഡ് ആയതുകൊണ്ട് നമുക്കറിയാം ഇതെന്താ സംഭവിക്കാമെന്നറിയോ. ഈ OH ഒരു Cl വെച്ച് റിപ്ലേസ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ CH3 CH2 ഇവിടെ ഉള്ളതാണ്. ആ OH പോയിട്ട് ഒരു Cl അങ്ങ് വരും, അതങ്ങോട്ട് വരും. പിന്നെ എന്താ സംഭവിക്കുക, OH ഉണ്ടല്ലോ, ആ OH-ൽ ഒരു H ബാക്കി ഇവിടെ ഒറ്റ Cl ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി 4 Cl ബാക്കിയുണ്ട്. ഒരു Cl ആയിട്ട് ഇരുന്നിട്ട് HCl ഉണ്ടാവും. ഇനി എത്ര ബാക്കി Cl? 3 Cl. അതൊരു P ഉണ്ട്, പിന്നെ ഒരു O ഉണ്ട്, POCl3 ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി ഇവിടത്തെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ. ഇതിനെയാണ് നമ്മൾ അറിയുന്നല്ലോ, ഇതാ ഫ്ലൂറിൻ, അത് ഇങ്ങോട്ട് മാറും. ഈ ബ്രോമിൻ അത് ഏജിൻ്റെ കൂടെ പോകും, കണ്ടോ, AgBr ആയി. അങ്ങനത്തെ എക്സ്ചേഞ്ച് പിന്നെ നടക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുക, എന്താ പറയുക, സ്വാർട്സ് റിയാക്ഷൻ. ഓക്കെ, അല്ല അതെന്തിനാണ് എഴുതി കൊടുക്കുന്നത്? റിയാക്ഷൻ്റെ പേരല്ല ഇവിടെ ചോദിച്ചത്, ഒരു പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് CH3 അവിടെയുള്ള ആള്, പിന്നെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നവനായ BR മാറിയിട്ട് F വരുന്നു. ഓക്കെ, ഫ്ലൂറാൽക്കീൻ കിട്ടിക്കഴിഞ്ഞു. സിമ്പിൾ, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അസെൻഡിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് SN1. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ SN2 ഉണ്ട്, അതെങ്ങനെയായിരുന്നു? SN2-ൻ്റെത് പ്രൈമറി ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെറിഷറി ആയിരുന്നു. പക്ഷേ ഇവിടെ SN1-ൻ്റെ കേസിൽ അങ്ങനെയല്ല, ടെറിഷറി ആണ് കൂടുതൽ നന്നായിട്ട് റിയാക്ട് ചെയ്യുക, എന്നിട്ട് സെക്കൻഡറി എന്നിട്ട് പ്രൈമറി, ആ ഒരു ഓർഡറിലാണ് റിയാക്ട് ചെയ്യുക. യെസ്, അപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡർ എന്ന് എഴുതാൻ പറഞ്ഞുകൊണ്ട് പ്രൈമറി എഴുതിയിട്ട് പിന്നെ സെക്കൻഡറി പിന്നെയും ഗ്രേറ്റർ, ടെറിഷറി ഇങ്ങനെയും ഗ്രേറ്റർ എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും അർത്ഥം സെയിം ആണല്ലോ. അതിൻ്റെ തല വായ പൊളിച്ചിരിക്കുന്നത് ഇങ്ങോട്ടാണെങ്കിൽ അർത്ഥം സെയിം ആയി കഴിഞ്ഞല്ലോ. അത് അസെൻഡിങ് ഡെസെൻഡിങ് ഒന്നും നിങ്ങൾ നോക്കണ്ട, അതിനൊന്നും ആരും മാർക്ക് കുറയ്ക്കാൻ പോകുന്നില്ല. ഓക്കെ, ടെറിഷറിക്കാണ് ഏറ്റവും കൂടുതൽ, അത് മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ നെയിം ദ പോയിസണസ് ഗ്യാസ് ഫോം ക്ലോറോഫോം അറ്റ് എയർ ആൻഡ് ലൈറ്റ്. ഫോസ്ജീൻ, ഇനിയും ഞാനത് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, മുന്നോട്ട് പോവാം.
ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 മെക്കാനിസം. ഞാൻ ഒരുപാട് പറഞ്ഞു SN1 ആൻഡ് SN2 മെക്കാനിസം തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് പഠിക്കണം. അതെന്തായാലും ടേബിളായിട്ട് വരയ്ക്കാൻ വരുന്നു, അതുപോലെ ഇതാ വന്നിട്ടുണ്ട്. ഇതെന്തായാലും വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കണേ. SN1 എന്ന് പറയുന്നത് 2 സ്റ്റെപ്പ് മെക്കാനിസം ആണ്. ഇത് നമ്മൾ SN1 എന്ന് കാണുമ്പോൾ 1 ആണെങ്കിൽ 1 സ്റ്റെപ്പ് അല്ലെന്ന് വിചാരിക്കും, പക്ഷേ അത് തിരിച്ചു പഠിക്കുക, 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. പിന്നെ SN2 ആണെങ്കിൽ 2 സ്റ്റെപ്പ് ആയിരിക്കും എന്ന് വിചാരിക്കും, അല്ല 1 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. അതേസമയം ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈനമാറ്റിക്സിൽ പഠിച്ചല്ലോ, കൈനമാറ്റിക്സ് അല്ല, ഫിസിക്സ് അല്ലല്ലോ, കെമിക്കൽ കൈനറ്റിക്സിൽ പഠിച്ചല്ലോ. അതിൻ്റെ സ്പീഡിനെ പറ്റി പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ് ഇത് റിയാക്ഷൻ പ്രൊസീഡ് ആവുക. പക്ഷേ SN2 എന്ന് പറയുന്ന സെക്കൻഡ് ഓർഡർ ആണ്. അത് നമുക്ക് ആ നമ്പർ വെച്ച് പഠിക്കാനേ ഉള്ളൂ. പക്ഷേ മറ്റേത് തിരിച്ച് തന്നെ പഠിക്കുക. SN1 2 സ്റ്റെപ്പ്, SN2 1 സ്റ്റെപ്പ്. ഇൻവോൾവ്സ് കാർബോ കാറ്റോൺ ഇന്റർമീഡിയറ്റ്. അതായത് 2 സ്റ്റെപ്പിൽ നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പിൽ കാർബോ കാറ്റോൺ ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നു, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണ്ട റിസൾട്ടിലേക്ക് എത്തുക ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ അതങ്ങനെയല്ല. അങ്ങനത്തെ ഒരു കാർബോ കാറ്റോൺ ഇന്റർമീഡിയറ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്, അതിനെപ്പറ്റി ഒന്നും പഠിക്കേണ്ട. ഇവിടെ ഒരു കാർബോ കാറ്റോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. മിനിമം ഇന്റർമീഡിയറ്റ് ഫോം ഇടുന്നെങ്കിലും പറയാം, നോ ഇന്റർമീഡിയറ്റ് എന്നെങ്കിലും പറയാം. ഓക്കെ, അതൊരു കുഴപ്പമില്ല കാര്യമല്ല. ലീഡ്സ് ടു റെസിമൈസേഷൻ ഇൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ്. ഇത് ഞാൻ പഠിക്കാൻ അത്ര നിർബന്ധിക്കില്ല, നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോ. റെസിമൈസേഷൻ എന്ന് പറയുന്ന 2 പ്രോസസ്സാണ്, ഇൻവെർഷനും റീടെൻഷനും. അത് ചേർന്ന് തന്നെയാണ് റെസിമൈസേഷൻ എന്ന് പറയുക. അത് ഇതിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. SN1 നടക്കും, പക്ഷേ SN2 ഇൻവെർഷൻ മാത്രമേ നടക്കുള്ളൂ, റീടെൻഷൻ നടക്കില്ല. അതുകൊണ്ട് റെസിമൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഓൺലി ഇൻവെർഷൻ അപ്പിയേഴ്സ്. ഓക്കെ, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, കുഴപ്പമില്ല. റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നുണ്ടല്ലോ, ടെർഷറി, സെക്കൻഡറി, പ്രൈമറി ആയിരിക്കും SN1 ഉണ്ടാവുക. ഓക്കെ, പക്ഷേ ഇവിടെയാണെങ്കിൽ പ്രൈമറി ആയിരിക്കും ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. ഓക്കെ, 0 ഇടണേ, അത് ഡിഗ്രീൻ്റെ സിമ്പിൾ പോലെ അതൊന്നും ഇടണം, എന്നാലേ പ്രൈമറി സെക്കൻഡറി ഒന്ന് വായിക്കുള്ളൂ. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിളാണ് ഈ ചാപ്റ്റർ, നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സിലേക്ക് പോവാം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ള കുറേ ഉണ്ട്, പക്ഷേ എളുപ്പമായിട്ടുള്ള കുറേ ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് അതിലേക്ക് നോക്കാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ റിയേജൻറ്റ് ടു കൺവേർട്ട് ആൽക്കഹോൾസ് ഇൻറ്റു ക്ലോറോ ആൽക്കനീസ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടല്ലോ, ആൽക്കഹോളിനെ ക്ലോറോ ആൽക്കനായിട്ട് മാറ്റാനുള്ള ഒരു മെത്തേഡാണ് നേരത്തെ കണ്ടത്. വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. അതിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതാക്കാം. അതാണ് ഒരു പറയുന്നത്, HCl ഉപയോഗിക്കാം, PCl3 ഉപയോഗിക്കാം, PCl5 ഉപയോഗിക്കാം, SOCl2 ഉപയോഗിക്കാം. ശരിയാണ്, എല്ലാം ഉപയോഗിക്കാം. പക്ഷേ ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് SOCl2 ആണ്. കാരണം ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡാർസൻ പ്രോസസ്സ് എന്ന് പറയാം. നമുക്ക് തൽക്കാലം ഒരു എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. ഇപ്പോൾ CH3OH ഇതൊരു ആൽക്കഹോൾ ആണല്ലോ, ഇതിനെ ഞാൻ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് വെച്ചോ. ഇപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ സംഭവിക്കുന്നത് അറിയാം, നമുക്ക് നോക്കാം. ഈ ഒരു എസ്സും ഓയും പിന്നെ ഇവിടുത്തെ ഒരു ഓയും ഉണ്ടല്ലോ, ഇതെല്ലാവരും കൂടി ചേർന്നിട്ട് SO2 എന്നുള്ള ഒരാളായിട്ട് മാറും. നോക്കോ, SO2. ഓക്കെ, അവന്മാർ പോയേ. ഇനിയുള്ളത് ഒരു CL ഉണ്ട്, 2 CL ഉണ്ട്. അതിൽ ഒരു CL-ഉം H-ഉം കൂടി ചേർന്നിട്ട് HCl ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറും. കണ്ടോ, H-ഉം CL. ഇനി ബാക്കിയുള്ള ഒരു CL ഉണ്ട്, അവനെവിടെ പോകും? അതാണ് ഈ ഒരു CH3ൻ്റെ കൂടെ പോകുന്ന CL. അങ്ങനെ നമുക്ക് ക്ലോറോബെൻസിൻ കിട്ടും. ഇതാണ് നമ്മളെ മെയിനായിട്ട് കിട്ടേണ്ട ആൾ. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ ബൈ പ്രൊഡക്ട്സും ഉണ്ട്. ഇതിൻ്റെ എന്താണ് ഇത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്നറിയാം. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് രണ്ടും ഗ്യാസ് ആണ്. അപ്പോൾ ബൈ പ്രൊഡക്ട്സ് വളരെ പ്രധാനമാണ്. പക്ഷേ കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഒറ്റ കണ്ടെയ്നറിലായിരിക്കുമല്ലോ കിട്ടുക, എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കുമല്ലോ കിട്ടുക. പക്ഷേ അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ വേർതിരിക്കാൻ പറ്റിയില്ല, അത് ബുദ്ധിമുട്ടല്ലേ. എന്നാൽ ഈ ഗ്യാസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈസിലി എസ്കേപ്പബിൾ ഗ്യാസസ് ആണ്. ഓക്കെ, ഞാനിവിടെ എഴുതാം, ഈസിലി എസ്കേപ്പബിൾ ഗ്യാസസ് ആണ്. അതുകൊണ്ടാണ് അത് ഏറ്റവും നന്നായിട്ട് അവർ പറയുന്നത്. അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു തരത്തിലും തെറ്റിക്കരുത്. ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ദിസ് ഈസ് കോൾഡ് ഡാർസൻ പ്രോസസ് ആണ്. ഒരു പേരധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും SOCl2 ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകും. ഇനി പഠിക്കാനുള്ളത് ദ മോസ്റ്റ് അസിഡിക് ആൽക്കഹോൾ എമംഗ് ദ ഫോളോയിങ് ഈസ്. അപ്പോൾ ആൽക്കഹോളിൻ്റെ അസിഡിസിറ്റിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അസിഡിസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് കാർബൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാർബണിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാർബണിൻ്റെ എണ്ണം ഏറ്റവും കുറവുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി. കാരണം അങ്ങനെയല്ല, നമ്പർ ഓഫ് കാർബൺ കൂടുന്നതിനനുസരിച്ച് അസിഡിറ്റി കുറയുന്നു. ഇവൻ കൂടിയാൽ മറ്റവും കുറയുന്നു. ഓക്കെ, ഞാൻ വേറെ കളറിൽ കാണിക്കാം. നമ്പർ ഓഫ് കാർബൺ കൂടിയാൽ അസിഡിറ്റി കുറയും. അപ്പോൾ അസിഡിറ്റി കൂടണമെങ്കിൽ നമ്പർ ഓഫ് കാർബൺ കുറയ്ക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഏറ്റവും കുറവ് കാർബണിൽ ഇവനല്ലേ. H ഒന്നും നോക്കണ്ട, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ ഒറ്റ എണ്ണേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് തന്നെയാണ് ശരി ഉത്തരം. ഇത് മെഥനോൾ എന്ന് പറയുന്ന ഒരാളാട്ടോ, വുഡ് സ്പിരിറ്റ്, അപാര അസിഡിസിറ്റി ഒക്കെ ഉള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ മുന്നോട്ട് പോവുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗിവ് എ റിയേജന്റ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ്. ഞാൻ ഒരുപാട് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നു, പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൻഡ് ടെർഷറി ഈ ആൾക്കാരുണ്ടല്ലോ, അവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയൊന്നുമില്ല. അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ് അവിടെ ചോദിക്കുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി തരാം. OH ഉണ്ടല്ലോ, അതാണല്ലോ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. അത് C ആയിട്ട് കണക്ട് ചെയ്യുമല്ലോ, CHO CO എന്തെങ്കിലും ആട്ടെ. അത് വേറെ എത്ര കാർബണായിട്ട് കണക്ട് ചെയ്തു നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേ ലോജിക്ക്. ഇവിടെ ഇപ്പോൾ ഒരു CH3 ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഇപ്പോൾ എത്ര എണ്ണമായി? 3 എണ്ണമായി. ഓക്കെ, ഇത് 3 എണ്ണല്ലേ.
ഇത് ടെർഷറി. അപ്പോൾ സെക്കൻഡറി ഒക്കെ എന്താ ചെയ്യുക, ഒരു കാർബൺ വാങ്ങിച്ചില്ല, അപ്പോൾ 2 എണ്ണം കണക്ട് ചെയ്തെങ്കിൽ അത് സെക്കൻഡറി ആവും. ഓക്കെ, അങ്ങനെ കിട്ടില്ല. ഓക്കെ, പിന്നെ ഒരെണ്ണം കണക്ട് ചെയ്തെങ്കിൽ അത് പ്രൈമറി ആവും. ഓക്കെ, ഒന്നും കണക്ട് ചെയ്യാത്തൊരവസ്ഥയില്ല. അപ്പോൾ അതാണ് സംഭവം. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞേ ഉള്ളൂ, അത് പഠിക്കണമെന്നില്ല. തൽക്കാലം ഇത് എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇത് ടെർഷറിയാണ്. അതിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കാര്യത്തിലേക്ക് വരാം. റിയേജന്റ് എന്ന് പറയുന്നത് ലൂക്കാസ് റിയേജന്റ് ആണ്. ലൂക്കാസ് റിയേജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് HCl പ്ലസ് ZnCl2ന്റെ മിക്സറാണ്. ഇവർ രണ്ടാളും കൂടി ചേർന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl-ഉം അൺഹൈഡ്രേറ്റഡ് സെങ്ക് ക്ലോറൈഡിന്റെ മിക്സറിനെയാണ് ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിന് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഒരു പേര് എഴുതി കൊടുത്താൽ മാത്രം മതി, ലൂക്കാസ് റിയേജന്റ്. കണ്ടില്ലേ? ഓക്കെ, അതിന്റെ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മുമ്പിൽ വരുന്നുണ്ട്. നമുക്ക് അതെത്തുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാം. ഓൺ ഹീറ്റിംഗ് ഫിനോൾ വിത്ത് ക്ലോറോഫോം ആൻഡ് NaOH ദ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ, നെയ്മഡ് റിയാക്ഷന്റെ പേരാണ്, നെയ്മഡ് റിയാക്ഷൻ ആണ് അത്. അപ്പോൾ ചോദിക്കുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്കത് എഴുതി വെക്കാം. ഫിനോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫിനോൾ എന്താണെന്ന് അറിയണേ. നമ്മൾ ആൽക്കഹോൾ പറയില്ലേ, അതേ സമയത്ത് ബെൻസീൻ്റെ ഇക്വലന്റ് ആണ് ഫിനോൾ എന്ന് വേണേൽ പറയാം. കാരണം ബെൻസീൻ്റെ തലയിൽ OH വന്നവനെയാണ് നമ്മൾ ഫിനോൾ എന്ന് വിളിക്കുക. ഓക്കെ, അതാണ് ഫിനോൾ കേട്ടോ. പിന്നെ അതിന് ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോം CHCl3. ക്ലോറോഫോം ആൻഡ് NaOH അതിൻ്റെ അടിയിൽ നടത്തുമെന്ന് വിചാരിച്ചു. അതായത് അതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്, അങ്ങനെ കാണിച്ചാൽ മതി. അർത്ഥമൊക്കെ ഒന്നും തന്നെയാണ്. അപ്പോൾ അത് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം കൂടി ഒരു സാലിസൈൽ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം ആവും. ഓക്കെ, നിങ്ങളത് അടുത്ത ചാപ്റ്ററിലാണ് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഇവിടെ OH ഉണ്ടാവും. ഇത് പലതരത്തിലുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ്, നേരെ ഇങ്ങോട്ടാവില്ല. പല ഇന്റർമീഡിയറ്റ് ഉണ്ട്, അങ്ങനെ വരും. പക്ഷേ അവസാനം ഉണ്ടാവുന്നത് ഇവനായിരിക്കും. ഇവൻ്റെ പേരാണ് ബെൻസൈൽ ആൽഡിഹൈഡ് അല്ല, സാലിസൈൽ ആൽഡിഹൈഡ്. ഓക്കെ, ഇത് ഈ റിയാക്ഷൻ്റെ പേര് റെയ്മർ ടൈമാൻ റിയാക്ഷൻ എന്നൊക്കെയാണ്. പക്ഷേ ആ പേരൊന്നും ഇവിടെ ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾ എഴുതണ്ട, ഞാൻ തൽക്കാലം എഴുതി വെച്ചേക്കാം. റെയ്മർ ടൈമാൻ റിയാക്ഷൻ നെയ്മഡ് റിയാക്ഷൻ ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, എല്ലാ നെയ്മഡ് റിയാക്ഷനും പഠിച്ചിട്ട് പോകണേ. എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. റെയ്മർ ടൈമാൻ റിയാക്ഷൻ ആണിത്. യെസ്, ഇനി മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ കോമ്പൗണ്ട്സ് ഇൻ ദ റിയാക്ഷൻ C2H4. ഓക്കെ, HBr. നല്ല സൈനാണ്. അപ്പോൾ ഒരു X ഉണ്ടാവും. ആ X ഏതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അക്വസ് NaOH, അത് ഇപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടില്ലേ, അതിനെ ഓൺ റിയാക്ഷൻ വിത്ത് അക്വസ് NaOH. അപ്പോൾ Y. അപ്പോൾ ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് റെഡി ആവണം, എന്നാലല്ലേ ഇത് ഇങ്ങോട്ട് ആക്കുമ്പോൾ അത് റെഡി ആവും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് പോകും. പക്ഷേ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ലോജിക് ഉണ്ട്. C2H4 കണ്ടു കഴിഞ്ഞാൽ ഈ HBr കണ്ടപ്പോൾ എനിക്കൊരു ലോജിക് എത്തി. ഇത് ഡബിൾ ബോണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ മാർക്കോണിക്കോ ഓഡിഷൻ കണ്ടില്ല, അതുപോലെ ചെയ്യായിരുന്നു. ഇത് ഡബിൾ ബോണ്ട് ആണെന്ന് എവിടെയും തന്നിട്ടില്ല. പക്ഷേ ഒന്ന് കണ്ടുപിടി നോക്കിക്കോ. നമ്മൾ പണ്ട് 10-ലൊക്കെ പഠിച്ചൊരു ലോജിക്കാണ് ഉപയോഗിക്കുന്നത്. CnH2n എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു ആൽക്കെയിൻ ആയിരിക്കും. ഓക്കെ, ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ബോണ്ടുള്ള ആൾക്കാർ. ഡബിൾ ബോണ്ടുള്ള ആൾക്കാരായിരിക്കും CnH2n. അപ്പോൾ ഇത് നോക്ക്, രണ്ടും അതിൻ്റെ ഡബിൾ 4. അപ്പോൾ ഇതിനകത്ത് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെന്ന്. ആകെ 2 കാർബണുള്ളൂ. അപ്പോൾ ആ ഒരു കാർബണിൽ ഇടയ്ക്ക് തന്നെയായിരിക്കും ഡബിൾ ബോണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാനത് എഴുതുകയാണ്. ഇവിടെ കിട്ടിയ ഒരാളെ, ഇവിടെ നമുക്ക് തന്ന ഒരാളെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. CH2. ഓക്കെ, ആൻഡ് ഡബിൾ ബോണ്ട് CH2. ഇപ്പോൾ അത് ബാലൻസ്ഡ് ആയോ നോക്ക്. ബാലൻസ്ഡ് ആയെന്ന് മീൻസ് നമുക്ക് തന്നിട്ടുള്ള സംഭവമായിട്ട് റെഡി ആയി നോക്ക്. 2H ഉണ്ട്, 4H ഉണ്ട്, ടോട്ടൽ ഉണ്ട് റെഡി. 2 C ഉണ്ട്, ഡബിൾ ബോണ്ടും വന്നിട്ടുണ്ട്. ഇനി ഇതിനെ HBr-ആയിട്ട് റിയാക്ട് ചെയ്യാണ്. നമ്മൾ നേരത്തെ കണ്ട സംഭവമാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടും HBr ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഹൈഡ്രജൻ ചെറുതിലേക്ക് പോകും, ബ്രോമിൻ ഇവിടെ രണ്ടും ചെറുത് തന്നെയാണ്, രണ്ടും ഒരേ സൈസ് അല്ലേ. അപ്പോൾ പിന്നെ എങ്ങോട്ട് പോയാലും ഒരേ പ്രൊഡക്റ്റ് തന്നെ കിട്ടണമല്ലോ. അത് നിങ്ങൾ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയി, ബ്രോമിൻ ഇങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചോ, റെഡിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് എന്താ കിട്ടുക? ഇവിടെ CH3 ആവും. കണ്ടോ, ഈ ഒരു H കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ CH3 ആയി. ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടായി. പിന്നെ CH2 അവിടെ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ബ്രോമിനും കൂടി വരും. ഓക്കെ, അവർ വരയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. BR അടുപ്പിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, വരയിട്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല. ആ ബ്രോമിൻ എഴുതി. എന്നിട്ട് അതാണ് നമ്മളെ X എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവമാണ് നമ്മളുടെ X. ഇനി ആ X ഓൺ റിയാക്ഷൻ വിത്ത് വാട്ടർ നമുക്ക് അറിയണ്ടേ. Xനെ Y ആയിട്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് Y ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? അല്ല, Y ആയിട്ടല്ല, അക്വസ് NaOH ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? NaOH-ലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു NAയും ഈ ഒരു BR-ഉം കണ്ടോ. ഓക്കെ, അപ്പോൾ NAയും BR ഒക്കെ സോൾട്ടുകളായിട്ട് മാറും. അപ്പോൾ NAയും BR-ഉം കൂടി പുതിയൊരു ജീവിതം തുടങ്ങും. പിന്നെ OH-ഉം ഇതും ചേർന്നിട്ട് വേറെ പുതിയൊരു ജീവിതം തുടങ്ങും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH2 OH-ഉം ചേർന്ന ഒരാളാണ്. അതൊരു ആൽക്കഹോൾ അല്ലേ, അത് നമ്മൾ മെഥനോൾ തന്നെയല്ലേ. ഓക്കെ, സോറി, ഇവിടെ അല്ല, റെഡി. CH2 OH ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതാണ് നമ്മളെ മെയിൽ പ്രൊഡക്റ്റ്. X-ഉം Y-ഉം ഏതാന്ന് ഇങ്ങനെ എഴുതി വെക്കാം. ഓ സോറി, ഞാനിവിടുത്തെ എന്താ പറ്റിയ എങ്ങനെ വെയിറ്റ്. അതെ, ഇത് ഇവിടെ 1 2 BR-ഉം കൂടിയിട്ടല്ലേ ഇതുണ്ടായത്. ഇതും BR-ഉം ഇല്ലേ. ഞാനിന്ന് ഇത് മാത്രം എഴുതി വെച്ചാൽ ഇതും വേണ്ടേ. എൻ്റെ നടുക്ക് ഓരോന്ന് ഇട്ടുകൊണ്ടാണ് അതിൻ്റെ തെറ്റായി പോയി. CH3 CH2 OH കണ്ടോ, ഇതിൻ്റെ കൂടെ BR മാറിയിട്ട് ആ OH വരുന്നു, അത്ര മാത്രം. പിന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് BR ഉണ്ട്, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവൻ്റെ പേരാണ് Y.
ആ എക്സും വൈയും ഇതാന്ന് വരിയിട്ട് അങ്ങ് എഴുതി കൊടുക്കുക, ഫുൾ മാർക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഭാഗം. അത് നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കാനില്ല. പിന്നെ കംപ്ലീറ്റ് ദ റിയാക്ഷൻ, ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ തരിക, അതായത് ഫിനോൾ ഓൺ റിയാക്ഷൻ വിത്ത് ഡൈല്യൂട്ട് HNO3. രണ്ടും HNO3 തന്നെ, പക്ഷെ ഒന്ന് ഡൈല്യൂട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്, കാരണം അത് ഞാൻ അന്ന് അത് എടുത്തപ്പോൾ എനിക്ക് പറഞ്ഞിരുന്നു. ഇത് ഫിനോൾ വായിച്ച് അല്ലേ, അതിനെ ഡൈല്യൂട്ടായിട്ടുള്ള HNO3 ആയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ അവർ 2 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. 2 പ്രൊഡക്റ്റിൽ ഒന്നെന്ന് പറയുന്നത് മേജർ, ഒന്ന് മൈനർ, അങ്ങനെ നോക്കണ്ട. നിങ്ങൾ ഓർത്തോ ആൻഡ് പാര പ്രൊഡക്റ്റ് ഉണ്ടാകുമെന്ന് പഠിച്ചാൽ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു NO2 വരും, അതൊരു പ്രൊഡക്റ്റ്. അത് കൂടാതെ ഒരാളും കൂടി ഉണ്ടാവും ഇവിടെ. ഇതേപോലെ തന്നെ OH വരും, പക്ഷെ ഇവിടെ NO2. ഇതിനെ നമ്മൾ ഓർത്തോ പ്രൊഡക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇത് പാരാ പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പുറത്തുള്ളവനെ പാരാ പ്രൊഡക്റ്റ് എന്ന് പറയും. മറ്റേ കളർ ഉണ്ട് ഇത്. ഓർത്തോ പ്രൊഡക്റ്റും പാരാ പ്രൊഡക്റ്റും ഇതെങ്ങനെയാണ് ഓർക്കാന്നറിയോ? നമുക്കിപ്പോൾ ഇത് തന്നിട്ടുണ്ടല്ലോ, ഒരു ബെൻസീൻ റിങ് തന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ മെയിനായിട്ട് ഒരു സംഭവം കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതല്ലാണ്ട് കണക്ട് ചെയ്ത് ഇത് ഓർത്തോ, ഇത് മെറ്റ, ഇത് പാര, അങ്ങനെയാണ് ഞാൻ പഠിക്കല്. അപ്പോൾ ഇങ്ങനെ ഓർത്തോ മെറ്റ പാരയാ അങ്ങനെ പഠിക്കും. അപ്പോൾ ഇത് ഓർത്തോ പ്രൊഡക്റ്റും ഉണ്ടാകുന്നുണ്ട്, പാരാ പ്രൊഡക്റ്റും ഉണ്ടാകുന്നുണ്ട്. എന്തിൽ? ഫിനോളും ആയിട്ടുള്ള ആദ്യത്തെ ഈ ഒരു റിയാക്ഷനിൽ മാത്രമാണ് അതിങ്ങനെ ഉണ്ടാകുന്നത്. അടുത്ത റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു റിയാക്ഷനിൽ സംഭവിക്കുന്നത് നോക്കാം, ഇവിടെ ഇതുപോലെ തന്നെ OH ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അതിൽ കുഴപ്പമൊന്നുമില്ല, OH എടുത്തു. പക്ഷെ ആ സമയത്ത് നമ്മൾ എടുക്കുന്നത് ഡൈല്യൂട്ട് അല്ല, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HNO3 ആണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HNO3 എടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സൈഡിലും മറ്റേ കൂടാരം പോലെയായി മാറും. ഒറ്റ പ്രൊഡക്റ്റേ ഉണ്ടാവുള്ളൂ, ഒരു OH മേലെ ഉണ്ട്, അതിനൊന്നും മാറ്റില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഒരു NO2 വരും, ഇവിടെ ഒരു NO2 വരും, ഇവിടെ ഒരു NO2 വരും. 3 സൈഡിൽ നിന്ന് ഒരാൾ വലിക്കുന്ന പോലെയില്ലേ, അതാണ് ഉണ്ടാകുന്നത്. ഈ സംഭവത്തിന് നമ്മൾ ഇവിടെ എന്തൊക്കെയുള്ളത്? 2 രണ്ടാമത്തെ പൊസിഷൻ, ഇത് ഫസ്റ്റ് പൊസിഷനിൽ എടുത്തു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇത് 5th 6th. അപ്പോൾ 2 4 6 ട്രൈ നൈട്രോ ഫിനോൾ എന്നാണ് ഇതിൻ്റെ പേര്. അത് അവിടെ എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 4 6 ട്രൈ നൈട്രോ ഫിനോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് മറ്റൊരു പേരാണ് പിക്രിക് ആസിഡ്. പിന്നെ മറ്റേത് ഓർത്തോ ആൻഡ് പാര നൈട്രോ ഫിനോൾ. ഓക്കെ, കാരണം അതാണല്ലോ നൈട്രോ ഫിനോൾ, ഓർത്തോ നൈട്രോ ഫിനോൾ, പാര നൈട്രോ ഫിനോൾ. ഇത് 2 4 6 ട്രൈ നൈട്രോ ഫിനോൾ. ആ സംഭവത്തിനെ പിക്രിക് ആസിഡ് എന്നും കൂടി പറയും എന്ന് ഓർത്തു വെക്കുക. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞില്ലേ, അടുത്ത വിധത്തിൽ കിടക്കാം. പ്രൊഡക്ട്സ് വെൻ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ ആൻഡ് സിങ്ക് ഡസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, ആദ്യം ബ്രോമിൻ വാട്ടറിൻ്റെ നോക്കാം. ഇപ്പോൾ ഇതാ പിന്നെ ഫിനോളിനെ കൊണ്ടൊരു ഇതുമില്ല, അത്രയ്ക്കധികം ചോദ്യം ചോദിക്കുന്ന ഒരാളാണ് ഫിനോൾ. അപ്പോൾ ഫിനോളിൻ്റെ എല്ലാ റിയാക്ഷനും തന്നെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുന്നത്. ഇതിലുണ്ട്, ഇതിൽ ചോദിക്കുന്ന എല്ലാ റിയാക്ഷനും ഈ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചു പോവുക, പിന്നൊന്നും പഠിക്കാനില്ല. OH ബ്രോമിൻ വാട്ടറാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയട്ടെ, ബ്രോമിൻ ഇൻ CS2 ആണെങ്കിൽ ഒരെണ്ണം, പക്ഷേ ഇത് ബ്രോമിൻ ഇൻ H2 ആണ്. ബ്രോമിൻ വാട്ടർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബ്രോമിൻ ഇൻ വാട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? ഇത് എല്ലാ സൈഡിലും വരും. ഇത് ഈ വർഷത്തെ പബ്ലിക് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ഇതുപോലെ വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ OH അവിടെ ഉണ്ട്, അതിലൊന്നും വ്യത്യാസമില്ല. പിന്നെ ഇവിടെ ഒരു ബ്രോമിൻ വരും, ഇവിടെ ഒരു ബ്രോമിൻ വരും, ഇവിടെയും വരും. BR2 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ BR2. അപ്പോൾ ബ്രോമിൻ, അപ്പോൾ ഇത് മറ്റേ അതേ ലോജിക്ക് വെച്ച് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? 2 4 6 ട്രൈ ബ്രോമോ ഫിനോൾ. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് തന്നെ ആൻസർ ആയി. ഇതങ്ങനെ തന്നെ വരച്ചെടുത്താൽ മതി, ഇതിൻ്റെ പേരൊന്നും എഴുതണ്ട, ജസ്റ്റ് അങ്ങ് വരച്ചെടുക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല. സിങ്ക് ഡസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ്റെ അത് സിമ്പിളാണ്. അതിപ്പോൾ ബെൻസീൻ എടുക്കാം, ചെറുതായിട്ട് ഇവിടെ വരയ്ക്കാം. ബെൻസീൻ എടുക്കുക, അതോടെ പോയി ബെൻസീൻ. ഓക്കെ, OH അതുകൊണ്ട് റിയാക്ഷൻ വിത്ത് സിങ്ക് ആണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ OH സിങ്കും എല്ലാം കൊണ്ട് പോയിക്കൊള്ളും. പിന്നെ ബാക്കി ഉണ്ടാവും ആകെ ബെൻസീൻ മാത്രമായിരിക്കും ഫ്രീ ആയിട്ട്. അത് റെഡ്യൂസിങ് ആണ് സംഭവിക്കുകയെന്ന് പഠിച്ചത്. സിങ്ക് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ബെൻസീൻ മാത്രമായിട്ട് അവശേഷിക്കും. ഓക്കെ, ഇതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ തേർഡ് ഞാൻ പറയേണ്ട തന്നെ കാര്യമില്ല, നമ്മൾ നേരത്തെ കണ്ട സംഭവമാണ്. അതായത് ഫിനോൾ ഓൺ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? എല്ലാ സൈഡിലും വന്ന് നിൽക്കുന്നില്ലേ നമ്മൾ പറഞ്ഞത്, അത് തന്നെ HNO3. ഒന്ന് എഴുതിയേക്കാം, സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തായിരിക്കും? 2 4 6 ട്രൈ നൈട്രോ ഫിനോൾ അഥവാ പിക്രിക് ആസിഡ്. അത്ര എഴുതി കഴിഞ്ഞാൽ റെഡി. അപ്പോൾ എല്ലാ സംഭവം റെഡി ആയി കഴിഞ്ഞാൽ ഇതിന് 3 മാർക്കാണെന്ന് എനിക്ക് വിശ്വാസം. 3 മാർക്ക് കിട്ടും എല്ലാം എഴുതി കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ 1 അറിയുന്നതെന്ന് വിചാരിച്ചോ, 1 എഴുതിക്കപ്പോൾ 1 മാർക്ക് കിട്ടൂലേ? അതാണ് നമ്മളെ ബുദ്ധി. വൈ ആർ ആൽക്കഹോൾ സോലിബിൾ ഇൻ വാട്ടർ? ആൽക്കഹോൾസ് പറയുന്നത് നമ്മളെ CH അതൊക്കെ വരും, CH3, പിന്നെ OH വരുന്ന ആൾക്കാർ. ഇവരെന്തുകൊണ്ടാണ് വാട്ടറിൽ സോലിബിൾ ആവുന്നത്? വാട്ടർ H2 ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ OH ഉണ്ടല്ലോ ലാസ്റ്റിൽ, വാട്ടറിലാണ് H2 ഉണ്ടല്ലോ. അപ്പോൾ അവിടെ തമ്മിൽ ബോണ്ട്, H ഉം Oയും തമ്മിലുള്ള ബോണ്ടുകൾ ഉണ്ടല്ലോ. ആ ഒരു H Oയും തമ്മിലുള്ള ബോണ്ട് ഉണ്ടായിട്ട് അവിടെ ഇന്റർഫിയറൻസ് നടക്കും. അത് കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ആൽക്കഹോൾസ് ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് വാട്ടർ.
വാട്ടറുള്ള ഇതിൻ്റെ ഓയൊക്കെ ആയിട്ട് അതുപോലെ തിരിച്ചുമായിട്ട് ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാക്കും. അതിന് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും. വാട്ടറിന്റെ ഹൈഡ്രജൻ ബോണ്ട്, വാട്ടർ H2O ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടല്ലോ, അത് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ആകെ മൊത്തം അലങ്കോലമായിപ്പെടുന്ന അതിൻ്റെ ഉള്ളിൽ ഡിസോൾവ് ആയി ഇരിക്കുക ആ ഒരു നേരത്ത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഡിസോൾവ് ആവുമല്ലോ. അതുകൊണ്ടാണ് ആൽക്കഹോൾസ് നന്നായിട്ട് വാട്ടറിൽ സോല്യൂബിൾ ആണെന്ന് പറയാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എക്സ്പ്ലെയിൻ ലൂക്കാസ് ടെസ്റ്റ്. നേരത്തെ കണ്ടു ലൂക്കാസ് റിയേജന്റ് നമ്മൾ കണ്ടു. ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്ന HCl സ്ഥലം ഉണ്ടാവില്ല, HCl സിങ്ക് ക്ലോറൈഡ് ഇത് തമ്മിൽ ചേർക്കുമ്പോഴാണ് ആൽക്കഹോളിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയുക. എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം, അതാണ് ചോദ്യം. അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഞാനതെങ്ങനെ എഴുതാമെന്നറിയാം. ഞാനത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാം. എൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാനങ്ങ് ചേർക്കുന്ന കാര്യം ആദ്യം പറഞ്ഞേക്കാം. ലൂക്കാസ് ടെസ്റ്റിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലൂക്കാസ് റിയേജന്റ് ഉണ്ടല്ലോ, നമ്മളെ HCl ആൻഡ് സിങ്ക് ക്ലോറൈഡ്, അതിനെ നമ്മൾ സാമ്പിളിലേക്ക് ചേർക്കും. സാമ്പിൾ ഏത് ആൽക്കഹോളാണ്, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ എന്നറിയില്ല, അത് കണ്ടുപിടിക്കാനാണല്ലോ ചേർക്കുന്നത്. അതിലേക്ക് ഞാൻ അങ്ങോട്ട് ചേർക്കും. അപ്പം ചേർക്കുമ്പോൾ കിട്ടുന്ന സംഭവം ടെർഷ്യറി ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി കാണിക്കും. പെട്ടെന്ന് തന്നെ അത് ചേർത്ത ഉടനെ ശുദ്ധ ജലം പോലെ ഉണ്ടായിരുന്ന സംഭവം കഞ്ഞിവെള്ളം പോലെയാവും ഒരു സെക്കൻഡ് കൊണ്ട്. പക്ഷേ അതേസമയം സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ ചേർക്കുമ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ അതേ അവസ്ഥയിലേക്ക് എത്തും, നല്ല കഞ്ഞിവെള്ളം പോലെ ഉണ്ടാവും. പിന്നെയും കണ്ടുപോയി. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ നോ ടെർബിഡിറ്റി എന്ന് പറയാം. അതായത് തീരെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതങ്ങനെ ശുദ്ധമായി തന്നെ അങ്ങനെ കഴിക്കും, ഒന്നും ഉണ്ടാവില്ല. ഇതാണ് സംഭവം. ഇതിപ്പോൾ ഞാൻ എഴുതുന്ന അപ്രോച്ച് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ എഴുതും സാമ്പിൾ ഈസ് മിക്സ്ഡ് വിത്ത്, നമ്മളെ സാമ്പിൾ ഉണ്ടല്ലോ, സാമ്പിൾ ഈസ് മിക്സ്ഡ് വിത്ത് ലൂക്കാസ് റിയേജന്റ്. അപ്പോൾ ലൂക്കാസ് റിയേജന്റ് എന്താണെന്ന് എഴുതണ്ടേ? അതെനിക്ക് ബ്രാക്കറ്റിൽ ലൂക്കാസ് റിയേജന്റ് എന്താണെന്ന് എഴുതായിരുന്നു. പക്ഷേ ഞാൻ ബ്രാക്കറ്റിൽ എഴുതാണ്ട് അത് നീട്ടാൻ വേണ്ടി എന്താക്കുമെന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ മിക്സ്ചർ ഓഫ് HCl എന്നെനിക്ക് വേണം എഴുതാം. പക്ഷെ അത് ഞാൻ എഴുതില്ല, കോൺസെൻട്രേറ്റഡ് HCl എന്ന് എഴുതും. കാരണം എത്രത്തോളം അറിയുന്നോ അത്രത്തോളം അവിടെ കാണിക്കുക. ആൻഡ് സിങ്ക് ക്ലോറൈഡ് അതും എഴുതിയാൽ മതി, അതിൽ പറഞ്ഞില്ല, അത്ര എഴുതുക. എന്നിട്ട് ആൻഡ് ഒബ്സർവ് അല്ലെങ്കിൽ മെഷർ ദ ടെർബിഡിറ്റി. എന്നിട്ട് താഴെ ബാക്കി കൊടുത്തിട്ടുണ്ട്. ആ ടെർബിഡിറ്റി ആയിട്ട് ഇത് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ആ ടെർബിഡിറ്റി പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ തീരെ ഉണ്ടാവില്ല ടെർബിഡിറ്റി, അത് തീരെയും കാണിക്കൂല. പക്ഷേ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ 5 മിനിറ്റ് ആവുമ്പോൾ റെഡി ആയിക്കോളും. പ്രൈമറി ആണെങ്കിൽ ബും അപ്പം തന്നെ ടെർബിഡിറ്റി കാണിക്കും. അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരും. വൈ ആർ ഫിനോൾ അസഡിക്? ഫിനോൾ എന്തുകൊണ്ടാണ് അസഡിക് ആവുന്നത്? ഫിനോൾ എന്ന് പറയുന്നത് അറിയാലോ, മേലെ OH തലയിൽ ബെൻസിൻ്റെ ഉള്ള ആ സംഭവം അസഡിക് ആണ്, കാര്യമായിട്ട് അസഡിക് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 കാരണമുണ്ട്. ഒന്ന്, ഈ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഉണ്ടല്ലോ, അത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബണാണ്. എന്നോട് മര്യാദയ്ക്ക് വരച്ചത് OH അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു കാർബൺ എന്ന് പറയുന്നത് sp2 ആണ്. കളർ മാറിയ പ്രശ്നം ഉണ്ടോ? കളർ റെഡി ആയിട്ട് sp2 ഹൈബ്രിഡൈസ് ആയിട്ടുള്ള കാർബൺ ആണുള്ളത്, അതൊരു കാരണം. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വട്ടം വരച്ച് കാണിക്കാനുള്ള കാരണം അവിടെ ഒരു റെസിമൈസേഷൻ അല്ലെങ്കിൽ പോട്ടെ, അവിടെ റെസണൻസ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനത്തെ ഈ ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ, ആ ഒരു ബോണ്ട് ഇങ്ങനെ മാറി കളിക്കും, ഇലക്ട്രോൺ പെയറാവും, അങ്ങനെ മാറും. ആ ഒരു റെസണൻസ് എഫക്റ്റ് അതിനൊരു കാരണമാവുന്നുണ്ട്. ഈ 2 കാരണം കൊണ്ടാണ് ഈ ഒരു സംഭവം അങ്ങനെ ആവുന്നത്, നന്നായിട്ട് ഫിനോൾ അസിഡിക് ആവാനുള്ള കാരണം. അപ്പോൾ നിങ്ങളിങ്ങനെ വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. ഒന്ന്, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ പ്രസൻസ് അവിടെ ഉള്ളതുകൊണ്ട്. 2, സ്റ്റെബിലിറ്റി ത്രൂ റെസണൻസ് കാരണം കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റി. റെസണൻസ് എഫക്റ്റ് എന്ന് ഒറ്റ വാക്ക് എഴുതി വെച്ചാലും ഇനഫ്. അത് റെഡിയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹൗ ഇസ് ഫിനോൾ മാനുഫാക്ചർഡ് ഇൻഡസ്ട്രിയലി? ഫിനോൾ നമുക്ക് ലാബോറട്ടറിയിലും വീട്ടിലും പലതരത്തിൽ ഉണ്ടാക്കായിരിക്കും. പക്ഷെ മാനുഫാക്ചർ ചെയ്യാൻ, ഫാക്ടറികളിലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്യുമീൻ പ്രോസസ്സാണ്. ക്യുമീൻ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ക്യുമീൻ എന്നാണ് ആദ്യം മനസ്സിലാണ്. ക്യുമീൻ മീൻസ് ഒരു ബെൻസീൻ്റെ തലയിൽ ഒരു CH ഇങ്ങനെ വരയ്ക്കുക, ഇപ്പുറത്തേക്ക് ഒരു CH3 വരയ്ക്കുക, ഇങ്ങോട്ട് ഒരു CH3 വരയ്ക്കുക. ഇവനെയാണ് ക്യുമീൻ എന്ന് പറയുക. ആ ക്യുമീനെ ഇൻഡസ്ട്രി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അതിലേക്ക് എന്തായിരുന്നു ചേർക്കേണ്ടത്? അങ്ങനെ പറഞ്ഞല്ലോ, ഓക്കെ. അതായത് ആദ്യം അതിനെ ഓക്സിഡൈസ് ചെയ്യണം. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇന്റർമീഡിയറ്റ് ഒക്കെ കിട്ടും. ആൻഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളൈസിസ്. അതിന് പിന്നെ ഹൈഡ്രോളൈസ് ഒക്കെ ചെയ്തിട്ട്, ഇന്റർമീഡിയറ്റ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട, അപ്പോൾ അത് നീണ്ടുപോകും. ജസ്റ്റ് ആദ്യം ഇതിനെ ഓക്സിഡൈസ് ചെയ്യുക, പിന്നെ ഹൈഡ്രോളൈസ് ചെയ്യുക, അപ്പോൾ നമുക്ക് OH കിട്ടും. ബൈ പ്രൊഡക്ട്സ് 2 ഉണ്ട്, അതൊന്നും പഠിക്കണ്ട, നമുക്ക് കിട്ടേണ്ട ആളെ കിട്ടിയതില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ OH അതായത് ഫിനോൾ കിട്ടും. ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഫാക്ടറിയിലൊക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം പറയുന്നത് സ്റ്റെപ്സ് ഇൻ കൺവേർട്ടിങ് അനിലിൻ ടു ഫിനോൾ എന്നാണ്. അനിലിൻ എന്താണ്? അനിലിൻ എന്ന് പറയുന്നത് ബെൻസീൻ പോലെ തന്നെ ഉണ്ടാവും. പക്ഷെ ബെൻസീൻ്റെ തലയിൽ ആരുണ്ടാവണം? NH2 ഉണ്ടാവണം.
ഓക്കെ, ഇങ്ങനത്തെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ അനിലിൻ എന്ന് പറയുന്നത്. അതിനെങ്ങനെ നമ്മളെ ഫിനോൾ അണ്ണനായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് നോക്കുന്നത്. ഫിനോൾ എന്ന് പറയുന്നത് അത് തലയിൽ OH ഉള്ള ആൾ. അതായിട്ട് ഇതിനെങ്ങനെ മാറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രോസസ്സിലാണ്, കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ ആകുള്ളൂ. ഒന്ന്, ഇതിനെ ഞാൻ നൈട്രസ് ആസിഡ് മീൻസ് അറിയാമല്ലോ, HNO2 ആണിത്. HNO2 ആയിട്ട് HNO3 ആണെങ്കിൽ അത് നൈട്രിക് ആസിഡ്, HNO2 ആണെങ്കിൽ അത് നൈട്രസ് ആസിഡ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം. യെസ്, കറണ്ട് വന്നു. ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു N2 ഉണ്ട്, പിന്നെ ഒരു Cl ഉണ്ടാവും. നമുക്ക് പേര് കണ്ടിട്ട് മനസ്സിലാവൂലേ, ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ്. ഈ സംഭവം ഉണ്ടായി, പക്ഷേ ഇതല്ല നമുക്ക് ഉണ്ടാകേണ്ടത്, ഇത് ഫിനോളാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ സംഭവത്തിന് ഞാൻ പിന്നെ എടുക്കുന്നു, എന്നിട്ട് അതിനെ ഓൺ റിയാക്ഷൻ വിത്ത് അനദർ തിങ്, അതാണ് പ്രധാനം. അതിന് വേറൊരു സംഭവമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്ന് എഴുതട്ടെ, N2Cl. അത് ഓൺ റിയാക്ഷൻ വിത്ത് പലതരത്തിൽ നമുക്ക് OH ഉണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിനെ ജസ്റ്റ് H2O ആയിട്ട് റിയാക്ട് ചെയ്യുക. വെള്ളം കൊണ്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാം വാട്ടർ കുറച്ച് ചൂടുവാക്കണേ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ്ലി നമ്മുടെ ഡിസൈഡ് റിസൾട്ട് ആയിട്ടുള്ള ആ ഒരു ഫിനോൾ നമുക്ക് കിട്ടും. ഇതിനെ പലതരത്തിലാക്കാം. നമ്മൾ നേരത്തെ കണ്ടില്ല, സാൻമേസ് റിയാക്ഷനിൽ കണ്ടു, ഗേട്ടർമാൻ റിയാക്ഷൻ കണ്ടു, അതിനെ പലതരത്തിലാക്കാം. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ വെറുതെ H2O ചേർത്താൽ മതി. ഇതിലൂടെ നമുക്ക് അനിലിനെ ഫിനോളാക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെന്നില്ല, മറ്റേ ഗട്ടർമാൻ റിയാക്ഷനിലൂടെ പോകണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. യെസ്, അങ്ങനെ 2 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അനിലിനെ NaNO2 HCl എന്ന് പറയുന്ന ആരാന്നറിയോ? NaNO2 HCl എന്ന് പറയുന്നവരാണ് നൈട്രസ് ആസിഡ് അഥവാ HNO2. HNO3 അല്ല, HNO2, അതിന്റെ വേറെ പേരാണിത്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. ആ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ H2O വാമാക്കി കഴിഞ്ഞാൽ ഫിനോൾ പ്ലസ് ബൈ പ്രൊഡക്ട്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞു. യെസ്, അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത നമ്മളുടെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. വെയിറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇതാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ +2 കെമിസ്ട്രിയിൽ. പക്ഷേ എപ്പോഴും ഇത് തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കണമെന്നൊന്നുമില്ല, കാരണം അറ്റപ്പറ്റ വെയിറ്റേജിലാണ് എല്ലാ ചാപ്റ്ററും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് റെഡ്യൂസസ് ടോളൻസ് റിയേജന്റ്? ഇപ്പോൾ ടോളൻസ് റിയേജന്റിനെ പറ്റി പറഞ്ഞാൽ നമ്മളപ്പുറത്ത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഇതിനൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഉപയോഗിച്ചില്ലേ ആൽക്കഹോളിൽ. അതുപോലെ നമ്മളെ ആൽഡിഹൈഡിനെയും കീറ്റോണിനെ, വരുന്ന ആൽഡിഹൈഡിനെയും കീറ്റോൺ, ONE അവസാനിക്കുന്ന കീറ്റോണിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഏതാണ് എന്ന് മനസ്സിലാക്കാനാണ് ടോളൻസ് റിയേജന്റ് ഉപയോഗിക്കുന്നത്. ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. അത് നമ്മൾ മുമ്പിൽ വരും, ഞാൻ പറയാം. ഇതിൽ നിങ്ങൾ നോക്കുക, ഇതിലെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ടോളൻസ് റിയേജന്റ് ആകെ റെഡ്യൂസ് ചെയ്യുന്നത് ആൽഡിഹൈഡിനെയാണ്. അതിലൊരു സംശയം വേണ്ട. എന്താ ബ്രഷിനൊരു കുഴപ്പമുണ്ടല്ലോ, ആൽഡിഹൈഡിനെയാണ്. അപ്പോൾ ഇതിൽ ഏത് ആൽഡിഹൈഡ്? ഇതൊരു ആൽഡിഹൈഡ് ആണ്, അപ്പോൾ അത് തന്നെയാണ് ഉത്തരം. പിന്നെ പ്രൊപ്പനോൺ ഇതല്ല, ബെൻസോ ഫിനോൺ അതല്ല, അസറ്റോഫിനോൺ അല്ല. ഓൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കീറ്റോൺ അല്ലേ, കീറ്റോണിൽ ഒരിക്കലും അങ്ങനത്തെ റിഡക്ഷൻ നടക്കില്ല. അതുകൊണ്ട് മെഥനാലാണ് ശരിയായിട്ടുള്ള ഉത്തരം. സെക്കൻഡ് ഇതൊന്ന് റിഫ്രഷ് ചെയ്യട്ടെ, എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ശരി. അപ്പോൾ മെഥനാലാണ് ഇവിടുത്തെ ഉത്തരം. അപ്പോൾ അത് ടിക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. ഈ ചോദ്യം ഇതുപോലെ വേറൊന്നും ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിക്കണം. ടോളൻസ് റിയേജന്റിന്റെ കാര്യം എന്താണ്? ഓക്കെ, ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് എക്സ് ഇൻ ദ റിയാക്ഷൻ. ഇവിടെ ഒരു എക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ എക്സ് ഉണ്ടായി വന്നത് ബെൻസോയിൽ ക്ലോറൈഡ് വെച്ചിട്ടാണ്. ബെൻസോയിൽ ക്ലോറൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ്റെ ഇവിടെ ഒരു സി ഉണ്ടാവും, ഡബിൾ ബോണ്ട് O വരും, അതിന് ഇവിടെ ഒരു സിയും കൂടി വരും, Cl കൂടി വരും. ഇതിനാണ് ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ COCl കണ്ടില്ലേ, COCl എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, അതൊരു അസൈൽ ക്ലോറൈഡ് ആണ്. അസൈൽ ക്ലോറൈഡും ഈ ഒരു റിഡക്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഇത് നമ്മൾ പഠിച്ചൊരു നെയിംഡ് റിയാക്ഷനായ റോസൻമണ്ട് റിഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടറിയാം. ഇതും പഠിച്ചു വെക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ റോസൻമണ്ട് റിഡക്ഷൻ എന്ന് ഉറപ്പിക്കുക. പലയിടീന് BSO4ന്റെ ഇതിൽ H2O ഒക്കെ വെച്ചിട്ടുള്ള റിയാക്ഷൻ, H2O വെച്ചിട്ടുള്ളതാണല്ലോ റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതെപ്പോഴും നമുക്ക് കിട്ടുന്നത് ഇതൊരു ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ, ഞാനത് എഴുതുന്നില്ല, ഞാനത് നീട്ടി മേലെ ഉണ്ടല്ലോ, അത് എഴുതുന്നില്ല. പക്ഷെ അതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതിന് നേരെ ആൽഡിഹൈഡായിട്ട് സ്ഥലം മാറ്റം കിട്ടും, ആൽഡിഹൈഡായിട്ട് പ്രൊമോഷൻ കിട്ടും, CHO ആയിട്ട് മാറും. ബെൻസാൽഡിഹൈഡാണിത്, ബെൻസീൻ്റെ തലയിൽ ആൽഡിഹൈഡ് വരുന്നത്. CHO വരുന്നതാണ് ആൽഡിഹൈഡ്. ഓക്കെ, അതാദ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇങ്ങനെ C എഴുതി അവസാനം CHO ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു എൻ്റയർ കോമ്പൗണ്ടിനെ ആൽഡിഹൈഡ് എന്ന് പറയും. പക്ഷേ C എഴുതി അതിൻ്റെ നടുക്കൊരു CO ഒക്കെ വന്ന് അങ്ങനെയാണെങ്കിൽ ഇതിനെ കീറ്റോൺ എന്ന് പറയും. ഓക്കെ, ഇത് ആൽഡിഹൈഡ്, ഇത് കീറ്റോൺ. അറ്റത്ത് മാത്രമേ ആൽഡിഹൈഡ് വരാൻ പറ്റുള്ളൂ, കീറ്റോൺ നടുക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ ഇവിടെ ഉണ്ടായതുണ്ടല്ലേ, ബെൻസാൽഡിഹൈഡ് ഇസ് റൈറ്റ് ആൻസർ. അപ്പോൾ അത് എഴുതുക, മുന്നോട്ട് പോകും. കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണെന്ന് എനിക്കറിയാം, എന്നാലും ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടി നിർത്തിയില്ല. വാട്ട് ഈസ് ടോളൻസ് റിയേജന്റ്? ടോളൻസ് റിയേജന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എന്ന് എഴുതിക്കൊള്ളുക. ബി ചോദ്യം ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഇതെങ്ങനെ എഴുതാം? ടോളൻസ് റിയേജന്റ് ഈസ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അതിനെപ്പറ്റി ഫ്രഷ്ലി പ്രിപ്പയർഡ് ഒന്നും പറഞ്ഞില്ലല്ലോ, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. ഇതാണ് അതിൻ്റെ രാസനാമം, അതൊന്നും പഠിക്കണമെന്നില്ല. പിന്നെ ഇവിടെ പറയുന്നത് വിച്ച് എമംഗ് ദ CH3CHO. ഓക്കെ, അവിടെ നോക്കിയോ, അതിൻ്റെ CH3CO CH3 ഗീവ്സ് സിൽവർ മിറർ വിത്ത് ടോളൻസ് റിയേജന്റ്. നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞത്?
ടോളറൻസ് റിയേജന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റെഡ്യൂസ് ആകപ്പെടുന്ന ഒരേ ഒരാൾ ആൾഡിഹൈഡാണ്. ആൾഡിഹൈഡിന്റെ ലാസ്റ്റ് CH ഉണ്ട്, കീറ്റോന്റെ നടുവിലാണ് CO വരിക. ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഒരു ആൾഡിഹൈഡാണ് അല്ലേ, ഇത് ഒരു കീറ്റോൺ ആണ്. അപ്പോൾ ആൾഡിഹൈഡിൽ മാത്രമേ ഇതിന്റെ റിയാക്ഷൻ നടക്കുള്ളൂ. ഈ പറയുന്നുണ്ടോ സിൽവർ മിറർ എന്ന് പറയുന്നത് എന്താ പറയുക, ടോളറൻസ് റിയേജന്റ് റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഭിത്തിയിൽ, അതായത് നമ്മളെ ടെസ്റ്റ് ട്യൂബിന്റെ ഭിത്തിയിലൊക്കെ സിൽവർ മിറർ കിട്ടും. അത് CHൽ മാത്രമേ നടക്കുള്ളൂ, ആൾഡിഹൈഡിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ, ഈ രണ്ടിൽ എമംഗ് ദിസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പറയണം, അത്രേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞാൽ സോറി മനസ്സിലായവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കുഴപ്പമില്ല. CH3 CHO ആൾഡിഹൈഡ് ഫോം എ സിൽവർ മിറർ ഇതിൽ ഉണ്ടാവില്ല, വിച്ച് ഇസ് കീറ്റോൺ ഡസ് നോട്ട്. അങ്ങനെ എഴുതി കൊടുക്കുക, നീട്ടി വലിച്ച് തരിക. നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ അങ്ങ് എഴുതി കൊടുക്കുക, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എ കോമ്പൗണ്ട് ഈസ് കൺവേർട്ടഡ് ടു 2-chloro-propanoic acid by HVZ റിയാക്ഷൻ. ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് റിയേജന്റ് യൂസ്ഡ്. അപ്പോൾ HVZ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത, HVZ അറിയാമല്ലോ, ഹെൽ വോൾഹാഡ് സെലൻസ്കി എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന റിയാക്ഷനാണ്. വലിയ റിയാക്ഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി. ഹെൽ വോൾഹാഡ് സെലൻസ്കി എന്നാണ് റിയാക്ഷൻ്റെ പേര്, 3 ശാസ്ത്രജ്ഞന്മാരുടെ പേര്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ട്, ഏതോ ഒരു കോമ്പൗണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അത് കൺവേർട്ടഡ് ടു 2-chloro-propanoic acid. ഏതാണെന്ന് ഞാൻ അറിയില്ല, അപ്പോൾ ഇങ്ങനെ കേട്ടെ, ക്ലോറോപ്രൊപ്പനോയിക് ആസിഡായിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വരച്ച് എങ്ങനെ ഉണ്ടാവും, CH3 CH പിന്നെ COH. ഇപ്പോൾ പ്രൊപ്പനോയിക് ആസിഡ് ആയോ, ആയി, ഒരു H കുറവുള്ള പ്രൊപ്പനോയിക് ആസിഡ് ആയി. 2-chloro എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ക്ലോറിന് കൂടി വേണം. അപ്പോൾ ഇതാണ്, ഇതിപ്പോൾ 1 2 3 2-chloro-propanoic ആസിഡ്. ഇത് ഹെൽ വോൾഹാഡ് സെലൻസ്കി റിയാക്ഷനിലാണ്. നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹെൽ വോൾഹാഡ് സെലൻസ്കി റിയാക്ഷനിൽ റിയേജന്റുകളായിട്ട് വരുന്നത് കാർബൺ മോണോക്സൈഡ് ഉണ്ട്, പിന്നെ HCl ഉണ്ട്. സോറി അത് ഞാൻ വേറെ റിയാക്ഷൻ്റെ കാര്യം പറഞ്ഞത്, ഗട്ടർമാൻ കോച്ചിൽ അങ്ങനെയൊക്കെ വരുന്നത്. ഇവിടെ വരുന്ന രണ്ടാൾക്കാരെന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ സ്വന്തം റെഡ് ഫോസ്ഫറസ്, അത് നമ്മൾ എവിടെ കണ്ടതാണ്, മറ്റേ അത് പാഠം പഠിച്ചിട്ടില്ലേ, അവിടെ കണ്ടതാണ്. അത് ഓൺ റിയാക്ഷൻ വിത്ത് ഏതെങ്കിലും ക്ലോറിനോ ബ്രോമിനോ ഏതെങ്കിലും ഹാലജൻ. ഇത് ക്ലോറോ ഒരു പാഠം ഉണ്ടല്ലോ, ഹാലോ ആൽക്കീൻസിൻ്റെ, ആ പാഠത്തിൽ നമ്മൾ കണ്ടതാണ്. ഫോസ്ഫറസ് ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറിൻ, റെഡ് ഫോസ്ഫറസ്, റെഡ് പി എന്നൊക്കെ കാണും. റെഡ് ഫോസ്ഫറസ് ഓൺ റിയാക്ഷൻ വിത്ത് കണ്ടു കഴിഞ്ഞാൽ അത് ഹെൽ വോൾഹാഡ് സെലൻസ്കിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹെൽ വോൾഹാഡ് സെലൻസ്കിയിൽ റെഡ് ഫോസ്ഫറസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് തന്നെ ഈ ഒരു ഉത്തരമായില്ലേ. റിയേജന്റ് യൂസ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും റെഡ് ഫോസ്ഫറസ് ആൻഡ് ഇവിടെ ക്ലോറിൻ ആണ് വന്നുകൊണ്ട് ഇവിടുത്തെ ഹാലജൻ ക്ലോറിൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇവിടുത്തെ കോമ്പൗണ്ട് അതിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ CL വന്നല്ലോ, അങ്ങനെയാണ് റെഡ് ഫോസ്ഫറസ് ആക്കിയപ്പോഴാണ് CL വന്നത്. അപ്പോൾ CL ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചാൽ പോരെ. അപ്പോൾ CL ഇല്ലാത്ത അവസ്ഥ ഏതാ, CH3, അതിലൊന്നും വ്യത്യാസമില്ല. അവിടെ ഒരു CH അല്ലേ, അത് CH2 ആക്കി, പിന്നെ ഇവിടെ COH ആക്കി. എന്തായി, ജസ്റ്റ് ആ ഒരു CL പോയപ്പോൾ ഇവിടെ ഹൈഡ്രജൻ തികക്കണ്ടേ, അതിനുവേണ്ടി ഒരു H2 എന്നേ ഉള്ളൂ. ഇതാണ് ഉണ്ടാവുന്നത്. ഇത് എന്ന് പറയുന്നത് 1 2 3, അപ്പോൾ 3 പ്രൊപ്പനോയിക് ആസിഡ് ആണ്, വെറും പ്രൊപ്പനോയിക് ആസിഡ് ആണ്. അപ്പോൾ രണ്ടും എഴുതി കൊടുക്കുക. ആൻസർ എന്ന് പറയുന്നത് പ്രൊപ്പനോയിക് ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് Cl 200 ഫോസ്ഫറസ് ആൻഡ് ഹെൽ വോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ ചെയ്യുമ്പോൾ 2-chloro-propanoic ആസിഡ് കിട്ടും. റിയേജന്റ് യൂസ്ഡ് ഇതാണ്, എൻ്റെ പ്രൊപ്പനോയിക് ആസിഡ് ആണ് അവിടുത്തെ കോമ്പൗണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിൽ മുന്നോട്ട് പോകാം. റിയാക്ഷൻ ബെൻസീൻ ഉണ്ട്, പിന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, HCl ഉണ്ട്, AlCl3 ഉണ്ട്, CuCl ഉണ്ട്. ഇത്രയും റിയാക്ഷൻ നടത്തുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗട്ടർമാൻ കോച്ച് റിയാക്ഷനാണ്. അപ്പോൾ ഇതിൽ ഐഡന്റിഫൈ X എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കാനാണ് ഈ ഒരു വഴി ഉപയോഗിക്കുന്നത്. ഐഡന്റിഫൈ X, ഒന്നിൻ്റെ ഉത്തരം ഞാൻ എഴുതാം, ബെൻസാൾഡിഹൈഡ് അഥവാ ബെൻസീന്, അതിൻ്റെ തലയിൽ CHO, ഇവനാണ് ബെൻസാൾഡിഹൈഡ്. പിന്നെ നെയിം ദ റിയാക്ഷൻ, ഈ റിയാക്ഷൻ്റെ പേരാണ് നമ്മളുടെ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഓക്കെ, അത് ഞാൻ എഴുതാം. 2 സയൻറ്റിസ്റ്റിൻ്റെ പേരായിരുന്നു. ഇത് പഠിക്കാൻ ഷോർട്ട് കട്ട് എന്ന് നന്ദി ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, ഇവിടെ OCH, അതായത് CHOൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. CHO എന്ന് പറഞ്ഞാൽ ആൾഡിഹൈഡ്, അത് തന്നെ ആ ഒരു പേര് തന്നെ ഉണ്ട്. ആൾഡിഹൈഡ് കണ്ടുപിടിക്കാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, ആൾഡിഹൈഡ് ഉണ്ടാക്കാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായി വിചാരിക്കുന്നു. ബെൻസാൾഡിഹൈഡാണ് അവിടെ ഉണ്ടാകുന്നത്, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗീവ് എ കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ. ഒന്നുമില്ല, ആൽഡിഹൈഡ്. ആൻഡ് ഇവിടെ പ്രൊപ്പനോൺ, ഓൺ എന്ന് പറഞ്ഞാൽ കീറ്റോൺ. അപ്പോൾ കീറ്റോണിനെ ആൽഡിഹൈഡിനെയും വേർതിരിക്കാനുള്ള ഡിസ്റ്റിംഗ്വിഷ് നമ്മൾ മനസ്സിലാക്കുന്നു ഉപയോഗിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് രണ്ടാളുണ്ട്, ഒരേ ഒരാളല്ല, രണ്ടാളുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഒരാൾ മതി. അതിപ്പോൾ തൽക്കാലത്തേക്ക് ടോളറൻസ് റിയേജന്റ് ആണ്. ഒരാൾ കൂടി ഉണ്ട്, അവൻ്റെ പേരാണ് ഫെലിങ്സ് റിയേജന്റ്. രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും, പക്ഷെ രണ്ടും എന്തിനാ ഒരാളുള്ളപ്പോൾ. അപ്പോൾ ടോളറൻസ് റിയേജന്റ് ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയാം. ഫെലിങ്സ് എഴുതാം, നിങ്ങൾ തൽക്കാലം ടോളറൻസ് പഠിച്ചേക്കാം, നേരത്തെ കണ്ടതാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് കഴിഞ്ഞിട്ട് ഓക്കെ, ഗീവ് എ കെമിക്കൽ അതിൻ്റെ ഉത്തരം ഇതാ, പ്രൊപ്പനാൽ ടോളറൻസ് റിയേജന്റ് ഉപയോഗിക്കുന്നു. സോറി, അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, കെമിക്കൽ ടെസ്റ്റ് കൂടി പറയണം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ആ ഒരു സാമ്പിൾ ഉണ്ടല്ലോ, അറിയാത്ത സാമ്പിളിലേക്ക് ഞാൻ കുറച്ച് ഈ ഒരു ടോളറൻസ് റിയേജന്റ് വാരിയിട്ടു. അപ്പോൾ അതിലേക്ക് റെഡ് കളർ, അതായത് സിൽവർ മിറർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൊപ്പനാലാണ്. ഓക്കെ, റെഡ് കളറില്ലേ, സോറി അതെനിക്ക് മറ്റേ ഫെലിങ്സ് സൊല്യൂഷൻ മാറിപ്പോയതാണ്. പ്രൊപ്പനാല് സിൽവർ മിറർ കാണിക്കും, അതായത് ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അറ്റത്ത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സിൽവർ മിറർ കാണാൻ പറ്റും പ്രൊപ്പനാലിൽ. പക്ഷേ പ്രൊപ്പനോണിൽ ഒരിക്കലും കീറ്റോൺ ആയതുകൊണ്ട് അതിൽ നോ റിയാക്ഷൻ ഒക്കേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ഇത് ആരാണ്,
ടോളൻസ് റിയേജൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ബ്രീഫ്ലി അല്ല, ഇങ്ങനെ ബ്രീഫ്ലി എന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടമാനം എഴുതി വെച്ചോളൂ, കാരണം അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമേ ഉള്ളൂ. അതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബെൻസീൻ ആയിരിക്കും. ബെൻസീൻ ഓൺ റിയാക്ഷൻ വിത്ത് ആരൊക്കെ? നമ്മളുടെ സ്വന്തം കാർബൺ മോണോക്സൈഡ് ഉണ്ട്, പിന്നെ HCl ഉണ്ട്, പിന്നെ AlCl3 ഉണ്ടെന്ന് തോന്നുന്നു, ആൻഡ് CuCl ഉണ്ട്. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ബെൻസാൾഡിഹൈഡ് കിട്ടാൻ വേണ്ടിയിട്ട്, CHO കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് വൺ ഓഫ് ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൺവേർഷൻ ഓഫ് ബെൻസീൻ ടു ബെൻസാൾഡിഹൈഡ് ബൈ ട്രീറ്റിംഗ് വിത്ത് കാർബൺ മോണോക്സൈഡ് HCl ഇൻ ദ പ്രസൻസ് ഓഫ് AlCl3 ആൻഡ് CuCl ആസ് കാറ്റലിസ്റ്റ്. ഇപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൊളുവീൻ ട്രീറ്റഡ് വിത്ത് CrO2Cl2 ഇൻ CS2 ഗിവ്സ്. ടൊളുവീനെ നമ്മൾ ഇങ്ങനത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാണ് ഇത് നമ്മൾ പഠിച്ച മറ്റൊരു റിയാക്ഷനാണ്. ഇതിൻ്റെ എറ്റാഡ് റിയാക്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്. എറ്റാഡ് റിയാക്ഷൻ ഉപയോഗിക്കുന്ന ആളാണിത്. അപ്പോൾ ടൊളുവീനെ നേരെ ബെൻസാൾഡിഹൈഡ് ആക്കാനുള്ള ഒരു പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു റിയാക്ഷനിൽ, എറ്റാഡ് റിയാക്ഷനിൽ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടൊളുവീൻ ബെൻസാൾഡിഹൈഡ് ആവും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡിക്ക് ചെയ്യാൻ പറ്റും. ബെൻസാൾഡിഹൈഡ് ആണ് ഇവിടുത്തെ ഉത്തരം. പിന്നെ അതൊന്ന് പഠിച്ചു വെക്കാം. ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, പേര് സഹിതം പഠിച്ചു വെക്കാം. ടൊളുവീനെ നമ്മളുടെ സ്വന്തം എറ്റാഡ് റിയാക്ഷൻ വഴി CrO2Cl2 ഉപയോഗിച്ചിട്ട് ബെൻസാൾഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബെൻസാൾഡിഹൈഡ് എന്നുള്ള ഉത്തരം മാർക്ക് ചെയ്യാം. മുന്നോട്ട് പോകാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻ എറ്റാഡ് റിയാക്ഷൻ ബെൻസാൾഡിഹൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് ടൊളുവീൻ യൂസിങ്. അതേ ചോദ്യം തിരിച്ചു ചോദിക്കുക. എറ്റാഡ് റിയാക്ഷനിൽ ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്നത് ടൊളുവീനെ എന്ത് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നതാണ്? അത് നേരത്തെ തന്നു, CrO2Cl2. അത് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. നെയിംഡ് റിയാക്ഷൻ എല്ലാം പഠിച്ചു വെക്കുകയാണെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇസ് നോൺ ആസ്. ഇതിന് നമ്മൾ കുറേ പറഞ്ഞു, ടോളൻസ് റിയേജന്റ്. അതാണ് സംഭവം. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത് ടോളൻസ് റിയേജന്റ് ആണ്. പഠിച്ചു വെക്കുക, ഒരിക്കലും മറക്കരുത്. ടോളൻസ് റിയേജന്റ് ഫെലിങ്സ് സൊല്യൂഷൻ ഉണ്ടായ ടോളൻസിനെ പോലെ തന്നെയല്ല, ചേട്ടനും അനിയനും പോലെ. പക്ഷേ അവർ ഇതിന് പാഠത്തിലൊന്നും കണ്ടിട്ടില്ല. പാഠത്തിൽ കണ്ടിട്ടുണ്ട്, ചോദ്യത്തിലൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാം. RCOCl ആൻഡ് H2. അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ RCOCl. ഈ COCl എന്ന് പറയുന്നത് അസൈൽ ക്ലോറൈഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് കണ്ട ഉടനെ ഓർമ്മയുണ്ട് റോസൻമെൻഡ് റിഡക്ഷൻ. അതുകൂടാതെ H2 എന്ന് കണ്ടു, അപ്പോൾ ഓർമ്മയുണ്ട് റോസൻമെൻഡ് റിഡക്ഷൻ. പിന്നെ PDBASO4 എന്നുണ്ട്, അപ്പോൾ ഓർമ്മയുണ്ട് റോസൻമെൻഡ് റിഡക്ഷൻ. ഇവിടെ കിട്ടിയ ഒരു സംഭവം ആൽഡിഹൈഡാണ്, അപ്പോൾ ഓർമ്മയുണ്ടത് റോസൻമെൻഡ് റിഡക്ഷൻ. അപ്പോൾ എല്ലാ കാരണം കൊണ്ട് ഓർമ്മയുണ്ട് റോസൻമെൻഡ് റിഡക്ഷൻ. ഒറ്റൊരെണ്ണം കിട്ടിയാലും കിട്ടും, പക്ഷേ ഇത് ഫുൾ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചാൽ നെയിം ഓഫ് ദ റിയാക്ഷൻ റോസൻമെൻഡ് റിഡക്ഷൻ ആണ്, ഒരു സംശയം വേണ്ട. PDBASO4 ആണ് ഏറ്റവും കീ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാനുള്ള സംഭവമായിട്ട്. ഓക്കെ, റോസൻമെൻഡ് റിഡക്ഷൻ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ഇസ് ആൾഡോൾ കണ്ടൻസേഷൻ. ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ നിങ്ങൾ ലാസ്റ്റത്തെ ചോദ്യം ഉണ്ടാവല്ലോ, അത് 6 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ഉള്ള ചോദ്യം ഉണ്ടാവില്ല, 6ഉം 4ഉം ഒക്കെ ഉണ്ടാവുക, 3 വീതം. അപ്പോൾ ആ ചോദ്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഇങ്ങനെ ഒരു സംഭവം ഉറപ്പായി ഉണ്ടാവും. ആൾഡോൾ കണ്ടൻസേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടാവും, അത് മിക്കവാറും കാനിസാറോ റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റെഫൻ റിയാക്ഷൻ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതെന്തായാലും മറ്റേ നോട്ടിലുണ്ട്, നമ്മുടെ സ്റ്റോർ പാസ് നോട്ട്സിൽ. അതെന്തായാലും പഠിച്ചു വെച്ചിട്ട് പോവാം. അപ്പോൾ ആൾഡോൾ കണ്ടൻസേഷനും കാനിസാറോ റിയാക്ഷനും എന്താണെന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കും. ഇവർ രണ്ടാളെയും വെക്കാൻ കാരണം വെച്ചാൽ ഇവർ തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഒരെണ്ണം പഠിച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് തമ്മിൽ എന്താണെന്ന് അറിയില്ല, ലാസ്റ്റ് ചോദ്യത്തിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇതാണോ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ അതെ, ഇത് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഇത് നിങ്ങൾ നീട്ടി വലിച്ച് എഴുതി കൊടുക്കുക. ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് വിത്ത് ആൽഫ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ബേസ് ടു ഫോം ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് കീറ്റോൺ. ഒന്നും മനസ്സിലായില്ലല്ലോ, പറഞ്ഞുതരാം. നമ്മൾ CHO ആണ് ആൽഡിഹൈഡ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ CH എന്ന ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചോ, CH പിന്നെ CH അങ്ങനെ എന്തൊക്കെയോ പോകും, എന്തെങ്കിലും ആട്ടെ, നമുക്ക് വിഷയമല്ല. പക്ഷേ ഇത് രണ്ടെണ്ണം എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോ അതിൻ്റെ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഈ ഒരു CHO ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്ത കാർബൺ നോക്കുക, അത് എത്ര ഹൈഡ്രജൻ ഉണ്ട് അവിടെ നോക്കുക. ആ ഒരു ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് ആൽഫ ഹൈഡ്രജൻ ആയിട്ട്. അപ്പോൾ എന്തായാലും ആൾഡോൾ കണ്ടൻസേഷൻ മുന്നോട്ട് പോകും. ഇനി അഥവാ ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഈ ഇതിലേക്കാണ് പോവുക, അല്ലെങ്കിൽ വരാം. അപ്പോൾ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺ ഹാവിങ് ആൽഫ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ബേസ്, ഡൈല്യൂട്ട് ആൽക്കലി എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഡൈല്യൂട്ട് ആൽക്കലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക, ഇത് കാണാപ്പാടാക്കിയിട്ട് തന്നെ പഠിക്കുക. ഇത് വർത്തിട്ടാണ്, ഇത് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ കാനിസാറോ റിയാക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതേ സംഭവം, പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ചാൽ ആൽഡിഹൈഡ്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ. നേരത്തെ നമ്മൾ ആൽഫ ഹൈഡ്രജൻ ഉള്ള സംഭവമല്ലേ പഠിച്ചത്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തൊരു കേസിൽ ഇതേപോലെ കോൺസെൻട്രേറ്റഡ് ആൽക്കലി വെയിറ്റ് ഇവിടുത്തെ പോലെ തന്നെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് ആൽക്കഹോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൽഡിഹൈഡ്സ് മാത്രം പറഞ്ഞാൽ മതി, ഇവിടെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസം. അപ്പോൾ കാനിസാറോ റിയാക്ഷൻ ആൽഡിഹൈഡ്സിന് മാത്രമേ നടക്കുള്ളൂ. ആൽഡിഹൈഡ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി. ഇവിടുത്തെ അതുപോലെ തന്നെ ഡൈല്യൂട്ട് ബേസ് ആണ്, ഇവിടെ കോൺസെൻട്രേറ്റഡ് ആൽക്കലി. ആൽക്കലിയും ബേസും തമ്മിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാക്കണ്ട. ഡൈല്യൂട്ട് ആൽക്കലി ആണ്, ഇവിടെ കോൺസെൻട്രേറ്റഡ് ആൽക്കലി ടു ഫോം ആൽക്കഹോൾ ആൻഡ് കാർബോക്സിലിക് ആസിഡ് സോൾട്ട്.
നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഉറപ്പായും ചോദിക്കും, ഞാൻ ഉറപ്പിച്ച് പറയാം. നിർബന്ധമായിട്ട് പ്ലീസ് പഠിച്ചു വെച്ചിട്ട് പോവാം. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞു. അത്രയും സെറ്റാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള അമീൻസിലേക്ക് പോവാം. അമീൻസിൽ തുടക്കത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദ വൈറ്റ് precipitate is formed when അനിലിൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. റിയാക്ട്സ് വിത്ത് ബ്രോമിൻ വാട്ടർ ഇൻ റൂം ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ അനിലിൻ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അനിലിൻ എന്ന് പറയുന്നത് നമ്മളെ ബെൻസീൻ്റെ തലയിൽ ബ്രോമിൻ പോട്ടെ NH2 ഉള്ള സംഭവത്തിനാണ് അനിലിൻ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഉണ്ടോ, ഇതാണ് അനിലിൻ എന്ന് പറയുന്നത്. ഈ അനിലിനെ പറയുന്നത് റിയാക്ഷൻ വിത്ത് ബ്രോമിൻ വാട്ടർ. അപ്പോൾ ബ്രോമിൻ വാട്ടർ എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആൽക്കഹോളിൻ്റെ ഒരു പാഠം പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവണം. ഓർമ്മ വരണം, എന്തായാലും ഓർമ്മ വരണം, കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ സംഭവമാണ്. ബ്രോമിൻ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഇത് OH ആയിരുന്നു. OHൻ്റെ കേസിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇതിൽ ഇവിടെ ഒരു ബ്രോമിൻ വന്നു, ഇവിടെ ബ്രോമിൻ വന്നു, പിന്നെ ഇവിടെയും ബ്രോമിൻ വന്നു, 3 സൈഡിൽ വന്നല്ലേ. അതേ കാര്യം തന്നെ ഇവിടെ സംഭവിക്കുക. പക്ഷേ ഈ സമയത്ത് മേലെ OHന് പകരം Br ആണ്. അത് Br തന്നെ നിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ബാക്കിയെല്ലാം മറ്റേ പോലെ തന്നെ Br2. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? 2,4,6 ട്രൈ ബ്രോമോ. സോറി, അവിടെ ബ്രോമിൻ അല്ല, ഇതേമാതിരി തരാം. ഇതിൻ്റെ പേര് 2,4,6 ട്രൈ ബ്രോമോ അനിലിൻ എന്നാണ്. ഓക്കെ, ഇതിന് അനിലിൻ എന്ന് പറയാമല്ലോ, NH2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. ബ്രോമിൻ വാട്ടർ അത് ആൽക്കഹോൾ ആണെങ്കിലും അനിലിൻ ആണെങ്കിലും ഇവിടെ എഴുതിയിട്ടുണ്ട് 2,4,6 ട്രൈ ബ്രോമോ അനിലിൻ. മറ്റേതിന് നമ്മൾ പിക്രിക് ആസിഡ് എന്ന് പറയുന്നു. 2,4,6 ട്രൈ ബ്രോമോ ഫിനോളിനെ പിക്രിക് ആസിഡ് എന്ന് പറയുന്നു. അനിലിന് അങ്ങനെ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് മുന്നോട്ട്. ഡിസ്ക്രൈബ് ഹിൻസ്ബർഗ് ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസ്. ഇതെന്താന്ന് വെച്ചാൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസ് ഉണ്ടാവുമല്ലോ. അമീൻ എന്താന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അമീൻ എന്ന് പറയുന്നത് NH2 ഉള്ള സംഭവം. അത് വേറെ ഒരു കാർബൺ CH ആയിട്ട് ബന്ധം ഉണ്ടാവും. ഓക്കെ, ഇതൊരു അറ്റാച്ച് ചെയ്തൊരു കാർബൺ ഉണ്ടല്ലോ, ആ കാർബൺ വേറെ എത്ര എണ്ണത്തിന് അറ്റാച്ച് ചെയ്തു എന്നുള്ളതാണ് മറ്റേ ഒരു പ്രൈമറി കണക്ക്. ഇതിപ്പോൾ പ്രൈമറിയാണ്. ഓക്കെ, പിന്നെ ഇത് ഇവിടെ ഇങ്ങനെയാണെങ്കിലോ, സോറി വലിയൊരു തെറ്റ് പറ്റിപ്പോയി. അങ്ങനെയല്ല, ഇതിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ NH2 ഉണ്ട്, അത് ഇങ്ങേ സൈഡിൽ CH, പിന്നെ അങ്ങോട്ട് CH, അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് എത്ര എണ്ണമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം നോക്കണ്ട. ഈ NH2 ആ NH എത്ര കാർബണായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ ഇവിടെ അത് പ്രൈമറിയാണ്. ഓക്കെ, മറ്റേ പെന്നും കൊണ്ട് തന്നെ വരയ്ക്കാം. CH NH2. അപ്പോൾ ഇവിടെ അത് നോക്കേണ്ടത് ഇത് പ്രൈമറിയാണ്, ഒറ്റ കാർബണായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇനി നോക്കിക്കോ, ഇവിടെ ഒരു CH ഒക്കെ വന്നു, പിന്നെ നടുക്കാണ് NH വന്നത്, ഇങ്ങോട്ടും ഒരു CH എന്നൊക്കെ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ നീണ്ട് പോവുക. പക്ഷേ ഇവിടെ നോക്കേണ്ട എത്ര N-ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, എത്ര കാർബണായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുണ്ട്, അപ്പോൾ സെക്കൻഡറി അല്ലേ, ഇത് സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്. ഈ ടെർഷറി നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. CH ഉണ്ടാവും, പിന്നെ ഒരു N ആയിരിക്കും ഉണ്ടാവുക, ആൻഡ് ഇവിടെ ഒരു C ഉണ്ടാവും, ഇവിടെ ഒരു CH ഉണ്ടാവും. വെയിറ്റ്. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് അഡ്മിഷന് വേണ്ടി വിളിച്ച് വെറുപ്പിക്കുന്ന ആൾക്കാർ എപ്പോഴും വിളിക്കും, അവരെ ഇതാക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ടെർഷറി ആണ്, കാരണം ഈ N 3 ആളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. NH2 തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്, അതാണ് മെയിൻ. അത് എത്ര ആളായിട്ട്? 1 ആണെങ്കിൽ 1 പ്രൈമറി, 2 ആളുമായിട്ടാണെങ്കിൽ സെക്കൻഡറി, 3 ആളുമായിട്ടാണെങ്കിൽ ടെർഷറി. ഇതാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അതിനെ എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നതാണ്. ഞാനിതൊന്ന് മര്യാദയ്ക്ക് ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. അതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൻഡ് ടെർഷറി. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതിനെങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യും? അതിനാണ് ഹിൻസ്ബർഗ് റിയേജന്റ് ഉപയോഗിക്കുന്നത്. ആ റിയേജന്റ് ഉപയോഗിച്ചുള്ള ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഹിൻസ്ബർഗ് റിയേജന്റ്? ആ പേര് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ബെൻസൈൽ തയോണൈൽ ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ പേര്. ബെൻസൈൽ സൾഫോണൈൽ ക്ലോറൈഡ് എന്നാണ് എൻ്റെ പേര്. തയോണൈൽ അല്ല, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഉറപ്പിച്ച് പഠിച്ചോളൂ. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു സംഭവം പഠിക്കും. എൻ്റെ സ്ട്രക്ചറൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇതിനെപ്പറ്റി എങ്ങനെയാണ് ആ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കുറേ നമുക്ക് എഴുതാൻ പറ്റും. എഴുതാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് എൻ്റെ കാതൽ എങ്ങോട്ട് പറയട്ടെ. പ്രൈമറി അമീൻ ആണെങ്കിൽ നമ്മൾ ഈ ഹിൻസ്ബർഗ് റിയേജന്റ് ഉണ്ടല്ലോ, അതിനെ ഈ സാമ്പിളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഏതാണോ കണ്ടുപിടിക്കുന്നത്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അറിയാത്ത അമീൻ ഉണ്ടല്ലോ, അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അമീൻ, അതിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ചേർക്കുന്നു. അപ്പോൾ റിയാക്ഷൻ നടക്കും, അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റും കിട്ടും. ആ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രൈമറി അമീൻ ആണെങ്കിൽ ആ ഒരു പ്രസിപ്പിറ്റേറ്റ് സോലുബിളിന് ആൽക്കലിയിൽ അത് ലയിക്കും, പ്രൈമറി അമീൻ ആണെങ്കിൽ. സെക്കൻഡറി അമീൻ ആണെങ്കിലും നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടും, പക്ഷേ അത് ഇൻസോലുബിളിന് ആൽക്കലി ആയിരിക്കും. ഏത് സെയിം ഹിൻസ്ബർഗ് റിയേജന്റ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും സോലുബിൾ ആൽക്കലി, എന്നത് പ്രൈമറി ആണ്. ഇൻസോലുബിൾ ആൽക്കലി, ഓക്കെ, എന്നത് സെക്കൻഡറി ആണ്. ടെർഷറി ആണെങ്കിലോ ഡു നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ്. ഹിൻസ്ബർഗ് റിയേജന്റായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, അപ്പോൾ തീരെ പ്രസിപ്പിറ്റേറ്റ് പോലും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഓർക്കണ്ടേ. ആദ്യത്തേത് സോലുബിൾ ആൽക്കലി, രണ്ടാമത്തെ ഇൻസോലുബിൾ ആൽക്കലി, മൂന്നാമത്തത് സോലുബിൾ ആണ് ഇൻസോലുബിൾ ആണെന്ന് പറയാൻ വേണ്ടി ഒരു സാധനം പോലും ഇല്ല. ഇത് ഞാൻ എവിടെ പഠിപ്പിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല അനുസരണമായിരിക്കും. പ്രൈമറിനോട് ചോദിക്കുകയാണ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടോ? ഉണ്ട്. സോലുബിൾ ആൽക്കലി ആണോ? അതെ. സെക്കൻഡറി ക്ലാസ് പഠിക്കുമ്പോൾ ചോദിക്കുകയാണ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടോ? ഉണ്ട്. സോലുബിൾ ആണോ? അല്ല, ഇൻസോലുബിൾ. ടെർഷറിനോട് ചോദിക്കുകയാണ് അവിടെ പ്രസിപ്പിറ്റേറ്റ് പോലും ഇല്ല. അതാണ് സോലുബിൾ എന്ന് ചോദിക്കാനുള്ള ഒരു അവസരം പോലും ഇല്ല. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി. ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇൻ ദ റിയാക്ഷൻ
NO2 ബെൻസീൻ, അതായത് ബെൻസീൻ്റെ തലയിൽ NO2 ഒരു സംഭവം, ഞാനത് എഴുതി കാണിക്കാം. ബെൻസീൻ NO2, ഇതിനെന്താ ചെയ്യേണ്ടത്? ഇത് H2PD ആൻഡ് എഥനോൾ, ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. ഇവിടെ കിട്ടുന്ന അനിലിനാണെന്ന് ഓർത്ത് വെക്കുക. അത് പെട്ടെന്ന് എനിക്കും കത്തിയിട്ടില്ല. സംഭവം എന്ന് പറയുന്നത് ഇത് റെഡ്യൂസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്, കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോകും, പക്ഷേ പരമാവധി പഠിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രോസസ്സിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ NO2 മാറിയിട്ട് ആ സ്ഥാനത്തേക്ക് H2 ഇല്ലേ അത് കയറി വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സ്വന്തം NH2, അഥവാ ഈ മൊത്തം സംഭവത്തിന് നമുക്ക് എന്താ പറയുക, അനിലിൻ എന്ന് പറയാം. ഇതാണ് അനിലിൻ. ഓക്കെ, NH2 മേലെ വരുന്ന ഡെറിവേറ്റീവ് ആണല്ലോ അനിലിൻ. അത്രയും പഠിച്ചു വെക്കുക. പിന്നെ അത് അത്യാവശ്യം ഓർക്കണമെന്നില്ല, എന്നാലും പഠിച്ചു വെച്ചേക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹിൻസ്ബർഗ് റിയേജന്റ് ഈസ് കെമിക്കലി, അതിൻ്റെ കെമിക്കൽ നെയിമാണ് എഴുതാൻ പറയുന്നത്. അതൊരു ബുദ്ധിമുട്ടില്ലല്ലോ, പെട്ടെന്ന് പറയാമല്ലോ. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഓക്കെ, അതിൻ്റെ റിയാക്ഷനോ അതൊന്നും ചോദിച്ചിട്ടില്ല. അടുത്ത എന്താ ചോദിക്കുന്നത്? ദ റിയാക്ഷൻ ഇൻ വിച്ച് അമൈഡ് ഈസ് കൺവേർട്ടഡ് ടു പ്രൈമറി അമീൻ ബൈ BR2 ആൻഡ് ആൽക്കോളിക് NaOH. അപ്പോൾ അമൈഡ് എന്താണെന്ന് ആദ്യം അറിയണം. അമൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CO, ഞാനിത് മറ്റേ പെണ്ണോട് CO, ഇങ്ങോട്ട് കുറേ ഗ്രൂപ്പ് വരും കേട്ടോ, CH3 CH2, അത് ഞാൻ തൽക്കാലം 6 വെച്ച് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ CONH3 എന്ന് പറയുന്ന ഒരു സംഭവം വന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ അമൈഡ് എന്ന് പറയുക. NH3 അല്ല, NH2 ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. RCONH2 അതിനെ പ്രൈമറി അമീൻ കൺവേർട്ടഡ് ടു പ്രൈമറി അമീൻ എങ്ങനെ? ബൈ BR2. ഇതിനെ ഞാൻ ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. BR2 ആൻഡ് ആൽക്കോളിക് NaOH ഉണ്ട്. അത് രണ്ടുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ റിയാക്ഷൻ നടക്കും. അതൊന്നും എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്ന് വെച്ചാൽ അത് ഭയങ്കര റിയാക്ഷനാണ്. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കാനുള്ള തന്നെയാണ്, എന്നാലും ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിയാക്ഷൻ ഇപ്പോൾ പഠിക്കുന്ന അത്ര മുതലാവില്ല. പക്ഷേ അതിൻ്റെ പേര് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. ഇതാണ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. റിയാക്ഷൻ ഇൻ വിച്ച് അമൈഡ് ഇസ് കൺവേർട്ടഡ് ടു പ്രൈമറി അമീൻ ബൈ BR2 ആൻഡ് ആൽക്കോളിക് NaOH ഇസ് കോൾഡ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അത് മനസ്സിലായെങ്കിൽ അടുത്തേക്ക് വരാം. വാട്ട് ഇസ് മെൻ ബൈ ഡയസോട്ടൈസേഷൻ? ഡയസോട്ടൈസേഷൻ എന്ന് പറയുന്ന ആൽക്കോളിൻ്റെ പാഠത്തിൽ കണ്ടിട്ടുണ്ട്, അതിൻ്റെ മുമ്പിലുള്ള ഹാലോ ആൽക്കീൻസിലുള്ള പാഠത്തിൽ കണ്ടിട്ടുണ്ട്, രണ്ടിലും കണ്ടിട്ടുണ്ട്. ഇത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഡയസോട്ടൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെ സിമ്പിളായിട്ടുള്ള നമ്മളെ ബെൻസീൻ്റെ ഒരു സംഭവം വരയ്ക്കുക. പക്ഷെ ബെൻസീൻ അല്ല കേട്ടോ, അപ്പോഴൊക്കെ മേലെ NH2 അനിലിൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് അനിലിൻ്റെ സ്വന്തം പാഠം എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, അനിലിനെയാണ് നമ്മളന്ന് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് ആണ്. നൈട്രസ് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? HCl-ഉം അതുപോലെ HNO2, HCl-ഉം HNO3 ആയിട്ടുള്ള ആ ഒരു റിയാക്ഷനാണ്. ക്ഷമിക്കണം, HCl അല്ല, NaNO2-യും അതുപോലെ നമ്മുടെ HCl-ഉം. അപ്പോൾ അവർ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഫൈനലി കിട്ടുന്നത് നമ്മളുടെ സ്വന്തം. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് 3, 2, 1 ഗോ. ഇതുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് നൈട്രസ് ആസിഡ് ആണ്. നൈട്രസ് ആസിഡ് എന്ന് പറയുന്നത് ബേസിക്കലി HNO2 ആണ്. ഇപ്പോൾ HNO2 ആണ്, HNO3 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് നൈട്രിക് ആസിഡ് എന്ന് പറയാം. സത്യം പറഞ്ഞാൽ നൈട്രിക് ആസിഡും NaNO2 കൂടിയുള്ള മിക്സ്ചറിലാണ്, അത് വെച്ചിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. HNO2 എന്ന് പറയുന്നത് ഇത് നൈട്രസ് ആസിഡാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളുണ്ടല്ലോ, അവനാണ് നമ്മൾ ഡൈഅസോണിയം ക്ലോറൈഡ്. അതായത് ഇത് കുറേ കണ്ട സംഭവം. ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ വേറെ പ്രിപ്പയർ ചെയ്യാൻ പോയി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഇത്. അപ്പോൾ അനിലിനെ HNO2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, അപ്പം ഈ സംഭവം കിട്ടുന്നു. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഡയസോട്ടൈസേഷൻ ഇസ് എ റിയാക്ഷൻ ഫോർ അരോമാറ്റിക് പ്രൈമറി അമീൻ. അരോമാറ്റിക് പ്രൈമറി അമീൻ എന്ന് പറയുന്നതാണല്ലോ നമ്മൾ അനിലിൻ. അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ബെൻസീൻ വരെ സംഭവം. അതിൻ്റെ പ്രൈമറി അമീൻ അത് തന്നെയല്ലേ അനിലിൻ, ഒറ്റ വാക്കിൽ അനിൽ എന്ന് പറയാം. അത് വിത്ത് നൈട്രസ് ആസിഡ് ജനറേറ്റ് NaNO2 ആൻഡ് HCl വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവം. ഓക്കെ, സോറി, ഞാൻ HNO2 പറഞ്ഞെങ്കിൽ ക്ഷമിക്കണേ. HCl ആണ്. HCl-ഉം NaNO2 ചേർന്നിട്ട് HNO2 ഉണ്ടാകും. ആൻഡ് ടെമ്പറേച്ചർ ഉണ്ടാകുന്നു കൊടുക്കണ്ട. ഇതാണ് ഡൈഅസോണിയം ക്ലോറൈഡ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഇസ് കെമിക്കൽ നെയിം ഓഫ് ഹിൻസ്ബർഗ് റിയേജന്റ്? പിന്നെയും ചോദിക്കുന്നു. വാട്ട് ഇസ് ഇറ്റ് യൂസ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം കൂടി പറഞ്ഞു കൊടുക്കാം. എന്താണ് ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറയുന്നത്? ബെൻസൈൽ സൾഫണൈൽ ക്ലോറൈഡ് ആണ്. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീന് വേണ്ടിയാണ്. എങ്ങനെ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളങ്ങനെ എഴുതാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയുന്നതുകൊണ്ട് ഇങ്ങനെ എഴുതി പോകാനൊക്കെ തോന്നും. പിന്നെ സമയവും കൂടി ഒന്ന് നോക്കണേ. ഞാനിപ്പോൾ എഴുതിക്കോ എന്ന് പറയുമ്പോൾ സമയം കൂടി ഒന്ന് ആലോചിക്കണം. അതായത് ഇതിന് പരമാവധി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 3 മാർക്കോ 2 മാർക്കോ ആയിരിക്കും. ആ 3 മാർക്കിനുള്ളത് ഓൾറെഡി എഴുതി കഴിഞ്ഞെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിൽ എഴുതാൻ നിൽക്കണ്ട. പിന്നെ സമയത്തിനനുസരിച്ച് മറ്റേതും കൂടി എഴുതാൻ നിൽക്കാം. വാട്ട് ഇസ് ഹിൻസ്ബർഗ് റിയേജന്റ്? പിന്നെയും ചോദിക്കുന്നു. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ഐഡന്റിഫൈ പ്രൈമറി അമീൻസ്? അപ്പോൾ അവിടെ കാര്യം പറയണം. പക്ഷേ ഇവിടെ ചോദിച്ച് പ്രൈമറി അമീൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കേസ് മാത്രം എടുത്താൽ മതി. ബെൻസൈൽ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് എടുക്കുക. പിന്നെ പ്രൈമറി അമീൻ ഫോം പ്രിസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി, കൺഫേമിംഗ് ഇറ്റ്സ് പ്രസൻസ്. പ്രൈമറി അമീന് ഒരു പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാക്കും, അത് സോലുബിൾ ഇൻ ആൽക്കലിയാണ്. ഓക്കെ, അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാഠം കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത പാഠം. യെസ്, അപ്പോൾ അതൊക്കെ സെറ്റാണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് അധികം ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു ചാപ്റ്ററാണ്. പക്ഷേ ഇതിൽ എളുപ്പമുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇത് ഇതൊരു ചോദ്യം പോലും അല്ലാണ്ട് ഞാൻ ഇതിടാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലെഗസി, ഒരു ചോദ്യം ഒന്നും ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം അത്രമാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സംഭവമാണ്. അത് എവിടെ നിന്നൊക്കെ പിടിച്ചെടുക്കണം എന്നറിയാത്തതുകൊണ്ടാണ് ഇതും കിട്ടുക. കാരണം അത്രയും ചോദ്യങ്ങൾ ഇതുന്നുണ്ട്.
എന്താണ് ഇതിൻ്റെ ഡെഫിനേഷൻ എന്നെങ്കിലും അറിഞ്ഞു നോക്കുക. കാരണം അത് ഏതെങ്കിലും തരത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിലും അതുപോലെ 2-3 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിലും വന്നാൽ എഴുതാൻ കഴിയണം. എന്താണ് മോണോസാക്രൈഡ്സ്? ഇത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കൺസിസ്റ്റിംഗ് സിംഗിൾ ഷുഗർ മോളിക്യൂൾ. അതായത് ഇതിന് കൂടുതൽ ഹൈഡ്രോളൈസിസ് നടക്കൂലാണ്. അതായത് മോണോസാക്രൈഡ്സ് കനോട്ട് ബി ഹൈഡ്രോളൈസിസ് ഫർദർ. ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് മോണോസാക്രൈഡ്സ്. പിന്നെ ഇങ്ങനത്തെ മോണോസാക്രൈഡുകൾ കൂടിച്ചേർന്നിട്ട്, അതായത് 2 മുതൽ 10 വരെ ആൾക്കാർ കൂടിച്ചേർന്ന് നിൽക്കുന്ന സംഭവത്തിലാണ് ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയുക. ഇത് കാർബോഹൈഡ്രേറ്റ്സ് മെയ്ഡപ്പ് ഓഫ് സ്മോൾ നമ്പർ, ടിപ്പിക്കലി 2 to 10 മോണോസാക്രൈഡ്സ്. അതായത് ഒളിഗോസാക്രൈഡ് നമ്മൾ ഹൈഡ്രോളൈസ് നടത്തി കഴിഞ്ഞാൽ 2 മുതൽ 10 വരെ മോണോസാക്രൈഡ് ഉള്ളിൽ നിന്ന് കിട്ടിയെന്ന് വരും. അതാണ് അവിടെ പറയുന്നത്. പിന്നെ പോളിസാക്രൈഡ് എന്ന് പറയുന്നത് 2 മുതൽ 10 ഒളിഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള 10ൻ്റെ മേലോട്ടുള്ളവരെയൊക്കെ ഞാൻ പോളിസാക്രൈഡിലാണ് പെടുത്തുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കമ്പോസ്ഡ് ബൈ മെനി മോണോസാക്രൈഡ് യൂണിറ്റ് ജോയിൻഡ് ടുഗദർ. അപ്പോൾ ആ സംഭവം നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാൻ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് റിഫ്രഷ് ആകട്ടെ. യെസ്. ഇനി അടുത്ത നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് അത് തന്നെ, വാട്ട് ഇസ് ഒളിഗോസാക്രൈഡ്? ഒളിഗോസാക്രൈഡ് എന്താണെന്ന് ആദ്യം എഴുതുക. ഗിവ് 2 എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പഠിക്കുക ഓരോന്നിനും എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ സൂക്രോസും മാൾട്ടോസും ആണ് ഇവിടുത്തെ എക്സാമ്പിൾ. ആ ഒരു എക്സാമ്പിൾ എഴുതുക. പിന്നെ ഒളിഗോസാക്രൈഡ് ടിപ്പിക്കലി എന്താണെന്ന് ഇങ്ങോട്ട് എഴുതുക. അത്രയും മതി. ഒളിഗോസാക്രൈഡ്സ് കാർബോഹൈഡ്രേറ്റ്സ് ദാറ്റ് ഈൽഡ് 2 to 10 മോണോസാക്രൈഡ്സ്. നിങ്ങളേതായ ഭാഷയിൽ എഴുതുക. അർത്ഥം മനസ്സിലായാൽ മതിയല്ലോടാ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. സൂക്രോസ് ആൻഡ് മാൾട്ടോസ് ഇസ് എക്സാമ്പിൾ. ഇനി വിച്ച് ഈസ് ദ ഫോളോയിങ് ഇസ് ബേസിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസസ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ RNA. RNA എന്ന് പറയുന്നത് നമുക്കറിയാലോ റൈബോക്സി ന്യൂക്ലിക് ആസിഡ്. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ഇത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് മറ്റേ DNA. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇവരൊക്കെ DNA ഉള്ള ആൾക്കാരാണ്. പക്ഷെ RNAയിൽ തൈമിന് പകരം യൂറാസിൽ കയറി വരുന്നു. അപ്പോൾ ഇതിൽ ഏതാ ഇല്ലാത്തതെന്ന് വെച്ചാൽ തൈമിന് പകരമാണല്ലോ യൂറാസിൻ കയറി വരുന്നത്. തൈമിൻ, കാരണം അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യൂറാസിൽ ഇവരെല്ലാവരും നമ്മൾ RNAയിലുള്ള ആൾക്കാരാണ്. ഇല്ലാത്തവൻ തൈമിൻ. ഓക്കെ, അതാ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. റെഡി അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നല്ല ലാഗ് ആവുന്നുണ്ടല്ലോ, വലിയ സ്ലൈഡായി തോന്നുന്നു. ഓക്കെ, ശരിയെന്ന് വിചാരിക്കുന്നു. ഇനി വിച്ച് എമംഗ് ദ ഫോളോയിങ് വിറ്റാമിൻസ് ഈസ് വാട്ടർ സോല്യൂബിൾ? അപ്പോൾ അതിന് ഞാൻ അന്നൊരു ട്രിക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫാറ്റ് സോല്യൂബിൾ ആയിട്ട് എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്നത് A ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. അയ്യോ, B പോലെ ഉണ്ടല്ലോ ഇത് കാണാൻ. A ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. ADEK. അപ്പോൾ ഇതെങ്ങനെ പഠിക്കുക? അടക്ക്. ADEK അടക്ക്. അടക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി ബാക്കിയുള്ളവരാരാ? ബിയും സിയും മാത്രമല്ല, A, B, C, D. ബാക്കിയുള്ള ഇമാരത്തിനാണ്. അവരെന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ ആണ്. വാട്ടർ. ഓക്കെ, അങ്ങനെയാണ് അത് പഠിച്ചു വെച്ചത്. അങ്ങനെ പഠിച്ചു വെച്ചതിൻ്റെ ഗുണം എന്താ? ഇവിടെ ചോദിക്കുന്നുണ്ടല്ലേ, വിച്ച് എമംഗ് ദ ഫോളോയിങ് വിറ്റാമിൻസ് ഈസ് വാട്ടർ സോല്യൂബിൾ? ബിയും സിയും ഉള്ളത്. ഇതിലാരാളെ B. അപ്പോൾ ബിക്ക് ശരിയിടുക, മുന്നോട്ട് പോവുക. അത് വേറെ സമയത്ത് ആവശ്യം വരും. അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. വിച്ച് വിറ്റാമിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് കോട്ടിങ്? അത് നിങ്ങൾ കാണാപ്പാടം തന്നെ പഠിച്ചു വെക്കണം. K ആണ്. വിറ്റാമിൻ K ഉണ്ടല്ലോ, ഇതാണ് ബ്ലഡ് കോട്ടിങ്ങിന് കാരണം. കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ചോര കട്ട പിടിക്കണമല്ലോ. ആ ഒരു സമയമൊക്കെ തീരുമാനിക്കുന്ന Kൻ്റെ അളവാണ്. ഈ ഒരു K കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും രക്തം കട്ട പിടിക്കാൻ. അതൊക്കെ രോഗമായിട്ടാണ് പറയുന്നത്. വിച്ച് വിറ്റാമിൻ? ഒക്കെ K. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഡെഫിനൻസി വിറ്റാമിൻ കോസസ് സ്കർവി? ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് സ്കർവി ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു ഷോർട്ട് കട്ട് പറയാം. C, വിറ്റാമിൻ C. സ്കർവി എന്ന് പറയുന്നത് വിറ്റാമിൻ C ആണ്. അത് വേറെ ട്രിക്കൊന്നും വേണ്ട, അങ്ങ് പഠിച്ചാൽ മതി. വിറ്റാമിൻ C ആണ് സ്കർവി ഉണ്ടാക്കാനുള്ള കാരണം. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരാണ്? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എമംഗ് ദ ഫോളോയിങ് ഈസ്. ഇതിൽ വേണ്ടാത്തവരാരാന്ന്? ഇത് എനിക്ക് ലോജിക്കലി ഒന്നും പറയാനുള്ള ഒരു തരത്തിലുള്ള വഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഗ്ലൈസിനാണ് ഇവിടുത്തെ ആൻസർ. അതിപ്പോൾ നിങ്ങൾ കാണാപ്പാടം പഠിക്കാല്ലാണ്ട് ഒരു തരത്തിലുള്ള നിവൃത്തിയില്ല. എന്താ ചെയ്യുക? പഠിക്കുക. പിന്നെ നെയിം എ ഫാറ്റ് സോല്യൂബിൾ. ഓക്കെ, സോറി, ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചത്. ആൻഡ് വാട്ട് ഡിസീസ് ഇറ്റ് കോസ്ഡ് ബൈ ഇറ്റ്സ് ഡെഫിഷ്യൻസി? അതായത് നമ്മളൊരു വിറ്റാമിൻ അത് പറയണം ഫാറ്റ് സോല്യൂബിൾ ആയിരിക്കണം. ഫാറ്റ് സോല്യൂബിൾ നമുക്കറിയാം AD ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. ഇതിൽ ഏത് വേണേൽ നമുക്ക് പറയാം. പക്ഷേ പറയുന്നതിൻ്റെ ഒരു രോഗവും പറയണമല്ലോ. അപ്പോൾ അത് ഏതിൻ്റെയാണ് ഇന്ന് രോഗം എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നെയിം ദ എൻസൈം ദാറ്റ് കൺവേർട്ട് സൂക്രോസ് ടു ഗ്ലൂക്കോസ്. അത് നമ്മൾ ഈ പാഠത്തിൽ മാത്രമല്ല പല പാഠത്തിലും കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. A ആണെങ്കിൽ നമുക്ക് അതിൽ സീറോഫ്താൽമിയ എന്നൊക്കെ പറഞ്ഞൊരു രോഗം ഉണ്ടാകുന്നുണ്ട്. പിന്നെ D ആണെങ്കിൽ എന്തോ ഒരു ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, റിക്കറ്റ്സ് ഓർ ഓസ്റ്റിയോമാൽസിയ. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചു വെക്കുക. ഇൻക്രീസ്ഡ് ക്ലോട്ടിങ് ടൈം ഉണ്ടാവുന്നുണ്ട് Kൻ്റെ പ്രശ്നം കാരണം. അത് ഹീമോഫീലിയ എന്നാണ് പറയുക. ഓക്കെ, കുറേ ചില പേര് മുറിഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും രക്തം ഒന്ന് കട്ട പിടിക്കാൻ. അതൊക്കെ ഒരു രോഗം കേട്ടോ. അയ്യോ. പിന്നെ C ആണെങ്കിൽ അത് വാട്ടർ സോല്യൂബിൾ അല്ല, ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. C എന്ന് പറയുന്നത് അല്ല, വാട്ടർ സോല്യൂബിൾ ആണ്, ഫാറ്റ് സോല്യൂബിൾ അല്ല. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ രോഗം എന്ന് പറയുന്നത് സ്കർവിയാണ്. ഓക്കെ, പഠിച്ചു വെക്കുക. പിന്നെ ADEK ആണ് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള. അപ്പോൾ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ്. പിന്നെയുള്ള ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇതിൻ്റെ എന്തെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു തരത്തിൽ, എങ്ങനെ എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ
ഇത് ഡി എൻ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് എഴുതാനോ എന്തെങ്കിലും ഒരു തരത്തിൽ ഉറപ്പായിട്ടുണ്ടാവും. ഇത് ചോദിക്കാത്തൊരു പരീക്ഷ ഉണ്ടോ? കുറവാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ഇത്. മറ്റേതാണെങ്കിലോ റൈബോ ന്യൂക്ലിക് ആസിഡ് RNA. ഇത് ഡിയോക്സിയും കൂടി വരുന്നതുകൊണ്ട് DNA. പിന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ഡിയോക്സി റൈബോസ് ഷുഗർ. ഇതിലുള്ള ഒരു പഞ്ചസാര എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആണ്. പിന്നെ ഇതിനുള്ളതാണെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇറ്റ് കണ്ടെയ്ൻസ് റൈബോ ന്യൂക്ലിക് ആസിഡ്, റൈബോസ് പഞ്ചസാര എന്ന് പറയാം. ഇറ്റ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. അതൊന്നും പഠിക്കണമെന്നില്ല. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഇറ്റ് ഡബിൾ സ്റ്റാൻഡ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പണ്ടേ പഠിക്കുന്ന ആ ഒരു സംഭവമില്ലേ, ഇങ്ങനെ 2 വരിയുള്ള അതാണിത്. RNA എന്ന് പറയുന്ന ഒറ്റ വരിയാണ്. അത് രണ്ടും പഠിച്ചു വെക്കാം. പിന്നെ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിനാണ്. സൈറ്റോസിൻ ആൻഡ് തൈമിൻ. ഓക്കെ, ഇവിടെയുള്ള അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിലാണുള്ളത്. ആ ഒരു വ്യത്യാസം വെച്ച് പഠിച്ചത്. രണ്ടും പഠിക്കുക. ഇതിൽ തൈമിൻ, ഇതിൽ യുറാസിൻ എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാം റെഡി ആയിക്കോളും. അതോടെ നമ്മളെ എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ കഴിയുകയാണ്. പക്ഷേ കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ ന്യൂമറിക്കൽ വരുന്നുണ്ട്. അതിന് പറയാനുള്ളത് ഇത്രയും ചാപ്റ്ററുകൾ കണ്ടല്ലോ. അപ്പോൾ കണ്ടിട്ട് സംശയമുള്ളതിൻ്റെയാണ് ഷുവർ പാർട്സ് നോട്ട് കാണുക, അതുപോലെ വീഡിയോ കാണുക, പിന്നെ ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മറ്റ് കൂടുതൽ കിട്ടുന്ന എത്രത്തോളം കിട്ടുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക. അതിലൊന്നും ഒരു കുറവും കാണിക്കണ്ട. അങ്ങനെയാണെങ്കിൽ കുറേ പേര് പറഞ്ഞത് കാരണം നമുക്കിനി ന്യൂമറിക്കൽസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ന്യൂമറിക്കൽസ് എന്ന് പറയുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. കൂടുതൽ എന്ന് പറയാൻ ഓർഗാനിക്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് ന്യൂമറിക്കൽസ് എല്ലാം ഉള്ളത് ആ ഇനോർഗാനിക് എന്നുള്ള കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, അതായത് ഇന്നത് പഠിച്ചാൽ കൺസെപ്റ്റ് മനസ്സിലാവുന്നുള്ളതെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. ഇത് സൊല്യൂഷൻ എന്നുള്ളൊരിതാണ്. അപ്പോൾ ദ വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ ലിക്വിഡ്സ് A and B ആർ 60 mmHg ആൻഡ് 800 mmHg. ഓക്കെ, 600 ആണ് ഇത് റെസ്പെക്റ്റീവ്ലി. ഇഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് B ഇൻ ദ സൊല്യൂഷൻ ഈസ് 0.6. ഓക്കെ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ. അപ്പോൾ ആദ്യം എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നൊരു ഐഡിയ വേണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേപ്പർ പ്രഷറാണ്. വേപ്പർ പ്രഷർ ഓഫ് ടോട്ടൽ ആ ഒരു സൊല്യൂഷൻ്റെ. അപ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ വേപ്പർ പ്രഷർ ഓഫ് വി അല്ല, നമ്മൾ പ്രഷർ Pയിലല്ലേ എഴുതാറ്. ഓക്കെ, അങ്ങനെ തന്നെ എഴുതിയേക്കാം. P ടോട്ടൽ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് PA + PB. അപ്പോൾ PAയും PB ആണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടോ? അത് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റി 600ഉം 800 എന്ന് പറയുന്ന എൻ്റെയും ബിൻ്റെയും പ്യുവർ ആയിട്ടുള്ള അവസ്ഥയിലുള്ളത്. അതായത് PA നോട്ടും PB നോട്ടും ആണ് തന്നിട്ടുള്ളത്. PB നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്യുവർ അവസ്ഥയിലായിരിക്കുമ്പോൾ അതിൻ്റെ എന്താണോ അതിൻ്റെ വേപ്പർ പ്രഷർ അതാണിത്. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്, അത് സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ള വേപ്പർ പ്രഷർ വേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റാവോൾസ് ലോ വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. PA എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് PA നോട്ട് ആയിരിക്കും. മോൾ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ PAൻ്റെ വാല്യൂ കിട്ടും. ഇപ്പോൾ PB ആണെങ്കിൽ പറയണ്ടല്ലോ, അതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് A കിട്ടുമോ എന്ന് നോക്കണം. നമുക്കിന്ന് ഇവിടെ എഴുതി വെക്കാം. ഞാൻ എന്നിട്ട് എഴുതുന്നുണ്ടേ. PA നോട്ട് A + PB നോട്ട് B. എഴുത്തിങ്ങനെ ആയിപ്പോയി ഒന്നും വിചാരിക്കില്ലേ. അത്ര എഴുതി കഴിഞ്ഞു. ഇനി PA നോട്ട് അതെനിക്കറിയാം 600 ഉണ്ട്. പക്ഷേ അത് A നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ചോദ്യത്തിലേക്ക് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമുക്ക് ഒരു മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് B തന്നിട്ടുണ്ട്. B എന്ന് പറയുന്നത് 0.6 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് രണ്ടാമത്തെ ഈ ഒരു PBൻ്റെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. PB നോട്ട് 800 ആണ് നമുക്കറിയാം. ഇൻറ്റു ഈ ഒരു മോൾ ഫ്രാക്ഷൻ ഓഫ് B എന്ന് പറയുന്ന 0.6 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഭാഗം കിട്ടും. പക്ഷേ ഈ ഭാഗത്തുള്ള A മാത്രം എനിക്കറിയില്ല. പക്ഷെ അവിടെ നമ്മൾ ഒരു റിലേഷൻ ഉപയോഗിക്കും. എന്ന് വെച്ചാൽ A ആണ്, ഇത് ലാംഡല്ല. A + B ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം അതിന് പോകാൻ പറ്റുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് 1 തന്നെ കിട്ടണം. ഇത് രണ്ടും കൂട്ടിയ 1 ആണ്. ഇതെന്ന് പറയുന്നത് 0.6 ആണ്. അപ്പോൾ എനിക്ക് A കണ്ടുപിടിച്ചൂടെ? A എന്ന് പറയുന്നത് ഈ ഒരു 1-ൽ നിന്ന് B കുറച്ചതാണ് അല്ലേ. ഈ സംഭവത്തിന് നേരെ അങ്ങോട്ട് എടുത്തുകൊണ്ടുപോയി, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. B ഇതാണ്. അപ്പോൾ A എന്ന് പറയുന്നത് ഇവിടെ 1 - 0.6 ആയിരിക്കും. അതെന്ന് പറയുന്നത് കാൽക്കുലേറ്ററിന് അടിച്ചെടുക്കാം. പക്ഷേ ഇതൊക്കെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. 0.4. ഓക്കെ, 0.4 ആണ് Aൻ്റെ വാല്യൂ മനസ്സിലായി. ഇനിയിപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോയി. 600 ഇൻറ്റു ഒരു 0.4 പിന്നെ പ്ലസ് 800 ഇൻറ്റു 0.6. ഇത് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് പ്രശ്നം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ മാനുവലായിട്ട് കാൽക്കുലേറ്ററിൽ ആയിരിക്കും അടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വാല്യൂ തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ഒരെണ്ണം ഗുണിക്കാൻ കൊടുക്കും, എന്നിട്ട് +800 എന്ന് പറയുമ്പോൾ അത് ആദ്യം അവരിങ്ങ് ചെയ്യും. പിന്നെയാണ് ഈ ഇൻറ്റു ഒക്കെ ചെയ്യാൻ പോവുക. അങ്ങനത്തെ അത്രയും സ്മാർട്ട് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിന് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് അങ്ങോട്ട് കൊടുക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇത് തമ്മിൽ ഗുണിച്ച് കൂട്ടലല്ലേ നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഗുണിക്കലിൻ്റെ മുമ്പിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് പ്ലസ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായാലും കറക്റ്റ് വാല്യൂ വരുള്ളൂ. എത്ര 1.8 സംതിങ് എന്തോ വരും തോന്നുന്നു. അല്ല സോറി, അത് വേറെ ചോദ്യം. ഇത് 700 mmHg വരും, 720 mmHg വരും. പ്രഷറല്ലേ, അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കിട്ടും. ഇതേ യൂണിറ്റ് തന്നെ ഇവിടെയുള്ള അതേ യൂണിറ്റ് തന്നെ ഇവിടെയും കൊടുക്കുക. യൂണിറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വാല്യൂ ശരിയായാൽ മതി. ഇതാണ് ഒരു ചോദ്യം.
ഇതിനെ ഞാൻ പറയുന്നത് ഇതൊരു ലെവൽ 1 ക്വസ്റ്റ്യൻ ആണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് കിട്ടുന്നൊരു സംഭവം. അടുത്ത നോക്കാം, ഇതും സൊല്യൂഷൻ്റെ ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ് എ ആൻഡ് ബി 600. എൻ്റെ അമ്മോ തലച്ചെന്തോ പറ്റിയെന്ന്. കാൽക്കുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ 0.1 ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കേണ്ട ഓസ്മോട്ടിക് പ്രഷറാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പൈ ഈസ് ഈക്വൽ ടു CRT. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇതിൻ്റെ ഓരോ സംഭവം എന്ന് വെച്ചാൽ പൈ എന്ന് പറയുന്ന പ്രശ്നത്തെ തന്നെ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് മറ്റേതല്ല, പൈ ആ വാല്യൂ തന്നെയല്ല. പിന്നെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ മൊളാരിറ്റിയിൽ തന്നിട്ടുണ്ട്, ഇത് തന്നെയാണ് ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, അത് ചിലതിൽ 8.314 ഒക്കെ എടുക്കാറുണ്ട്, പക്ഷേ ഇവിടെ 0.081 എടുക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ലിറ്റർ പെർ അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതിൽ തന്നെ എടുത്തോ, ഇതിൽ തന്നതിൽ തന്നെ എടുത്താൽ മതി. പിന്നെ ടെമ്പറേച്ചർ ഇതാ 27 ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുണ്ട്. ഇനി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നമുള്ളൂ, വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. അപ്പോൾ സി എന്ന് പറയുന്നത് 0.1 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 0.081. പിന്നെ ആർ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കെൽവിനിലാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ ടെമ്പറേച്ചർ എപ്പോഴും കെൽവിനിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ 20 അതിനെനിക്ക് കെൽവിൻ എങ്ങനെ മാറ്റുക, ടെമ്പറേച്ചർ കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ 27ൻ്റെ കൂടെ ഒരു 273 കൂട്ടിയാൽ മതി. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന വാല്യൂ ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് തരാം 300 ആയിരിക്കും. അപ്പോൾ 300 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തിട്ട് ഞാൻ ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ പ്രഷർ ആയിരിക്കും. ആ പ്രഷർ എത്ര ATM ആണെന്ന് എഴുതാം, ഇതാ 2.46 ATM. ജസ്റ്റ് ചെയ്താൽ മതി. നോക്കി ഇവിടെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് CRT. സി ഇത് 60, ടി എന്ന് പറയുന്നത് ഈ 27 + 273. അപ്പോൾ ചെയ്യുന്നത് കിട്ടുന്നത് എല്ലാം കൂടി ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഇത്. ATMലായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ലെവൽ 1 തന്നെയാണ്, പക്ഷേ ലെവൽ 1 to 2 നിൽക്കും. കാരണം അവിടെ ഒരു കൺവേർഷൻ വരുന്നുണ്ട്. 27 ഡിഗ്രി പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തെറ്റ് പറ്റും. അതാണ് അവിടുത്തെ ഒരു ചെറിയൊരു ചലഞ്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ളൊരു ചോദ്യം തന്നെ, എപ്പോഴും വരാറുള്ള കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൽ പറയുന്നത് എന്താണ്, 0.4 gram ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ് ഇൻ 20 gram ഓഫ് ബെൻസീൻ. ഓക്കെ, ദ ഫ്രീസിംഗ് പോയിന്റ് ലോവേർഡ് ബൈ ഇത്രയും കെൽവിനിലേക്ക്. അപ്പോൾ KF ഓഫ് ദ ബെൻസീൻ, KF എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് തന്നിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട് കാൽക്കുലേഷൻ്റെ. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. അതായത് ഇവർ പറയുന്നത്രേ ഉള്ളൂ, ഒരു സൊല്യൂട്ട് അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു സൊല്യൂട്ടാണ്, അതിനെ നോൺ ഇലക്ട്രോലൈറ്റ് ഒരു സൊല്യൂട്ടാണ്. അത് സംഭവത്തിനെ ഞാൻ ബെൻസീൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അപ്പോൾ അതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുമല്ലോ, റിലേറ്റീവ് ലോവറിംഗ് ഇൻ ബോയിലിംഗ് പോയിന്റ് കാണിക്കുമല്ലോ. ഇത് ഫ്രീസിംഗ് പോയിന്റ് ആണല്ലേ, റിലേറ്റീവ് ലോവറിംഗ് ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ആ ഒരു ഫ്രീസിംഗ് പോയിന്റ് അതിൻ്റെ കുറയും. സാധാരണ രീതിയിൽ ഒരു ടെമ്പറേച്ചറിലാണ് കുറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കുറയും. അത് എത്രയ്ക്ക് കുറഞ്ഞു എന്ന് നമുക്കറിയില്ല, പക്ഷേ 0.75 വെച്ചിട്ടാണ് കുറഞ്ഞെന്നറിയാം. ഒറിജിനൽ ഉണ്ടായിരുന്നതിന് 0.75 ആ വ്യത്യാസം ഉള്ളതെന്നറിയാം. പിന്നെ അറിയുന്നത് 0.4 gram ആണ് ആ നോൺ ഇലക്ട്രോലൈറ്റ് ഇട്ടത്. പിന്നെ 20 gram ബെൻസീൻ ഓൾറെഡി ഉണ്ടായിരുന്നു, വേറെ ആ ഒരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ റിലേഷൻ എഴുതാം എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഇപ്പോൾ ΔT ആണ്, TF ആണ് നമുക്ക് ഇതെന്ന് അറിയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടെന്നറിയാം, KF ഒരു കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്, ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, അങ്ങനെ കുറേ പേരിൽ പറയുന്ന സംഭവം. ഇത് ഇൻറ്റു നമുക്ക് ഗിവൺ മാസ് ഓഫ് എന്താണോ സംഭവം ഇടുന്നത്, അത് ഞാൻ W2 വെച്ച് സൂചിപ്പിച്ചു എന്ന് വിചാരിച്ചു. എന്താണോ ഇടുന്നത്, ഇപ്പോൾ 0.4 grams ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് ഇടാറുണ്ട്, അപ്പോൾ അതാണ് അവിടുത്തെ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഹരിക്കുക. അതാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, മോളാർ മാസാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യണം, അതിലേക്ക് ഞാൻ വരാം. ഇൻറ്റു 1000, ഓക്കെ, ഡിവൈഡഡ് ബൈ W1, അതായത് ഒറിജിനലി അത് എത്ര ബെൻസീൻ, അതായത് ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്നതാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മളെല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതാ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അല്ല, ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് വരട്ടെ, നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഈ MM മോളാർ മാസിലെ അതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആണെങ്കിൽ ഇതിനെ എനിക്ക് താഴോട്ട് കൊണ്ടുവരാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ വെയിറ്റ് ഇങ്ങോട്ട് ഞാൻ ഇതിനെ കൊണ്ടുവന്ന് ഇത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ആയി, KF ഉണ്ടാവും, ഓക്കെ, ആൻഡ് W2 ഉണ്ടാവും, ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ MM പകരം ഇവിടെ ΔTF ആവും, ഇൻറ്റു 1000 ബൈ W1. അവിടെ ഒന്നും ഒരു വ്യത്യാസമില്ല, പക്ഷേ ഇങ്ങോട്ട് പോയ ആളുടെ അവിടെ MM ഇപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ MM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയല്ലോ, മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയല്ലോ. ഇനി ഡയറക്റ്റ്ലി ചെയ്യാൻ കൊടുത്താൽ മതി, എല്ലാ വാല്യൂ ഇതിലുണ്ട്. ഒരു അറേഞ്ച് ചെയ്യൽ മാത്രമാണ് ഇതിലെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം, അത്ര ചലഞ്ചിങ് അല്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ KF എന്ന് പറയുന്നത് 5.12 ഇൻറ്റു W2 എന്ന് പറയുന്നത് 0.4, ΔTF എത്രയാണ് 0.75. അത് ഡെൽറ്റ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ലോവേഡ് ആയി ഇരുന്നല്ലേ പറയുന്നത്, അപ്പോൾ അത് കൊടുക്കുക. പിന്നെ 1000 ഡിവൈഡ് ബൈ 20 grams. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാൽക്കുലേഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ എത്ര വരും, 50 വരും, 975.73. അപ്പോൾ അവസാനം കാൽക്കുലേഷൻ എല്ലാം കിട്ടുന്നത് നമുക്ക് ഇത്രയായിരിക്കും.
ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം ബ്രാക്കറ്റിലിട്ടിട്ട് തന്നെ ചെയ്തോ, അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യോ. അത് പറ്റില്ലെങ്കിൽ ബ്രാക്കറ്റിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒന്ന് വായിക്കട്ടെ. ഇതാ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ബ്രാക്കറ്റ് അങ്ങ് ഇടുക. എന്നിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ആ സംഭവം ഒറ്റ റോയിൽ അങ്ങ് ഹരിക്കുക. ഓക്കെ, കാൽക്കുലേറ്ററിൽ അത് ഇടുക. 5.12 ഇൻറ്റു 0.4 ഇൻറ്റു 1000 ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഹരിണ ചിഹ്നം ഇടുക. എന്നിട്ട് ഈ അടിയത്തെ സംഭവം അതും ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ അങ്ങ് ഇട്ട് വെക്കുക. അത് തമ്മിൽ ഗുണിക്കലാണ്. ഇത് തമ്മിൽ ഗുണിക്കലാണ്, അത് ഗുണിക്കില്ലേ. അതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഫൈൻ്റെ ഒരു വാല്യൂ കിട്ടുമല്ലോ. അത് 136 സംതിങ് ആയിരിക്കും. ഇതായിരിക്കും കറക്റ്റ് തന്നെ കിട്ടും. പിന്നെ പരമാവധി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതൊന്നും വരാതെ, അതായത് 60 അങ്ങനത്തെ കറക്റ്റ് ഇൻറ്റീജറൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ വാല്യൂ ഒക്കെ ഭൂരിഭാഗം സമയം ശരിയായിരിക്കും. എന്ന് വെച്ച് ഇങ്ങനെ വന്നു വെച്ച് തെറ്റല്ല, പക്ഷേ ഇങ്ങനെ വന്നാന്ന് വെച്ചാൽ അത് കൂടുതലും ശരിയാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഇതൊരു ലെവൽ 2 തന്നെയാണ്. ഓക്കെ, 3 എത്തിയിട്ടില്ല. 3 എത്തിയത് എൻ്റെ പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കാം. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇതിൽ ഈ ഒരു സെൽ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ നോട്ട് സെല്ല്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഈക്വൽ ടു ഈ നോട്ട് കാഥോഡ് ഒരു കാഥോഡ് ഉണ്ടാവില്ലേ, മൈനസ് ഈ നോട്ട് ആനോഡ്. അപ്പോൾ ഇതിൽ കാഥോഡ് ഏതാ ആനോഡ് ഏതാ നമുക്ക് രണ്ട് വാല്യൂ തന്നിട്ടുണ്ടാവും, കാഥോഡ് ഏതാണ് ആനോഡ് ഏതാണെന്ന്. പക്ഷേ അതിൽ ഏതാണ് കാഥോഡ് ഏതാണ് ആനോഡ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഹരിക്കാനൊന്നും പറ്റില്ല. അതിനു വേണ്ടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. മിക്കവാറും സമയത്ത് കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും, ഭൂരിഭാഗം സമയത്തും കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആദ്യം കൊടുത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ 3 4 മൈനസ് ഈ നോട്ട്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡല്ലേ, മൈനസ്. എന്നിട്ട് അടുത്ത് ഞാൻ എഴുതുമ്പോൾ നോക്ക് അവിടെ തന്നെ ഒരു മൈനസ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ -0.76 എഴുതണ്ടേ. അതായത് ഇത് രണ്ടും കൂടിയിട്ട് പ്ലസ് ആവും. 0.34 പ്ലസ് 0.76 എന്ന് വരും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 1.1 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 വോൾട്ട് എന്ന് പറയുന്നത് ഗാൽവാനിക് സെല്ലിൻ്റെ, പ്രത്യേകിച്ച് ഡാനിയൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യലാണ്. ഡാനിയൽ സെല്ലിൻ്റെ ആൾക്കാർ തന്നെ ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അന്ന് കിട്ടിയത്. ഞാനത് പറഞ്ഞിരുന്നു, ഇത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടിയെന്ന് കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞില്ലേ, അത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കുറച്ച് കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എഴുതുന്നതിൻ്റെ വൃത്തി ഭയങ്കര ഷോക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ എഴുതിയെന്നേ ഉള്ളൂ. ഇത് തന്നെ നോക്കി പഠിച്ചാൽ മതി. അതിൽ ഇതേ സ്റ്റെപ്പ് തന്നെ കൊടുത്തിട്ടില്ലേ. യെസ്. പിന്നെ സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ്. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം, നമുക്ക് കാൽക്കുലേഷനാണ് വേണ്ടത്. ഫാരഡേസ് ലോ എന്താണെന്ന് അറിയില്ലേ? അതായത് നമ്മുടെ വെയിറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ഒരു ഇലക്ട്രോഡിൽ അങ്ങനെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് പാസ്ഡ് ത്രൂ ഇറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എ സൊല്യൂഷൻ ഓഫ് NiNO3 twice ഈസ് ഇലക്ട്രോലൈസ്ഡ് യൂസിങ് 5 ആംപിയർ ഓഫ് കറണ്ട് ഫോർ 20 minutes. ഹൗ മച്ച് Ni ഈസ് ഡെപ്പോസിറ്റഡ് എന്ന് വെച്ചാൽ ഇവരൊരു കണ്ടെയ്നർ എടുത്തത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്നിട്ട് അതിലേക്ക് കുറേ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തപ്പോൾ കുറേ NiO3 ഇവിടെ നിക്കൽ ഇവിടെ ഡെപ്പോസിറ്റായി. എത്ര എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര കറണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്, എത്ര സമയത്തെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഞാനത് വേണമെങ്കിൽ ഒന്ന് ഡിറൈവ് ചെയ്യുന്ന തരത്തിൽ കാണിച്ചു തരാം. അത് നമ്മുടെ ആ ഒരു വെയിറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്, നമുക്ക് ഈ ഒരു ലോ ഒന്ന് മനസ്സിലാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q എന്ന് പറയുന്നത് എന്താ, Q എന്ന് പറയുന്നത് എന്താന്ന് പോട്ടെ. ആദ്യം നമുക്ക് കറണ്ട് എന്താന്ന് നോക്കാം. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ചാർജ് പെർ യൂണിറ്റ് ടൈമാണ് അല്ലേ. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ I × T അല്ലേ. Q കിട്ടണമെങ്കിൽ Qന് ഇങ്ങോട്ട് വന്ന് I × T ഗുണിക്കലാവൂലേ. അപ്പോൾ എനിക്ക് ഇവിടെ എഴുതാം എന്ത്, W = ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IT എന്ന് പറയുന്നത്. അത് Q തന്നെയാണ്. അപ്പോൾ കറണ്ട് × ടൈം ആയില്ലേ, അത് എൻ്റെ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെന്താ, വർക്കല്ല വെയിറ്റ് ഈ ഈക്വൽ ടു ഇട്ടിട്ട് ഞാൻ ZIT എന്ന് ഇടുന്നു. ഓക്കെ, ഈക്വൽ ടു ആണിത്, ഈക്വൽ ടു ZIT എന്ന് ഇടുന്നു. ഈ Z എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചത്. ആ ഒരു കോൺസ്റ്റൻ്റ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്നൊക്കെ പറയും. ഈ ഒരു സംഭവത്തിനെ ഞാൻ തൽക്കാലം മാറ്റിയിട്ട് എന്താക്കുന്നു, E/Z എന്ന് അങ്ങോട്ട് എഴുതുന്നു. E/Z അല്ല, E/F എന്ന് എഴുതുന്നു. F എന്ന് പറയുന്ന ഫാരഡേസ് കോൺസ്റ്റൻ്റ്, അത് മറ്റൊരു കോൺസ്റ്റൻ്റ്. ആൻഡ് I × T അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ എന്ന് പറയുന്നത് ഇത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ആണ്. ആ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റിനെ എനിക്ക് മോളാർ മാസ് ഡിവൈഡഡ് ബൈ N ഫാക്ടർ N എന്ന് എഴുതാം. ഈ N എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് എന്നാണ്. പിന്നെ F അവിടെ തന്നെ ഓൾറെഡി ഉണ്ട്. പിന്നെ മോളാർ മാസിന് ഞാൻ ഈ MM എന്ന് എഴുതുന്നതിന് പകരം ജസ്റ്റ് M എന്ന് മാത്രം എഴുതാം. ഓക്കെ, പിന്നെ IT അങ്ങനെ തന്നെ ഉണ്ട്. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇതാണ് എനിക്ക് കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ടത്. എനിക്കറിയാം ബുദ്ധിമുട്ടാണ്, പഠിക്കേണ്ടവർ മാത്രം പഠിച്ചാൽ മതി. കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധമൊന്നുമില്ല പഠിക്കാൻ. നിങ്ങൾ മറ്റേ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കെത്തും. പിന്നെ അത് പറഞ്ഞുകൊണ്ട് ചെയ്തെന്ന് മാത്രം. MIT/NF ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ ഓരോന്നിന് വാല്യൂ കൊടുത്തു നോക്കാം. M മോളാർ മാസ്, ഓൾറെഡി മോളാർ മാസ് ഓഫ് ദ നിക്കൽ ഇത് അവിടെ തന്നിട്ടുണ്ട്.
അതോടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ കറണ്ട് I അത് തന്നിട്ടുണ്ട്, ഞാനിവിടെ കൊടുത്തു നോക്കട്ടെ. ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തത്. മോൾ മാസ് 58.7 ഇൻറ്റു കറണ്ട് 5 ആംപിയർ, 5 ഇൻറ്റു ടൈം അവിടെ ശ്രദ്ധിക്കണേ, കാരണം ഇവിടെ 20 മിനിറ്റിലാണ് തന്നിട്ടില്ല. നിങ്ങൾക്ക് ഊഹിച്ചറിയാലോ, 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 60 സെക്കൻഡ് അല്ലേ? അത് മനസ്സിലായില്ലേ? 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് എന്ന് പറയുന്നത് 20 ഇൻറ്റു 60 സെക്കൻഡാണ്. കൺവേർഷൻ അവിടെ നടത്തിയിട്ടുണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ 20 ഇൻറ്റു 60, 20 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1200 വരും അല്ലേ? അത് തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഡിവൈഡഡ് ബൈ NF ആണ്. ഇവിടുത്തെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണ്. മിക്കവാറും കേസിൽ അത് 2 ആയിരിക്കും. ഇവിടെ അതെങ്ങനെയാണ് ഉറപ്പിക്കാന്ന് പറ്റിയെന്ന് വെച്ചാൽ നിക്കൽ എന്തായാലും 2+ ആണെന്ന് എനിക്കറിയാം. അതിലുള്ള ട്വൈസ് ഉണ്ട്, അതിപ്പോൾ 2- ചാർജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും ഇത് 2+ ആയിരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്ത് തന്നാൽ മതി, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക, അതിലൊരു കുഴപ്പമൊന്നുമില്ല. 2 ഇൻറ്റു ഈ ഫാരഡേസ് കോൺസ്റ്റന്റ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 96500 ആണ്. അത് ഒരു കോൺസ്റ്റന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഞാനിവിടെ എഴുതി തരാം. അത് പല കണക്കിലും നമുക്ക് ആവശ്യം വരും. ഇതെന്ന് പറഞ്ഞാൽ 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ്, അത് 96500 എന്ന് പറയുന്നത് കൂളോംബാണേ. ഓക്കെ, യൂണിറ്റ് നമുക്ക് കാൽക്കുലേഷൻ സമയത്ത് എഴുതണ്ട. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, അതായിരിക്കും വെയിറ്റ്. അപ്പോൾ ഇത് ചില്ലറ വെയിറ്റ് ഉണ്ടാവുള്ളൂ, ആകെ എത്രയും ഉണ്ടാവുള്ളൂ നോക്കാം. 1.82 ഗ്രാംസ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ കാണാം. പിന്നെ ഓരോന്ന് എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഇതിലാണ്, കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചോദ്യമാണ്. ഇത് നമ്മളന്ന് ഇന്നലെ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ്. ഇത് കണ്ടുപിടിക്കേണ്ടത് ഹാഫ് ലൈഫ് ആണ്. ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ, നമുക്ക് ഒരേ ഒരു ഇക്വേഷനെ അറിയുള്ളൂ, T12. 2 ഇക്വേഷൻ ഉണ്ട് കേട്ടോ, ഒന്ന് ഫസ്റ്റ് ഓർഡറിനും 0th ഓർഡറിനും ഉണ്ട്. തൽക്കാലം T12 ഓഫ് ദ ഫസ്റ്റ് ഓർഡർ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, Kന്റെ വാല്യൂ 5 × 10⁻², സെക്കൻഡ് ഇൻവേഴ്സ്. അതിന് ഹാഫ് ലൈഫ്. അപ്പോൾ ഇത് ഇൻറ്റു 0.693 ചെയ്യാം, ഡിവൈഡഡ് ബൈ ആ K ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 0.693 ഡിവൈഡഡ് ബൈ Kൻ്റെ സ്ഥാനത്ത് അവർ 5 × 10⁻², അങ്ങനെയൊക്കെ എഴുതിക്കോളൂ. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തെറ്റൂല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 13.86 അങ്ങനെ എന്തോ ആയിരുന്നു, സെക്കൻഡ്സിലായിരിക്കും കിട്ടുക. ടൈമല്ലേ, ഹാഫ് ലൈഫ് ടൈമല്ലേ കണ്ടുപിടിക്കാൻ പറയുന്നത്. യെസ്, 86 സെക്കൻഡ്സ്. ഇതാണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ D&F ബ്ലോക്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ വനേഡിയം പ്ലസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞതെന്ന് വിചാരിച്ചു. മാഗ്നറ്റിക് മൊമെൻറ്റ് എത്ര എന്നാണ് ചോദിച്ചെങ്കിൽ എങ്ങനെ ചെയ്യും? വനേഡിയം ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ TB 3, അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ വനേഡിയം 23 ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അത് ചിലപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ, തന്നെങ്കിൽ രക്ഷപ്പെട്ടു. ഇനി വനേഡിയം 23 എന്ന് പറയുമ്പോൾ അതിൻ്റെ എങ്ങനെ വരും? 4s2 3d3 ഇങ്ങനെ വരും, 23. ഇനി പറയുന്നത് പ്ലസ് ആയിന്ന്. അപ്പോൾ ഇത് പ്ലസ് ആയി കഴിയുമ്പോൾ ഇതെന്താ സംഭവിക്കുക? ഇത് 4s ഒരെണ്ണല്ലേ പോവാം, ഒരെണ്ണം പോകാന്ന് വെച്ചാൽ ആദ്യം S എന്നാണ് പോവുക. അപ്പോൾ 4s 1 ആവും, അതിന് 3d3 തന്നെ ഉണ്ടാവും. 4s എന്തോ ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. 3d എത്രയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ 2 എണ്ണം ആവുമെങ്കിൽ ഇതും കൂടി പോയാൽ, 3 എണ്ണം ആവുമെങ്കിൽ ഇവിടുത്തെ 2 എണ്ണം പോവും, പിന്നെ ഒരെണ്ണം ഇവിടുന്ന് അധികം പോയിട്ട് ഇവിടെ 2 എണ്ണം മാത്രമേ. ഇവിടുത്തെ നമ്പർ ലാസ്റ്റ് എന്ത് കിട്ടുന്നത് അത് മാത്രം നോക്കിയാൽ. ഇതിപ്പോൾ 3 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ ഒരു ഓർബിറ്റിൽ വരയ്ക്കണമല്ലോ. എപ്പോഴും പറയുന്ന പോലെ ആ ഒരു 5 ഓർബിറ്റിൽ ഇങ്ങനെ വരയ്ക്കാം. 1 2 3 4 5. എന്നിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കാം, 3 എണ്ണം. അപ്പോൾ 1 വെച്ചിട്ട് എഴുതി വെക്കുക. 1 2 3. കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ Nൻ്റെ വാല്യൂ 3 ആണ്. മതിയല്ലോ, അത് മതിയല്ലോ, അത് കിട്ടാനാണല്ലോ നമ്മൾ കളിച്ചത്. ഇനി ബോർ മാഗ്നറ്റൺ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് μ എന്ന് പറയുന്നത് √n × n+2 ആൻഡ് പിന്നെ √3 × n+2 എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ √15 വരും. പിന്നെ അത് കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ എന്താണോ വരുന്നത് അതും കൊടുക്കുക. അത്രയും ബോർ മാഗ്നറ്റൺ ആയിരിക്കും. BM എന്ന് എഴുതി വെച്ചാൽ യൂണിറ്റ് ആണ് ഇത്. യെസ്, അപ്പോൾ അതാണ് ഇതിന്ന് ഒരേ വരാനുള്ള ഏറ്റവും പോസിബിലിറ്റി ഉള്ള ചോദ്യം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ മറ്റേതൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്, നമ്മൾ ലാസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ എന്താ പറയുന്നത്? ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ആൻഡ് മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് COF6 യൂസിങ് വാലൻസ് ബോണ്ട് തിയറി. ഓക്കെ, ഇതൊന്നും ഒരിക്കലും എവിടെ തരില്ല, പരീക്ഷ പേപ്പറിൽ തരില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവമാണ്, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയുന്ന സ്ട്രക്ചർ മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കുന്നത് ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്ന ലിഗാൻഡിനെ മനസ്സിലാക്കുക, ആ ലിഗാൻഡ് എവിടെ വരും എന്ന് നോക്കുക. ഇവിടെ ഞാൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയാണെന്ന് മനസ്സിലായി, ഫ്ലൂറിൻ. ഇതെന്താ സംഭവം എന്നറിയാം? ഇതാണ് ലിഗാൻസിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് പറയുന്നത്. വീക്ക് ഫീൽഡ് ലിഗാൻസ് എല്ലാം ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക, സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ഇങ്ങോട്ടുണ്ടാവുക.
ബേസിക്കലി H2 ഉണ്ടല്ലോ, അതിൻ്റെ ഇങ്ങോട്ട് വരുന്നവരെല്ലാവരും വീക്ക് ആയിരിക്കും, H2ൻ്റെ മേലോട്ടുള്ളവരെല്ലാവരും സ്ട്രോങ് ആയിരിക്കും. അതാണ് കണക്ക്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീക്ക് ഫീൽഡ് ആണ് ലിഗാൻഡ്സ് വരുന്നതെങ്കിൽ നമ്മളിങ്ങനെ ഓർബിറ്റിലൊക്കെ വരച്ചിട്ട്, ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും, 2 3 4 5 5 വരച്ചിട്ട് വീക്ക് ഫീൽഡ് ആണ് വരുന്നതെങ്കിൽ ഒന്നുമില്ല, എങ്ങനെയാണോ ഓൾറെഡി ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഇപ്പോൾ 5 ആണ് 5, ഇങ്ങനെ ഇതിലൊരു വ്യത്യാസം വരാനില്ല, സാധാരണ നമ്മൾ ഫില്ല് ചെയ്യുന്ന പോലെ ഫില്ല് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ സ്ട്രോങ് ഫീൽഡാണ്, വാട്ടറിൻ്റെ മേലെയുള്ള ആൾക്കാരെ വന്നെങ്കിൽ ഇതിങ്ങനെ ആ 5 തന്നെ ആദ്യം വന്നവരാണെങ്കിൽ പിന്നെ അതിൽ പെയർ ചെയ്യാൻ മതി തുടങ്ങും. ഈ 1 ഇവിടുത്തെ 1 ഇതും കൂടി ചേർന്നിട്ട് 2, പിന്നെ ഇവന്മാർ 3 4 അങ്ങനെ വരും. ഒന്നുകൂടി കാണിച്ചു തരാം. 2 3 4 5, ഇവിടെ 1 2 3 4 5 5ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അടുത്ത ഒരെണ്ണത്തിൽ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4 5, ഇത് 1 2 3 4 5, ഇപ്പം 5 ഇല്ലേ, അപ്പുറത്തും 5 ഉണ്ട്. അപ്പോൾ 2 ഫ്രീ ആയി. ഇതിൽ ആ ലിഗാൻഡ് എല്ലാം ചാടിക്കയറും. പിന്നെ അപ്പുറത്ത് ഒരു എസ് വരാണ്ട്, പിന്നെ പിയും വരാണ്ട്, ഇതിലെല്ലാവരും കൂടി ചാടിക്കയറും ആ 6 ആൾക്കാർ. ഓക്കെ, ഇനി കൂടുതൽ തീരെ വരാണ്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്ന കൊബാൾട്ടിൻ്റെ F6 ആണ്. അപ്പോൾ കൊബാൾട്ട് 3 മൈനസ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ്റെ ചാർജും കൊബാൾട്ടിൻ്റെ ഇത് കൂടി ഞാൻ ഒത്തു നോക്കി കഴിഞ്ഞാൽ ഫ്ലൂറിൻ എന്ന് പറയുന്നത് -1 ചാർജുള്ള ആളാണ്. അപ്പോൾ 6 ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് -6 ചാർജ് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ -3 ചാർജാണ് ഓവറോൾ ഇനി വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ചാർജ് ഇവൻ കുറച്ചിട്ടുണ്ടാവണമല്ലോ, അതുകൊണ്ടാണ് ഓവറോൾ -3 ആയത്. അപ്പോൾ ഇതിൻ്റെ ചാർജ് +3 ആണെന്ന് ഞാൻ പറയുന്നു കൊബാൾട്ടിൻ്റെ. അങ്ങനെ എനിക്കത് മനസ്സിലായത്. അപ്പോൾ കൊബാൾട്ട് +3 ആണ് ഈ ഒരു സ്ഥലത്ത്. ഇത് നമ്മളെ നേരത്തെ തൊട്ട് മുമ്പ് കണ്ട പോലെ തന്നെയാണ് തുടക്കമൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ വൃത്തിയിൽ എഴുതട്ടെ, മൗസിന് ഒരു ഏല് കിട്ടുന്നില്ല, അതാ പ്രശ്നം. ഓക്കെ, കൊബാൾട്ട് 3+. കൊബാൾട്ട് എന്താ? സ്കൂട്ടി വി ക്രാമൻ പേക്കോ 27. 7 സത്യം പറഞ്ഞു വരുന്നത്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ 27, അത് മനസ്സിലാക്കി എടുക്കുക. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. 4s2 3d7 അങ്ങനെ ഞാൻ എഴുതുന്നു. അപ്പോൾ ശരിയല്ലോ. അപ്പോൾ 2ഉം 7ഉം ആണ്. 3+ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2 കൂടാതെയാ, 2 പോയി, പിന്നെ ഒരെണ്ണം കൂടി ഇവിടുന്ന് പോയി. അപ്പോൾ ഓവറോൾ അത് എങ്ങനെയായി മാറും? 3d6 ആയിട്ട് മാറും അല്ലേ. ഇവിടുന്ന് 2 പോയി, ഇവിടെ നിന്ന് പോയി, അപ്പോൾ 3d6 ആയിട്ട് മാറും. ഇനി ഇതിനെ എനിക്ക് വരച്ചു നോക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു സംഭവം വരയ്ക്കുകയാണ്. 1 2 3 4 5. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇലക്ട്രോണെ വരയ്ക്കണം. 6 ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് 1 2 3 4 5, എന്നിട്ട് ഇങ്ങോട്ട് വരാം 6. ഇങ്ങനെയായിരുന്നു ഉണ്ടാവേണ്ടത്. ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇനി നോക്കേണ്ടത് ഈ കൂടെ ഉള്ളതെന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിനൊരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയ സ്ഥിതിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വ്യത്യാസം വരാൻ പോകുന്നില്ല. നിങ്ങളിലേക്കും വ്യത്യാസം വരുന്ന കേസ് ഉണ്ടോന്ന് അടുത്ത വരുന്നുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതിൽ വ്യത്യാസം വരാനില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതിയോ എന്ന് ചോദിച്ചാൽ മതി. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ സംഭവത്തിന് ഞാൻ അങ്ങോട്ട് വരുത്തുക. ഇത് ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തു, അല്ലാണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ എസ് എന്ന് പറയുന്നത് ഒരെണ്ണം ഇവിടെ ഉണ്ടാവും. ഇതിപ്പോൾ 3D ആണ് നമ്മൾ കണ്ടത്. 3D കഴിഞ്ഞാൽ ആരുണ്ട്? 4s ഉണ്ട്. പിന്നെ ആരുണ്ട്? പിന്നെ പി ഉണ്ട്. പി എങ്ങനെയുണ്ടാവുക? 4p. അപ്പോൾ 4p എന്ന് പറയുമ്പോൾ അതിൽ പിയിൽ 3 ഓർബിറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, കാരണം പിൻ്റെ മാക്സിമം സംഭരണ ശേഷി 6 ആണ്. 6 ഇലക്ട്രോണാണ് പിയിൽ പറ്റുക. അപ്പോൾ 6 എന്ന് പറയുന്ന ഒരു ഓർബിറ്റിൽ 2 വെച്ച് 6 ഉണ്ടെങ്കിലല്ലേ, 3 ഉണ്ടെങ്കിലല്ലേ 6 ആവുള്ളൂ. ഓക്കെ, അത് റെഡി. ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇനി ഒരാൾ കൂടി വരയ്ക്കണം. സോറി ഒരാൾ കൂടി വരയ്ക്കേണ്ടായിരുന്നു. ഞാനിത് കുറച്ചുകൂടി ഇങ്ങോട്ട് വെക്കുകയാണ്. 3D കഴിഞ്ഞിട്ട് ഇനി 4D കൂടി വരയ്ക്കണം. അപ്പോൾ അതിനുള്ള സ്ഥലം കുറവാണല്ലേ, എന്നാലും വരച്ചില്ല. 2 3 4 5. ഇതാണ് 4D. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനി നടക്കാൻ പോകുന്ന നോക്കിക്കോ, F6 ഇല്ലേ, ഇത് ഓരോരുത്തരും ഓരോ ഓർബിറ്റിൽ വീതം എടുത്തിട്ട് അവിടെ അങ്ങോട്ട് ഉറയ്ക്കും. ഇങ്ങനെയാണ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലൂറും വരും, ഇവിടെ ഒരു ഫ്ലൂറും വരും, ഇവിടെയും ഒരു ഫ്ലൂറും വരും, ഇവിടെയും ഫ്ലൂറും വരും. പിന്നെ എത്ര എണ്ണം? ഇപ്പോൾ 4 ഇവിടെയും വരും. അപ്പോൾ ഇത്ര എണ്ണം അവർ ഓക്യുപ്പൈ ആയി. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ അതാണ് കൂടുതൽ ചോദ്യത്തിനും ചോദിക്കുക. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ 4s. അപ്പോൾ എസ് ഉണ്ട്, പി 3 ഉണ്ട്, ഡി 2 ഉണ്ട്. ഇങ്ങനെ എസ് പി 3 ഡി 2 ഇതാണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. sp3d2 ആണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് പിന്നെ നോക്കുക. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഉണ്ട്. 1 2 3 4 ഉണ്ട്. ഇത് പെയർഡാണ്, അത് നോക്കണ്ട. അപ്പോൾ 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് എന്തായിരിക്കും? മാഗ്നറ്റിക് ഇത് കാണിക്കും. മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്, അതുകൊണ്ട് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഒക്കെ കാണിക്കും. ഇത് പാരാമാഗ്നറ്റിക് ആണെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിനെ പാരാമാഗ്നറ്റിക് എന്നും, ഇങ്ങനെ 2 ആയിട്ട് പെയർ ചെയ്ത് നിൽക്കുന്നവർ മാത്രമാണെങ്കിൽ ഡയാമാഗ്നറ്റിക് എന്നും പറയാം. അപ്പോൾ ഇത് നിങ്ങൾ ഇതിനെ പറ്റി ഇതാ പറഞ്ഞിട്ടുണ്ട്. വീക്ക് ഫീൽഡ് ലിഗാൻഡ്, നോ പെയറിങ് സംഭവിക്കും. കാരണം ഇവനൊരു വീക്ക് ആയതുകൊണ്ട് പെയറിങ്, അതായത് ഇങ്ങനെ നിൽക്കുന്ന സംഭവം റീഅറേഞ്ച് ആയിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ 2 വരുന്ന അവസ്ഥ ഇവന് വരില്ല. ഹൈബ്രിഡൈസേഷൻ എന്താ? sp3d2 ജിയോമെട്രി ഒക്ടാഹെഡ്രൽ. 6 വന്നു കഴിഞ്ഞാൽ എവിടെ ഒക്ടാഹെഡ്രൽ? അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു ആവശ്യമില്ല, എപ്പോഴും ഒക്ടാഹെഡ്രൽ വരിക. പിന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കാരണം ഇത് പാരാമാഗ്നറ്റിക് ആണ്. അത് മനസ്സിലായല്ലോ? ഇല്ലെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്ന് എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല. മനസ്സിലായില്ല, സ്കിപ്പ് ചെയ്തോളാം, ഒരു ബുദ്ധിമുട്ടില്ല.
അടുത്തെന്ന് പറയുന്നത് ഡ്രോ ദ ഹൈബ്രിഡൈസേഷൻ സ്കീം ഓഫ് കൊബാൾട്ട്. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ അമീനാണ്, അതായത് NH3. അത് 6 ടൈംസ് ഉണ്ട്, പിന്നെ 3+ ഉണ്ട്. ബേസ്ഡ് ഓൺ ദ VBT പ്രൊഡിക്ട് ദ ജിയോമെട്രി. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേരത്തേനേക്കാൾ ഒരു വ്യത്യാസം വരുന്നത് NH3 എന്ന് പറയുന്നത് കണ്ടോ വാട്ടറിനേക്കാൾ ഇപ്പുറത്തുള്ളവനാണ്. അപ്പോൾ ഇവന് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാന്ന് എനിക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഇവന് വേറെ തരത്തിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുക. പക്ഷേ തുടക്കമൊക്കെ ഒരുപോലെ തന്നെ. നോക്കി കഴിഞ്ഞാൽ എനിക്കറിയാം NH3 എന്ന് പറയുന്നത് 0 ആണ് അതിൻ്റെ ചാർജ്. അപ്പോൾ 0 എന്ന് പറയുന്നത് ഓവറോൾ ചാർജ് 3+ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിവ മാത്രം ഉണ്ടാക്കി. ഇപ്പോൾ കൊബാൾട്ട് ഇവിടെയും 3+ ആയിട്ട് തന്നെയാണുള്ളത്. ഓക്കെ, പിന്നെ കൊബാൾട്ട് നേരത്തെ എൻ്റെ ഓർമ്മയിൽ 27 എന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ 4s2 3d7. ഇതൊക്കെ നേരത്തെ പോലെ തന്നെയല്ലേ, 3+ പോയി. അപ്പോൾ ഇവിടെ ഒന്ന് പോയി, ഇവിടെ ഒന്ന് പോയി. എപ്പോഴും അങ്ങനെ തന്നെ വരണമെന്നില്ല. അപ്പോൾ ഇവിടെ 3d6 ആയി. പിന്നെ ഞാനിതാ നമ്മളെ പ്രധാനപ്പെട്ട സംഭവം വരയ്ക്കട്ടെ, ഓർബിറ്റിൽ വരച്ചു. ഇതിൽ നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാനിരിക്കുന്നു. നോക്കിയോ, 1 2 3 4 5. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇലക്ട്രോൺ പെയർ ചെയ്യുമ്പോൾ വെള്ളം എടുക്കട്ടെ, 1 2 3 4 5 6. ഇപ്പോൾ റെഡിയായി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇനിയാണ്. നോക്കിയോ, ഈവൻ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയ സ്ഥിതിക്ക് ഇവിടെ പെയറിങ് നടക്കും എന്ന് വെച്ചാൽ ഈ സംഭവം എങ്ങനെ മാറുമെന്നറിയോ? ഒന്നുകൂടി വരയ്ക്കട്ടെ. കളർ മാറുന്നല്ല ഉദ്ദേശിച്ചത്, കളറിലൊന്നുമില്ല, നിങ്ങൾ ഒരു കളറിൽ വരയ്ക്കുക, അത് കുഴപ്പമില്ല. പക്ഷെ നോക്കിക്കോ, ഇവിടെ 2 എണ്ണം ഓൾറെഡി പെയറായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഉള്ളവന്മാർ ഇതും കൂടി പെയറാവും. ഇവിടെ ഉള്ളവന്മാർ ഇതുകൂടി പെയറാവും. അപ്പോൾ എത്ര എണ്ണായി? 1 2 3 4 5 6. അത് നോക്കിയാൽ മതി. റെഡി ആണോ എന്ന് അറിയാൻ വേണ്ടി അവസാനം എല്ലാം കൂട്ടി വെക്കുക. അപ്പോൾ ഇവിടെ ഉള്ള തന്നെ ഇരിക്കും, ഇവിടെ ഉള്ളത് 6 2 എന്ന് വെച്ചാൽ എന്തായി? 2 എണ്ണം ഫ്രീ ആയില്ലേ, 2 ഓർബിറ്റൽ ഫ്രീ ആയില്ലേ. അതാണ് അവർക്ക് വേണ്ട സംഭവം. ഇനി ഈ സംഭവം ഇതിങ്ങോട്ട് ഞാൻ വയ്ക്കുന്നുണ്ട്, കാണിച്ചു തരാം. എല്ലാം ഇനി ബാക്കിയുള്ളവർ നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ഒരാളെ ഇനി ഒരു S ഉണ്ട്, ഒരു S വരാനുണ്ട്, പിന്നെ P വരാനുണ്ട്, പിന്നെ D വരാനുണ്ട്. D തൽക്കാലം ഞാൻ വരയ്ക്കുന്നില്ല, ഇവിടെ അത് വേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, ഇവിടെ നമ്മുടെ ആൾക്കാരെ മിക്സ് ആക്കുക. ആരൊക്കെയാ? NH3 ഇവിടെ ഒരു NH3ക്ക് പോവാം, ഇവിടെ ഒരു NH3ക്ക് പോവാം. 6 ആകെ പോകേണ്ടത്. ഇവിടെ 1 പോവാം, ഇവിടെയും പോവാം, പിന്നെ ഇവിടെയും പോവാം, ഇവിടെയും പോവാം. ഇപ്പോൾ എത്ര 3 3 6 ഇത്ര എണ്ണം പോയി. ഓക്കെ, ഇത് ഏതാ സ്ഥലം എന്നറിയാലോ അല്ലേ? ഇതെന്ന് പറയുന്നത് 3D, ഇത് 4s 4p 4Dൻ്റെ ഒരു ആവശ്യം ഇവിടെ വന്നിട്ടില്ല. 6 എണ്ണം ഇവിടെ ഓൾറെഡി ഫില്ലായി. ഇനി നിങ്ങൾ ഇതെല്ലാം കൂട്ടി വെക്കുക. Dയിൽ 2 D2sp3 അതാണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. D2sp3 ആണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. ഇതിൻ്റെ പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം പെയർഡായിട്ടിരിക്കും. അതുകൊണ്ട് ഇതിന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവില്ല, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് ആണെന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്, ഇലക്ട്രോൺ പെയറിംഗ് നടക്കും. ഹൈബ്രിഡൈസേഷൻ D2sp3 ആണ്. ജിയോമെട്രി അത് നോക്കണ്ട, എന്ത് വന്നാലും 6 വന്നു കഴിഞ്ഞാൽ ഒക്ടാഹെഡ്രലാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് ഡയാമാഗ്നറ്റിക് ആണ്. ഈ ചോദ്യം കണ്ടിട്ട് കിളി പോയവരുണ്ടെങ്കിൽ ചോദ്യം സ്കിപ്പ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഇത് കാണാൻ നിങ്ങൾ കാണിച്ച മനസ്സ് അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതിൽ കണ്ടല്ലോ, ഒരുപാട് നന്ദി. അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം. അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എപ്പോഴേ ജയിച്ചു പോയി നടത്താം, തീർച്ചയായും നിങ്ങൾ ജയിക്കും. ഓക്കെ, ഇനി ചോദിച്ചുകൊണ്ട് ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുകയാണെങ്കിൽ, ഒന്ന്, ഇത് സേ എക്സാമിൻ്റെ നിങ്ങൾ ഏറ്റവും വലിയ ലൂപ്പ് ഹോളാണ് അറിയേണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ ലൂപ്പ് ഹോൾ എന്താണെന്നറിയോ? ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, നോ നെഗറ്റീവ് മാർക്കിംഗ്. അതല്ലേ ഏറ്റവും വലിയ ലൂപ്പ് ഹോൾ എന്ന് ആലോചിച്ചു. കാരണം നിങ്ങൾക്ക് എഴുതിയ മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു, ചില മാർക്ക്, പിന്നെ വേറെ തെറ്റ് എഴുതി എന്ന് വിചാരിച്ചുള്ള മാർക്ക് പോകില്ല. പക്ഷെ മറ്റ് എൻട്രൻസ് എക്സാമിനൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല സ്ഥിതി. അതുകൊണ്ട് ആൾക്കാർക്ക് പേടിയാണ്, തെറ്റാണെങ്കിൽ അതങ്ങ് മുന്നോട്ട് പോവുക ചെയ്യുക. അതുകൊണ്ടാണ് അത് അത്രയും കോമ്പറ്റീഷൻ കൂടുന്നത്. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ കോമ്പറ്റീഷനേ ഇല്ല. ഇവിടെ എന്തിനാ കോമ്പറ്റീഷൻ? ഇത് മത്സര പരീക്ഷ ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് അവർ ഇടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് എഴുതി വെക്കാനല്ല പറയുന്നത്. മനസ്സിലായി, ഇതിൻ്റെ കുറച്ചെങ്കിലും മനസ്സിലായി. തെറ്റായിരിക്കാം, പക്ഷെ ശരിയാകാൻ ഒരു 1% ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്ത ചോദ്യത്തിൽ എഴുതി വെക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അതൊരു കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, വിചാരിച്ചു ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അതിലെനിക്ക് A അറിയാം, B അറിയാം, C അറിയാം, 3 അറിയില്ല. പോട്ടെ, 3 അറിയുന്ന പോട്ടെ. A അറിയാം, B അറിയാം, C എനിക്ക് അത്ര നന്നായിട്ട് അറിഞ്ഞുകൂടാ. Aയും Bയും അറിയാം, C എത്ര കാര്യമായിട്ട് അറിയില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ എഴുതാമെന്ന് വിചാരിച്ചോ. എഴുതാൻ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ചോ. 2ന്റെ Aയും Bയും Cയിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഒന്നേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതാ എഴുതുക? അപ്പോൾ നിങ്ങൾ ഇതായിരിക്കും ഒന്നായിരിക്കും എഴുതുക. പക്ഷെ 1 എഴുതിയിട്ട് 2 വിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. 1 എഴുതുക, 1 എഴുതിയിട്ട് ഉടനെ ആ 2 പോയിന്റ് അറിയുന്ന നന്നായിട്ട് എഴുതി വെക്കുക. മൂന്നാമത്തെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റുമെങ്കിൽ പറ്റി വെക്കുക. അല്ലെ ബീൻ്റെ 1 2 തീരെ കിട്ടിയില്ലെങ്കിലും B നന്നായിട്ട് അറിയെങ്കിൽ അത് എഴുതി വെക്കുക. കാരണം ഒരു ചോദ്യത്തിൻ്റെ ഒരു ഓപ്ഷനെങ്കിലും അറിയെങ്കിൽ കിട്ടുന്നത് 1 2 മാർക്കാണെങ്കിൽ പല തുള്ളി പെരുവെള്ളമാണ്. അതുകൊണ്ട് കിട്ടിപ്പോകും, നമ്മൾ ജയിച്ചു പോകും. അങ്ങനത്തെ ചെറിയ ചെറിയ മാർക്കുകൾ മതി.
അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ അറിയെങ്കിൽ എഴുതി വെക്കുക. പിന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ അതൊരു ടിപ്പല്ല, അതൊരു ടിപ്പ് തന്നെയാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, കാൽക്കുലേറ്റർ കുറേ പേർക്ക് ഈസി ഉള്ള കാര്യമൊക്കെ വരുമ്പോൾ ചില അബദ്ധം പറ്റുന്നതെന്നറിയോ, അത് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടുക. എവിടെയൊക്കെ ഇടുക, ഇപ്പോൾ പ്ലസ് ചെയ്യാണ്, എന്നിട്ട് ഇൻറ്റു ചെയ്യണം. രണ്ടാൾക്കാരെ പ്ലസ് ചെയ്തിട്ട് ഇൻറ്റു ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ തന്നെ എഴുതിയേക്കാം, അങ്ങനെയാണ് മനസ്സിലാക്കുള്ളൂ. ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധം എന്താണെന്നറിയോ, ഇത് നേരെ അങ്ങോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ a + b × c + d / 4 + 3 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ a + b കാൽക്കുലേറ്റർ ആദ്യം കണ്ടുപിടിക്കും, അത് ഇൻറ്റു c ചെയ്യും, അപ്പോൾ ഒരു വലിയ വാല്യൂ കിട്ടും, പ്ലസ് d ചെയ്യും, അപ്പോൾ ഒരു വാല്യൂ കിട്ടും. പക്ഷേ അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടിയിരുന്നത് a + b ഒരു വാല്യൂ കിട്ടണം, അത് ഗുണിക്കണം c + d ഒരു വാല്യൂ ആയിരുന്നു വേണ്ടിയിരുന്നത്, അതുകൊണ്ടായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ എന്തായി, കാൽക്കുലേറ്ററിൻ്റെ തെറ്റല്ല, നമ്മൾ കൊടുത്തതിൻ്റെ തെറ്റ് തന്നെയാണ്. പിന്നെ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയെന്ന് തന്നെ വിചാരിച്ചു, /4 ആയിരിക്കും നമ്മൾ കൊടുക്കുക, +3 എന്നിട്ട് പിന്നെ കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ /4 അവർ ചെയ്ത് പിന്നെ +3 ചെയ്യുമ്പോൾ വേറെ എങ്ങോട്ടോ ഉള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് അങ്ങ് കൊടുക്കുക. ഇപ്പോൾ a + b എനിക്ക് ആദ്യം ചെയ്തതിന് ശേഷം ഓക്കെ a + b ഞാൻ വേറെ കളറിൽ കൊടുക്കാം a + b. അപ്പോൾ അത് കാൽക്കുലേറ്റ് മനസ്സിലായി, ഇത് ആദ്യം ചെയ്യണം. ഇൻറ്റു അതൊക്കെ കണ്ടിന്യൂസ്ലി അടിച്ചു പോവാം, പക്ഷേ ഈ ബ്രാക്കറ്റ് ഇടുന്ന ഞാൻ പറഞ്ഞു, c അടിക്കുക d. അപ്പോൾ ഇതെന്തായി, ഗുണിക്കൽ വളരെ കറക്റ്റ്. ഇനി /4 + 3 ഇത് ചെയ്യണം. അപ്പോൾ ഇത് ആദ്യം ഇതിനെ മൊത്തത്തിലാണ് ഹരിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബ്രാക്കറ്റ് കൂടി എൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ. അപ്പോൾ അത് ആദ്യം നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക, എന്നിട്ട് അതുപോലെ ഇങ്ങനെ ആ കാൽക്കുലേറ്റർ അടിച്ചു മതിയല്ലോ. കാരണം ആദ്യം തന്നെ പിന്നെയും പോയിട്ട് ഒരു ബ്രാക്കറ്റ് തുടക്കത്തിൽ ഇടുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 ബ്രാക്കറ്റ് പിന്നെ a + b ഇൻറ്റു ഇത് കൊടുക്കുക, നിർത്തുക. എന്നിട്ട് അതിനെ മൊത്തത്തിൽ ഇതും കൊണ്ടും ഹരിക്കണം, അതായത് ഇത് മാത്രം ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ 4 + 3 4 കൊണ്ട് എന്നാലും ചെയ്യുക, പിന്നെ ഒരു 4 + 3 കൂടി കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ ബ്രാക്കറ്റ് കൊണ്ടുള്ള കളി പരമാവധി നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അബദ്ധം പറ്റും, ഉറപ്പായിട്ട് അബദ്ധം പറ്റും, അത് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വാല്യുവേഷൻ ലിബറലാണോ അതാണോ അതിൻ്റെ ഒന്നും കൂടുതൽ വീഡിയോ കണ്ടിട്ട് സമയം കളയണ്ട. നിങ്ങൾ കൂടുതൽ പഠിക്കുന്ന കാര്യം നോക്കിയാൽ മതി. പഠിക്കുന്നതിൻ്റെ വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ മതി ഈ ഒരു 2-3 ദിവസം, അതുകൊണ്ട് വേറെ ഒന്നും കാണണ്ട. പിന്നെ തൊട്ടടുത്തിരിക്കുന്നവരെ ഒന്നും നോക്കണ്ട, ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ സേ തന്നെയായിരിക്കും. എന്താണെങ്കിലും അവരെ നോക്കുന്നതിൽ കൂടുതൽ നമ്മളെ പേപ്പർ നോക്കിയാൽ കുറച്ചുകൂടി കിട്ടുന്ന എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരെ നോക്കി കഴിഞ്ഞാൽ അവരും എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയെങ്കിലും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അതിനിടയ്ക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചെല്ലും പോട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും ചിലരങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മാർക്ക് കൂടി പോകും. ഉള്ള മാർക്ക് നിങ്ങൾ വെറുതെ പേപ്പർ നോക്കി എഴുതി കഴിഞ്ഞാൽ വല്ല മാർക്ക് കിട്ടും, ചോദ്യത്തിലുണ്ടാവും ചില ഉത്തരങ്ങളൊക്കെ, അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, കത്തും. അതൊക്കെ എഴുതി കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് വരും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതുകൂടി പോകും. പിന്നെ അടുത്തിരിക്കുന്ന ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ വേറെ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഏതാണെങ്കിലും അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക, അവരും ഇങ്ങനെയൊക്കെ ജയിച്ചു പോകാൻ നോക്കിയായിരിക്കും, കുടുംബമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവർ അവരുടെ ചെയ്യട്ടെ, നമ്മൾ നമ്മളുടെ ചെയ്യാം. പിന്നെ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക, പിന്നെ ഇതൊക്കെ ചെയ്യാം. വേറെ ഇപ്പം എന്താ പറയാനുള്ളത്, പിന്നെ ചെയ്യേണ്ട ഇനി പരീക്ഷ ഹാൾ കയറുന്നതിന് മുമ്പേ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെറുതെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ വേണ്ടത് കമൻറ്റ്, അതായത് പല വീഡിയോയും അത് ഓരോ സിനിമേൻ്റെ ഇടയ്ക്ക് കാണാൻ പോകും, അങ്ങനത്തെ പരിപാടിയൊന്നും തൽക്കാലത്തേക്ക് ഇപ്പം നിർത്തി കഴിഞ്ഞാൽ ഒരു 2 ദിവസമല്ലേ ഉള്ളൂ. ഇന്നത്തെ 20 ആയില്ലേ, 3 ദിവസം അത്ര പോലും ഇല്ല, 2 ദിവസം കൂടി നിങ്ങളൊക്കെ നിർത്തിയിട്ട് കൂടുതൽ പഠിക്കുന്നതിൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല, കുറെ കൂടി നമുക്ക് സുഖമായിട്ട് നിന്നൂടെ. ഈ ഒരു പ്രശ്നം അങ്ങ് തീർത്ത് കിട്ടിയാൽ ആ ഫെയിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തീർത്ത് കിട്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങ് നിന്നൂടെ. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. പിന്നെ ഈ വീഡിയോയ്ക്ക് തന്നെ ഞാനത് കണ്ടു എന്ന് തോന്നുന്നു, അതായത് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത് ഒരു അഭിമാനമായിട്ടൊന്നും കൊണ്ട് നടക്കണ്ട. അപ്പം നിങ്ങൾ കൂടുതൽ അങ്ങനത്തെ കമൻറ്റ് ഇട്ടിട്ട് അങ്ങനെ കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ തന്നെ അറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ആയിപ്പോവും. അതായത് കമൻറ്റ് ഇട്ടു എന്നിട്ട് ഇനിയിപ്പോൾ എത്ര ലൈക്ക് ഉണ്ടോ, എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടോ, ഞാൻ എന്ന് പറയുന്നവരാരൊക്കെ ഉണ്ട്, അതായത് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ നമ്മൾ തുറക്കുമ്പോൾ അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയിപ്പോവും. അപ്പോൾ തൽക്കാലം ഇതൊക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്, 2 ദിവസത്തേക്ക് അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇപ്പോൾ എൻ്റെ എന്ത് കമൻറ്റ് ഇട്ടാലും അത് യൂട്യൂബിൻ്റെ വാല്യൂ കൂട്ടും, എൻ്റെ വീഡിയോൻ്റെ വാല്യൂ കൂട്ടും. പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വാല്യൂ കൂട്ടുന്നല്ലോ കാര്യം, അത് നിങ്ങൾക്ക് മിസ്ലീഡ് ആകുന്ന ഒരു കാര്യമല്ല. അതായത് കുറേ പേര് ഇതുവരെ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കുറേ പേർക്ക് ഒരു കോൺഫിഡൻസാണ്, അതായത് എന്നാ പഠിക്കേണ്ടെന്നൊരു ഇതായിപ്പോൾ. പക്ഷെ അത്രയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ പേടി, കുറച്ച് പേടി നല്ലത്, കുറച്ച് പേടി ഉണ്ടെങ്കിലേ നമ്മൾ പഠിക്കുള്ളൂ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട എത്രയോ പേരുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലാത്ത ആ ഒരു ലൂപ്പ് ഹോൾ മുതലെടുത്തിട്ട് എല്ലാം എഴുതി ജയിച്ച എത്രയോ പേരുണ്ട്. ഇതിൽ അറിയുന്നത് മാത്രം എഴുതി ജയിച്ചവർ എത്രയോ പേരുണ്ട്. നോക്കുന്നത് ഒരു ടീച്ചറാണ്, ഒരു സാറാണ്. അപ്പോൾ അവർക്ക് എന്തായാലും നിങ്ങളെ തോൽപ്പിക്കണം, നിങ്ങളെ തോൽപ്പിച്ചേ പറ്റൂ എന്നുള്ള ഒരു ബോധത്തിലല്ലല്ലോ നോക്കുന്നത്. അവർക്ക് നിങ്ങൾ എഴുതിയാലും നിങ്ങളെ ജയിപ്പിക്കണം, അങ്ങനത്തെ ബോധത്തില്ല. അപ്പോൾ കൂടുതലും ജയിപ്പിക്കാനാണ് അവർ ശ്രമിക്കുക, കുറച്ച് അവർ ജയിപ്പിക്കുക എന്നുള്ളതിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അവരെ കൂടുതൽ നിങ്ങൾ സഹായിക്കുക. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓർഡറിൽ പരമാവധി എഴുതി പോവുക. ആദ്യം 32 എഴുതി, പിന്നെ 4 എഴുതി, പിന്നെ 80 ഇല്ല അല്ലേ, 8 എഴുതി. അങ്ങനെ ഓർഡർ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നറിയാം, ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു വാല്യൂഷൻ ആയതുകൊണ്ട് അവരെങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. എന്നാലും അത് നേരെ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും.
എന്ന് വെച്ച് നിങ്ങൾ നേരെ തന്നെ എഴുതണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വീഴുന്നത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാർക്ക് വീണുള്ളൂ. വേറെ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കൊരു ആശ്വാസത്തിന് വേണ്ടി പറയുക, ഈ സേൻ്റെ അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയവർക്ക് അറിയാമല്ലോ, അതിൻ്റെ വാല്യുവേഷൻ ഒന്നും അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല, ലിബറലാണ്. അതുപോലെ തന്നെ ഈ സേൻ്റെയും ഈ ഇമ്പ്രൂവ്മെൻറ്റിൽ ഇപ്പോൾ എഴുതാൻ പോകുന്നതിൻ്റെ അത്ര തന്നെ ആയിരിക്കും, ലിബറലൊക്കെ ആയിരിക്കും. പിന്നെ പരീക്ഷ ടഫ് ആവുമോ അത് എളുപ്പമാവുമോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ടഫാണ് എന്താ പഠിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, എന്തായാലും പഠിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ടഫ് ആയാലെന്താ, ഇല്ലാണ്ട് എന്താ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തും ചിന്തിച്ചോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ജയിച്ചാലും കുഴപ്പമില്ല. അതുവരെ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുന്നൊക്കെ ഞാൻ പറയും. നിങ്ങൾ കൂളായിട്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുക, അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു, ഇത്രയൊക്കെയാണ് ഇതിൽ ടിപ്പായിട്ട് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കൂടി തരണമെന്നുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ കൂടി തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇപ്പോൾ അധികം ഒന്നും യൂട്യൂബിൽ ഉണ്ടാവില്ല, കുറേ നാളൊന്നും ഉണ്ടാവില്ല, ഉടനെ പോവാണ്. അപ്പോൾ ഇത്രയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രഫുൽ പി സൈനിങ് ഓഫ്. നിങ്ങൾ തന്നെ എത്രയോ പ്രാവശ്യം സ്വയം പറഞ്ഞിട്ടുണ്ട്, നാളെ പഠിക്കാം, നാളെ തൊട്ട് തുടങ്ങാം. എത്രയോ ദിവസങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്. വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്ത സമയം കളഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യാതെ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം പഠിക്കാനുണ്ട്, കുറേ ഉണ്ട്, പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പോൾ എക്സാമായി, നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പട്ടിയിട്ടുകൊണ്ട്. ഇനി സമയമില്ല, നിങ്ങളുടെ ഫൈനൽ ചാൻസാണിത്. ഇത് നിങ്ങൾ വേസ്റ്റാക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മാത്രമേ കുറ്റം പറയുള്ളൂ. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ പേരൻസിൻ്റെ അല്ല, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അല്ല, ഫ്രണ്ട്സിൻ്റെ അല്ല, നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് നിങ്ങളുടെ ബാറ്റിലാണ്. നിങ്ങളതെങ്ങനെ ഫൈറ്റ് ചെയ്യും? എനിക്കറിയാം, ഇറ്റ്സ് ഹാർഡ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ സിലബസാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഓവർ സ്ട്രെസ്ഡ് ആണ്, നന്നായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. എനിക്കറിയാം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ വന്നേ തീരൂ. തോൽവി നിങ്ങൾക്കൊരു ഓപ്ഷനല്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് മറ്റൊരാൾക്ക് കിട്ടുന്ന നോക്കി നിൽക്കേണ്ടി വരുന്നത് നിങ്ങൾക്കൊരു ഓപ്ഷനല്ല. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ, അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നില്ലേ, അത് നിർത്തുക. എന്നിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് ഇതുവരെ എത്തിയെന്ന്? അതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേരത്തെ പഠിച്ചവരൊക്കെ ഒട്ടും ടയേർഡ് ആവാറില്ല, അവർ ഡിസ്ട്രാക്റ്റ് ആവാറില്ല, അവർ ക്വിറ്റ് ചെയ്യാൻ തോന്നാറില്ല എന്നൊക്കെ? അവർക്കും അതൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അവരതൊക്കെ ആ ഒരു ഫീലിങ്സിനൊക്കെ ഓവർകം ചെയ്ത് വന്നവരാണ്. ഹാർഡായിട്ടുള്ള മൊമെൻറ്റ്സ് വന്നാലും അവരതൊക്കെ പുഷ് ചെയ്ത് മുന്നോട്ട് പോകും. വിന്നേഴ്സ് ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കാറില്ല, ദേ ക്രിയേറ്റ് ഇറ്റ്. ആൻഡ് അതാണ് എനിക്കിപ്പോൾ നിങ്ങളെ കൊണ്ട് വേണ്ടത്. വേസ്റ്റ് ചെയ്യാൻ സമയമില്ല, ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വായിക്കുന്ന ഓരോ പേജും, നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഓരോ കൺസെപ്റ്റും നിങ്ങളെ സക്സസ്സിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. ആൻഡ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡും നിങ്ങളെ ഫെയിലിയറിലേക്കാണ് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ബാറ്റിൽ ഫെയിൽ ആകരുത്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ റെഡിയാണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ബിക്കോസ് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എക്സാംസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രൂവിങ് യുവർ സെൽഫ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണിത്. ഈ എക്സാംസ് ഒരു ചാമ്പ്യൻ മൈൻഡ് സെറ്റോടുകൂടി എടുക്കുക, വിന്നറിൻ്റെ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സമയമാണിത്. യു ആർ എ വിന്നർ. ഇത് നിങ്ങൾ ഓവർകം ചെയ്താൽ പിന്നെ എന്തും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് തിങ്കിങ്, സ്റ്റാർട്ട് ഡൂയിങ്. ഇനി പറയരുത് ഞാൻ പിന്നെ പഠിക്കാമെന്ന്, അതുപോലെ പറയരുത് എനിക്കിനി പഠിക്കാൻ തോന്നുന്നില്ല എന്ന്. നാളെ തൊട്ട് പഠിക്കാനൊരു കാര്യം ഇനിയില്ല. ദ ടൈം ഈസ് നൗ. ഇപ്പോഴാണ് പഠിക്കേണ്ടത്. ഗെറ്റ് അപ്പ്, ഓപ്പൺ യുവർ ബുക്സ് ആൻഡ് സ്റ്റഡി. ഫൈറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ, ഫൈറ്റ് ഫോർ യുവർ ഡ്രീംസ്. ജസ്റ്റ് ഗോ.